ഗുഡ് ഈവനിങ് ഓൾ. PHF മെഡിഗുരു PSC ഹണ്ട് 2027 14ാമത്തെ ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് പത്തോളജി, മൈക്രോബയോളജി ആൻഡ് പാരസൈറ്റോളജി. ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഷിംന കെ. അദ്ദേഹം കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും പൂർത്തീകരിച്ചു. ഇപ്പോൾ കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനാട്ടമി വർക്ക് ചെയ്യുന്നു. മേഡത്തെ ഏറെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ക്ലാസ് കേൾക്കാൻ വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വിജയം ആശംസിക്കുകയും ചെയ്യുന്നു. മാഡം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹലോ എവരിവൺ. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പെത്തോളജി വെച്ചിട്ടാണ്. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പ്രീവിയസ് ആയിട്ടുള്ള പെത്തോളജി ക്വസ്റ്റ്യൻസും അതേപോലെ ഏത് ടൈപ്പ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കാര്യമായിട്ട്, എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്ക് ക്ലാസ്സിലേക്ക് ഡയറക്റ്റ്ലി കിടക്കാം. സോ അതിൽ 2013 തൊട്ടിട്ട് ലാസ്റ്റ് കഴിഞ്ഞ ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാം പെത്തോളജിയിൽ നമുക്ക് പഠിക്കാൻ കുറച്ച് കൂടുതലുണ്ട്. അതായത് ജനറൽ പെത്തോളജി ഉണ്ട്, സിസ്റ്റമിക് പെത്തോളജി ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്, അതേപോലെ തന്നെ പാരസൈറ്റോളജി ഉണ്ട്. ഇതിൽ നമുക്ക് അന്ന് അനാറ്റമിയിൽ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ, അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സ് നമ്മൾ എങ്ങനെ കവർ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഡൗട്ട് വരുന്നത്. ഇത് പഠിക്കണം എന്നുള്ളതാണ് അതിനേക്കാളും വലിയൊരു ഡൗട്ട്. അനാറ്റമിയിൽ പറഞ്ഞാൽ സെയിം ആൻസർ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. നമ്മുടെ ഓരോ മാർക്കും കൗണ്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ നമുക്കിത് ഒരു ഓപ്ഷൻ ഇല്ല. പെത്തോളജിയിൽ മൈക്രോബയോളജി, പാരാസൈറ്റോളജി എന്ന് പറയുന്ന ടോപ്പിക്സ് കാര്യമായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിനും നമ്മൾ സ്ട്രെസ് ചെയ്യണം. പൊതുവേ നമ്മൾ BHMS അങ്ങനെ അത് പഠിച്ചിട്ടുണ്ടാവാറില്ല. പൊതുവേ നമ്മളൊന്നും BHMS ആകെ സിസ്റ്റമിക് പെത്തോളജി മാത്രമാണ് പഠിക്കാറുള്ളത്. ഇതില് മൈക്രോബയോളജിയിൽ നമ്മൾ കുറെ പഠിക്കാതെ കുറച്ച് ടോപ്പിക്സ് ലൈക്ക് മീഡിയ, കൾച്ചറൽ മീഡിയ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ, ജെനറ്റിക്സ്, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സിനൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. സോ നമുക്ക് അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം, ഇവിടുന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2013 എന്നുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതിൽ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ട്രാൻസുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷനെ പറ്റിയിട്ടാണ്. അതായത് വെദർ ഇറ്റ് ഇസ് സീൻ ഇൻ SLE, സിറോസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, പാൻക്രിയാറ്റിക് ഡിസീസ്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ചോദിച്ചിരിക്കുന്നത് പ്ലൂറൽ എഫ്യൂഷനെ പറ്റിയിട്ടാണ്. അപ്പം നമുക്ക് ആദ്യം അറിയേണ്ടത് വാട്ട് ഇസ് പ്ലൂറൽ എഫ്യൂഷൻ എന്നുള്ളതാണ്. അതിനുശേഷം അതിൽ ട്രാൻസുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ എന്നുള്ള വേർഡ് ഉണ്ട്. അപ്പം വാട്ട് ഇസ് ട്രാൻസുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ആസ് സച്ച് പ്ലൂറൽ എഫ്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്ലൂറൽ എഫ്യൂഷൻ എന്ന് വെച്ചാൽ ഫ്ലൂയിഡ്, അതായത് എക്സസ് ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ പ്ലൂറൽ ക്യാവിറ്റീനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോർമലി നമ്മുടെ പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സിസ്റ്റമിക് കാപ്പിലറീസ് പ്ലൂറൽ ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് ലിംഫാറ്റിക്സ് അതിനെ റിമൂവ് ചെയ്യുന്നു. ഇതാണ് നോർമലി ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ പോകുന്ന കാര്യം. അതായത് പ്ലൂറൽ കാപ്പിലറീസ് സെക്രീറ്റ് ചെയ്യുന്ന പ്ലൂറൽ ഫ്ലൂയിഡിനെ അതിനെ റിമൂവ് ചെയ്യുന്നത് ലിംഫാറ്റിക്സ്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിലാണ് പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാവുന്നത്. അതായത് പ്ലൂറൽ കാപ്പിലറീസ് കൂടുതലായിട്ട് പ്ലൂറൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലിംഫാറ്റിക്സ് അതിനെ അബ്സോർബ് ചെയ്യുന്നില്ല. അങ്ങനത്തെ കണ്ടീഷനിലാണ് മെയിൻ ആയിട്ട് എന്തുണ്ടാവുക, പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ട്. ഒന്ന് ഈ ക്വസ്റ്റനിൽ ചോദിച്ച ട്രാൻസുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ട്, ഒന്ന് എക്സ്യുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ട്രാൻസുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുമ്പം, ഒറ്റ സെക്കൻഡ്, ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ട്രാൻസുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുമ്പം പ്രഷറിൽ വരുന്ന എന്തെങ്കിലും ഡിഫറൻസസ് കൊണ്ടാണ്.
പ്രഷറിൽ എന്ന് വെച്ചാൽ 2 ടൈപ്പ് ഓഫ് പ്രഷറാണ് ഇവിടെ നമ്മുടെ പ്ലൂറൽ എഫ്യൂഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒന്ന് ട്രാൻസുഡേറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ഒന്ന് ഓൺകോട്ടിക് പ്രഷർ. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും ഓൺകോട്ടിക് പ്രഷറുമാണ് ഈ എഫ്യൂഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓൺകോട്ടിക് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ഓൺകോട്ടിക് പ്രഷർ എന്ന് പറയാം. പ്ലാസ്മ പ്രോട്ടീൻസ് നമുക്കറിയാം ഏതൊക്കെയാണുള്ളത്. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ആൽബുമിൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഇതിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നതാണെങ്കിൽ നമ്മുടെ ഓൺകോട്ടിക് പ്രഷറിൽ ചേഞ്ചസ് വരും. ഓക്കെ, സോ ഇൻക്രീസ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ഓൺകോട്ടിക് പ്രഷർ കുറയുന്ന സമയത്തുമാണ് ട്രാൻസുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാവുന്നത്. നേരെ തിരിച്ച് എക്സ്യുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ആണെങ്കിൽ മെയിൻ ആയിട്ട് ഇൻഫ്ലമേഷന്റെ സമയത്ത് കാപ്പിലറി പെർമിയബിലിറ്റി കൂടുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇതാണ് ഇതിന്റെ രണ്ടിന്റെ പത്തോളജി. ഇത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ക്വസ്റ്റനിൽ ചോദിച്ചത് ട്രാൻസുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷനെ പറ്റിയിട്ടാവുമ്പം അതിന്റെ ആൻസറിൽ എന്തുണ്ടാവണം? ഓൺകോട്ടിക് പ്രഷറിലും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിലും ഉള്ള വേരിയേഷൻ ആണ് ഉണ്ടാവേണ്ടത്. അതായത് ഇൻക്രീസ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും പ്ലാസ്മ ഓൺകോട്ടിക് പ്രഷർ കുറയുവാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രാൻസുഡേറ്റീവിന്റെ എക്സാമ്പിൾസ് എപ്പോഴും സിസ്റ്റമിക് ഡിസീസസ് ആയിരിക്കും. ലൈക്ക് നമ്മുടെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, സിറോസിസ്, നെഫ്രോട്ടിക് സിൻഡ്രം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, ഇൻഫെക്ഷൻസ്, മാലിഗ്നൻസീസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഇങ്ങനത്തെയൊക്കെയാണ് നിങ്ങൾ ഓപ്ഷനിൽ കിട്ടുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് എക്സ്യുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ആണ് കോസ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ ട്രാൻസുഡേറ്റീവ് എന്ന് പറയുമ്പോൾ പ്രഷർ ചേഞ്ചസ് ഉള്ള കണ്ടീഷനും എക്സുഡേറ്റീവ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഉള്ള കണ്ടീഷൻസിലുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഓരോ ഓപ്ഷൻസും ഇനി എടുത്തു നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് SLE ആണ്. SLEയിൽ എന്താണ് ഉണ്ടാവുന്നത്? പ്ലൂറൈറ്റിസ് ആണ് ഉണ്ടാവുന്നത്. അതായത് പ്ലൂറയുടെ ഇൻഫെക്ഷൻ ആണ് അവിടെ, ഇൻഫ്ലമേഷൻ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് എക്സുഡേറ്റ് ആണ് ഉണ്ടാവുക അവിടെ? ഞാൻ പറഞ്ഞു ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ, മാലിഗ്നൻസി, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഇതിലൊക്കെ മിക്കവാറും വരിക എക്സുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ആണ്. സോ SLEയിൽ ഉണ്ടാവുന്നത് എക്സുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ആണ്. ഇനി അടുത്തത് സിറോസിസ്. സിറോസിസ് എന്താ ഉണ്ടാവുന്നത്? പോർട്ടൽ ഹൈപ്പർ ടെൻഷനും അതിന്റെ കൂടെ നമുക്കറിയാം ലിവർ ആണല്ലോ ഈ ആൽബുമിനും ഗ്ലോബുലിനും ഫൈബ്രിനോജനും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ലിവറിലെ പ്രശ്നമാണ് സിറോസിസ്. അപ്പൊ ലിവറിന് ഡാമേജ് ഉണ്ടെങ്കിൽ ഈ ആൽബുമിനും ഗ്ലോബുലിനും ഫൈബ്രിനോജനും ഒക്കെ കുറച്ചേ പ്രൊഡ്യൂസ് ചെയ്യും, അതിന്റെ പ്രൊഡക്ഷൻ നോർമൽ ആവില്ല. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഹൈപ്പോ ആൽബുമിനീമിയ. ഞാൻ പറഞ്ഞു ആൽബുമിൻ ആണ് ഓൺകോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ലോ ഓൺകോട്ടിക് പ്രഷർ ഉണ്ട്. അപ്പൊ പ്രഷർ ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് എഫ്യൂഷൻ ആണ് ഉണ്ടാവുക? ട്രാൻസുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാ ഡയാലിസിസ് ചെയ്യുന്നത്? കിഡ്നിയുടെ ഫംഗ്ഷൻ നോർമൽ അല്ല. അപ്പം നമ്മളുടെ വേസ്റ്റ് പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡയാലിസേറ്റ് എന്ന് പറയുന്ന സാധനത്തിന് പെരിറ്റോണിയത്തിൽ ഇഞ്ചക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഡയഫ്രമിൽ എന്തെങ്കിലും ഒരു ഹോളോ എന്തെങ്കിലും ഒരു ഡാമേജോ വന്നിട്ട് ഈ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് പ്ലൂറയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിലേക്ക് എത്തി എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഡയാലിസേറ്റ് എവിടത്തേക്ക് എത്തി? ചെസ്റ്റിലേക്ക് എത്തി. ഈ ഡയാലിസേറ്റിൽ എപ്പോഴും ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൂക്കോസ് കണ്ടന്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കൂടുതലായിട്ട് വെക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ചെസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഉണ്ടാവുന്നത് പ്രഷർ ഡിഫറൻസ് ആണ്. അതായത് ട്രാൻസുഡേറ്റീവ് എഫ്യൂഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. ലാസ്റ്റ് വൺ സിമ്പിൾ ആണ്, പാൻക്രിയാറ്റിക് ഡിസീസ്. പാൻക്രിയാറ്റിക് ഡിസീസിൽ നമുക്കറിയാം പാൻക്രിയാറ്റിക് എൻസൈംസ് കാരണം ഡാമേജ് ഉണ്ടായിട്ട് ഇൻഫ്ലമേഷൻ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ എക്സ്യുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റനിൽ SLEയിൽ ഉണ്ടാവുന്നത് ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ ആണ്. പാൻക്രിയാറ്റിക് ഡിസീസിൽ ഉണ്ടാവുന്നത് ഇൻഫെക്ഷൻ അല്ലെ ഇൻഫ്ലമേഷൻ ആണ്. അത് രണ്ടും എക്സ്യുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ആണ്. സിറോസിസിലും പെരിറ്റോണിയൽ ഡയാലിസിസിലും രണ്ടെണ്ണത്തിലും ഉണ്ടാവുന്നത് പ്രഷർ ചേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ട്രാൻസുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിനൊരു കറക്റ്റ് ആൻസർ നമുക്ക് പറയാൻ പറ്റില്ല. ട്രാൻസുഡേറ്റീവ് ആണോ എക്സുഡേറ്റീവ് ആണോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് എന്ന് വെച്ചാൽ ട്രാൻസുഡേറ്റീവും എക്സുഡേറ്റീവും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ PM-ലാണ് പഠിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞേ ഉള്ളൂ. അതിന് നമ്മൾ ലൈറ്റ്സ് ക്രൈറ്റീരിയ എന്നാ പറയാം. ലൈറ്റ്സ് ക്രൈറ്റീരിയ അതെങ്ങനെയാണ് എക്സുഡേറ്റീവ് അല്ലെ ട്രാൻസുഡേറ്റീവ് ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങൾ നമ്മൾ അതിൽ നോക്കണം. അതായത് ഫസ്റ്റ് വൺ അതായത് നമ്മുടെ എഫ്യൂഷൻ ഫ്ലൂയിഡിലെ പ്രോട്ടീനും സെറം പ്രോട്ടീനും മെഷർ ചെയ്യുക. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. അതായത് എഫ്യൂഷൻ പ്രോട്ടീൻ ഡിവൈഡഡ് ബൈ സെറം പ്രോട്ടീൻ. അത് 0.5 കൂടുതലാണെങ്കിൽ അത് എക്സുഡേറ്റീവ് എഫ്യൂഷൻ ആണ്. അതേപോലെ നമ്മുടെ ഫ്ലൂയിഡിലുള്ള LDH-ഉം സെറം LDH-ഉം മെഷർ ചെയ്യുക. അതിനെ ഡിവൈഡ് ചെയ്യുമ്പം അത് 0.6 കൂടുതലാണെങ്കിൽ അതും എക്സുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ആണ്.
ലാസ്റ്റ് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ LDHന്റെ നോർമൽ റേഞ്ചിന്റെ അപ്പർ ലിമിറ്റിനേക്കാളും 2/3 LDH കൂടുതൽ ഉണ്ടെങ്കിൽ അതും എക്സുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ആണ്. ഓക്കെ, അപ്പം ഈ 3 ക്രൈറ്റീരിയം ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താവും, എക്സുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, ലൈറ്റ്സ് ക്രൈറ്റീരിയ ആലോചിക്കുക. പ്ലൂറൽ എഫ്യൂഷനിൽ നമ്മൾ എക്സുഡേറ്റീവ് ആണോ ട്രാൻസുഡേറ്റീവ് ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ്സ് ക്രൈറ്റീരിയ യൂസ് ചെയ്യുന്നത്. 3 കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ അകത്ത് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഫ്ലൂയിഡ് പ്രോട്ടീനും സെറം പ്രോട്ടീനും ഡിവൈഡ് ചെയ്ത് നോക്കുക. അത് 0.5 കൂടുതലാണെങ്കിൽ എക്സുഡേറ്റീവ് ആണ്. പിന്നെ ഫ്ലൂയിഡിലെ LDHനെയും സെറം LDHനെയും ഡിവൈഡ് ചെയ്ത് നോക്കുക. അത് 0.6 കൂടുതലാണെങ്കിൽ അതും എക്സുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ആണ്. ഫൈനലി LDHന്റെ നോർമൽ ലിമിറ്റിന്റെ അപ്പർ ലിമിറ്റ് നോക്കുക. അതിനേക്കാളും 2/3 എമൗണ്ട് LDH കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ എക്സുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചത് എഫ്യൂഷനെ പറ്റിയിട്ടാണ്. പ്ലൂറൽ എഫ്യൂഷൻ ട്രാൻസുഡേറ്റീവ് ആണോ എക്സുഡേറ്റീവ് ആണോ നോക്കി. അതിൽ നമ്മൾ എങ്ങനെയാണ് ട്രാൻസുഡേറ്റീവ് എന്ന് നോക്കേണ്ടതും എങ്ങനെയാണ് എക്സുഡേറ്റീവ് ആണോ എന്ന് അറിയേണ്ടത്. നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് പ്രഷർ ചേഞ്ച് ആണെങ്കിൽ ട്രാൻസുഡേറ്റീവ് ആണ്. ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ, മാലിഗ്നൻസി, ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഒക്കെ ആണെങ്കിൽ മിക്കവാറും അത് എക്സുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ആണ്. പിന്നെ ഓൾവേസ് റിമെമ്പർ ലൈറ്റ്സ് ക്രൈറ്റീരിയ ഇസ് റിലേറ്റഡ് ടു ദ പ്ലൂറൽ എഫ്യൂഷൻ. അത് ട്രാൻസുഡേറ്റീവ് ആണോ എക്സുഡേറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ്സ് ക്രൈറ്റീരിയ നോക്കുന്നത്. അതിൽ 3 കാര്യങ്ങൾ നമ്മൾ നോക്കും. എന്തൊക്കെയാണ് നോക്കുന്നത്? ഒന്ന്, ഫ്ലൂയിഡിലും സെറമിലും പ്രോട്ടീൻ മെഷർ ചെയ്യണം, അതിനെ ഡിവൈഡ് ചെയ്യണം. ഫ്ലൂയിഡിൽ LDHും സെറം LDHും മെഷർ ചെയ്യണം, അതിനെ ഡിവൈഡ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് LDHന്റെ എമൗണ്ട് എത്രയാന്ന് നോക്കണം. അത് നോർമൽ LDHന്റെ അപ്പർ ലിമിറ്റിനേക്കാളും 2/3 എമൗണ്ട് കൂടുതലാണെങ്കിൽ അത് എക്സുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. സി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വൈറൽ ഇൻഫെക്ഷൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റാബീസ് ആണോ, ലെപ്റ്റോസ്പൈറോസിസ് ആണോ, യെല്ലോ ഫീവർ ആണോ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ആണോ എന്നുള്ളത്. സി, പെത്തോളജി എന്ന് പറയുന്നത് കുറെയൊക്കെ SPM, സർജറി, PM, ഗൈനക് ഇതൊക്കെ ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ ക്ലിയർ കട്ടായിട്ട് നമുക്കിത് പെത്തോളജി ക്വസ്റ്റ്യൻ ആണെന്നോ SPM ക്വസ്റ്റ്യൻ ആണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് എക്സാമിന് മീൻസ് ക്വസ്റ്റ്യൻ സെറ്ററിന് മാത്രമേ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ അവരിത് പെത്തോളജി എന്നാണോ ഉദ്ദേശിച്ചത് അല്ലെ SPM എന്നാണോ ഉദ്ദേശിച്ചത് എന്നുള്ളത്. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അത് ദാറ്റ് ഈസ് ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വൈറൽ ഇൻഫെക്ഷൻ? റാബീസ് ആണോ, ലെപ്റ്റോസ്പൈറോസിസ് ആണോ, യെല്ലോ ഫീവർ ആണോ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ആണോ എന്നുള്ളത്. റാബീസിന്റെ പോസിറ്റീവ് ഓർഗാനിസം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? റാബീസ് വൈറസ് ആണ്. ലൈസ വൈറസ് ആണ് അതിന്റെ അതായത് ഒറിജിനൽ നെയിം ലൈസ വൈറസ് ആണ്. RNA വൈറസ് ആണ്. അതിന്റെ ഫാമിലി ഓർമ്മയുണ്ടോ? സി, ഫാമിലി ഓഫ് റാബീസ് വൈറസ് എന്ന് വെച്ചാൽ റാബ്ഡോ വിരിഡെ ഫാമിലി ആണ്. ബുള്ളറ്റ് ഷേപ്ഡ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. സോ റാബീസ് എന്ന് വെച്ചാൽ ഒരു RNA വൈറസ് കോസ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ലെപ്റ്റോസ്പൈറോസിസ് അവിടെ കിടക്കട്ടെ. സി, യെല്ലോ ഫീവർ നോക്കാം. ഇനി യെല്ലോ ഫീവർ എന്ന് വെച്ചാൽ ഫ്ലാവി വൈറസ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസും ഫ്ലാവി വൈറസ് കോസ് ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ യെല്ലോ ഫീവറിന്റെ വെക്ടർ വരുന്നത് എയ്ഡിസ് മോസ്കിറ്റോ ആണ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ആണെങ്കിൽ ക്യൂലെക്സ് മോസ്കിറ്റോ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ റാബീസ് നമ്മൾ പറഞ്ഞു ഏത് വൈറസാ കോസ് ചെയ്യുന്നത്? ലൈസ വൈറസ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് രണ്ടെണ്ണത്തിലും ഫ്ലാവി വൈറസാ വരുന്നത്. ജാപ്പനീസ് എൻസെഫലൈറ്റിസിലെ ക്യൂലെക്സ് ആണെങ്കിൽ യെല്ലോ ഫീവറിൽ എയ്ഡിസ് ആണ് വരുന്നത്. ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ കാര്യം കൂടി അതിന്റെ കൂടെ ഞാൻ പറയാം. സി, ജാപ്പനീസ് എൻസെഫലൈറ്റിസിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പിഗ്സ് ആർ ദി ആംപ്ലിഫയർ ഹോസ്റ്റ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസീസ്? ആൻസർ ഇസ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ഓക്കെ, അപ്പൊ ആംപ്ലിഫൈങ് ഹോസ്റ്റ് ആണ് പിഗ്സ്, PIGS. പിഗ്സ് ആണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസിലെ ആംപ്ലിഫൈങ് ഹോസ്റ്റ്. ഒരു ഇമ്പോർട്ടന്റ് MCQ ആണ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസും പേര് കണ്ടുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ബാക്കി വെച്ച ഓപ്ഷൻ ഏതാന്ന്? ഇറ്റ് ഇസ് ലെപ്റ്റോസ്പൈറോസിസ്. ലെപ്റ്റോസ്പൈറോസിസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി, ലെപ്റ്റോസ്പൈറോസിസ് ഇസ് കോസ്ഡ് ബൈ എ സ്പൈറോക്കീറ്റ്. ഇതാണ് നമ്മുടെ സ്പൈറോക്കീറ്റ് ഓർഗാനിസം. ഇത് നോർമലി ബാക്ടീരിയ ആണോ വൈറസ് ആണോ? എന്താണ് ഈ സാധനം? സ്പൈറോക്കീറ്റ് എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയ ആണ് ആക്ച്വലി. അതിന്റെ ഷേപ്പ് നോക്കിയാൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തിൻ ആയിട്ടുള്ള ഒരു കോക്ക് സ്ക്രൂ ഷേപ്ഡ് ഓർഗാനിസം ആണ് ഈ സ്പൈറോക്കീറ്റ്. നമ്മൾ കുറെ സ്പൈറോക്കീറ്റ് കോസ് ചെയ്യുന്ന ഡിസീസസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഫസ്റ്റ് വൺ നമുക്ക് എപ്പോഴും ഫസ്റ്റ് ഓർമ്മ വരിക സ്പൈറോക്കീറ്റ് കോസ് ചെയ്യുന്ന ഡിസീസ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് സിഫിലിസ് ആണ്. അതായത് ട്രിപ്പോണിമ സ്പീഷീസ് കോസ് ചെയ്യുന്നത്, ട്രിപ്പോണിമ പെല്ലിഡം, അതാണ് സിഫിലിസിന്റെ കോസറ്റീവ് ഏജന്റ്. പിന്നെ നമ്മൾ പഠിച്ച ഒരു ഡിസീസ് ഓർത്ത് നോക്കിയാൽ ബൊറീലിയ കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ഉണ്ട്. ബൊറീലിയ ബർഗ്ഡോർഫറി, അതായത് ലൈം ഡിസീസ് ആണ് കോസ് ചെയ്യുന്നത്. ഇത് പണ്ടൊക്കെ ഞാൻ PG എപ്പോഴും ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് PM പഠിച്ചിരുന്നതെന്ന് വെച്ചാൽ ബർഗറും ലൈമും ഒരുമിച്ച് കഴിക്കുന്നതാണ്. അതായത് ബേക്കറി പോയിട്ട് ബർഗറിന്റെ കൂടെ ലൈമും വാങ്ങി കഴിക്കുന്നത്. അപ്പൊ ബർഗ്ഡോർഫറിയും ലൈം ഡിസീസും ആ രണ്ടും എപ്പോഴും ഓർത്തിരിക്കാം.
ബൊറീലിയ, ബർഗ്ഡോർഫറി, ലൈം ഡിസീസ് കോസ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഒന്നാണ് ലെപ്റ്റോസ്പൈറ. അതാണ് നമ്മുടെ ഓപ്ഷനിലുള്ള ലെപ്റ്റോസ്പൈറോസിസ് കോസ് ചെയ്യുന്ന സാധനം. അപ്പൊ ഈ 3 ഡിസീസസും കോസ് ചെയ്യുന്നത് നമ്മുടെ സ്പൈറോക്കീറ്റ് ആണ്. ട്രിപ്പോണീമിയ ഉണ്ട്, ബൊറീലിയ ഉണ്ട്, ലെപ്റ്റോസ്പൈറിയ ഉണ്ട്. 3 സ്പൈറോക്കീറ്റ് ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു തിൻ ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു കോക്ക് സ്ക്രൂ ഷേപ്ഡ് ഓർഗാനിസം, ഒരു കോക്ക് സ്ക്രൂ ഷേപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. See, all the spirochetes are bacteria, but all bacteria are not spirochete. മനസ്സിലായല്ലോ? എല്ലാ സ്പൈറോക്കീറ്റ്സും ബാക്ടീരിയ ആണ്, പക്ഷെ എല്ലാ ബാക്ടീരിയയും സ്പൈറോക്കീറ്റ്സ് അല്ല. ഓക്കെ. ഇതില് ബാക്ടീരിയ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഡിഫറൻസും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൽ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന സാധനം ഇതിന്റെ ഫ്ലജലയാണ്. ഇതെന്തെങ്കിലും നിങ്ങൾക്ക് ഡിഫറൻസ് തോന്നുന്നുണ്ടോ? ബാക്കിയുള്ള ബാക്ടീരിയയുടെ ഫ്ലജലയും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? മറ്റുള്ള ഫ്ലജലയൊക്കെ മിക്കവാറും എക്സ്റ്റേണലി ആയിരിക്കും, അതായത് പുറത്തേക്കാണ് ഉണ്ടാവുക. ഇതിന് ഇന്റേണൽ ഫ്ലജലയാണ്, അതായത് പെരിപ്ലാസ്മിക് ഫ്ലജല. അതിന്റെ ഉള്ളിലാണ് ഈ ഫ്ലജല കിടക്കുന്നത്. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്ലിനിക്കൽ റെലവൻസ് എന്തെങ്കിലും ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞുതരാം. ഈ ഫ്ലജല ഇതിന്റെ ഉള്ളിലായതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഇത് ഹൈഡ് ചെയ്ത് നിൽക്കും നമ്മുടെ ബോഡീന്റെ ഉള്ളിൽ. നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ മെക്കാനിസത്തിന് ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഫ്ലജല ഇന്റേണൽ ആണ്. അപ്പൊ അങ്ങനെ ഒരു ഓർഗാനിസം ബോഡിയുടെ ഉള്ളിൽ വന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഒന്നും ഇതിന് അഗെയിൻസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസീസസ് മിക്കവാറും സിവിയർ ആയിട്ടാണ് വരിക. ബിക്കോസ് ഇത് ഹോസ്റ്റിന്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് എസ്കേപ്പ് ചെയ്ത് കളയും ഈ ഒരു പ്രോപ്പർട്ടി കാരണം. ബിക്കോസ് ദിസ് ഫ്ലജല ഈസ് ഇന്റേണൽ. അതേപോലെ ഒരു ഹൈ ഈൽഡിംഗ് പോയിന്റ് സ്പൈറോക്കീറ്റിലുള്ളത് മറ്റുള്ള ബാക്ടീരിയനൊക്കെ നമുക്ക് സാധാരണ സ്റ്റാൻഡേർഡ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഗ്രാം സ്റ്റെയിനിങ്ങിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേങ്കിൽ ലെപ്റ്റോസ്പൈറേനെ നമുക്ക് ഒരിക്കലും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് ഭയങ്കര തിന്നാണ്, നമുക്ക് സാധാരണ മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് വേണം അവിടെ? ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി വേണം. എപ്പോഴെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി എന്ന് വായിക്കുകയാണെങ്കിൽ താഴെ സ്പൈറോക്കീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതാണ് ആൻസർ. ബിക്കോസ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് സ്പൈറോക്കീറ്റിലെ ലെപ്റ്റോസ്പൈറക്ക് വേണ്ടിയിട്ടാണ്. ബിക്കോസ് അത് എക്സ്ട്രീംലി തിൻ ഓർഗാനിസം ആണ്. നമുക്ക് സ്റ്റാൻഡേർഡ് മൈക്രോസ്കോപ്പ് വെച്ചിട്ടോ ഗ്രാം സ്റ്റെയിനിങ് വെച്ചോ ഒന്നും നമുക്ക് ആ ഓർഗാനിസത്തിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ദിസ് വാസ് അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ? വൈറൽ ഇൻഫെക്ഷൻ ആണ് ചോദിച്ചത്, നോട്ട് എ വൈറൽ ഇൻഫെക്ഷൻ ആണ് ചോദിച്ചത്. റാബീസ്, യെല്ലോ ഫീവർ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഒക്കെ വൈറൽ ഇൻഫെക്ഷൻ ആണ്. ലെപ്റ്റോസ്പൈറോസിസ് കോസ് ചെയ്യുന്നത് സ്പൈറോക്കീറ്റ് ഓർഗാനിസം ആണ്, വിച്ച് ഇസ് എ ബാക്ടീരിയ. ബട്ട് ഓൾ ബാക്ടീരിയ ആർ നോട്ട് സ്പൈറോക്കീറ്റ്. അതിൽ നമ്മൾ ബൊറീലിയ പഠിക്കണം, ട്രിപ്പോണിമ പഠിക്കണം, പിന്നെ അതേപോലെ തന്നെ ലെപ്റ്റോസ്പൈറ. ഇത് 3 സ്പൈറോക്കീറ്റ് സ്പീഷീസ് ആണ്. ഓക്കെ. അടുത്തത് വീണ്ടും ഒരു ഓർഗാനിസം ആണ് ചോദിക്കുന്നത്. എപ്സ്റ്റീൻ ബാർ വൈറസ് കോസസ് ഓൾ എക്സെപ്റ്റ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വൈറസിന്റെ പേരാണ് EBV വൈറസ്, എപ്സ്റ്റീൻ ബാർ വൈറസ്. എന്തൊക്കെയാ ഓപ്ഷൻസ് നോക്കിയേ. ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഗ്ലാൻഡുലാർ ഫീവർ, സെക്കൻഡ് വൺ കെപ്പോസി സാർക്കോമ, തേർഡ് വൺ ഹെയറി ല്യൂക്കോപ്ലീക്കിയ, ഫോർത്ത് വൺ ബർക്കിറ്റ്സ് ലിംഫോമ. ഈ ഗ്ലാൻഡുലാർ ഫീവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനദർ നെയിം ഫോർ ഓർത്തോക്കെ. എന്തിന്റെ വേറൊരു നെയിമാണ് ഈ ഗ്ലാൻഡുലാർ ഫീവർ? ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിന്റെ വേറെ ഒരു പേരാണ് ഗ്ലാൻഡുലാർ ഫീവർ. അതിൽ സെർവൈക്കൽ ലിംഫഡിനോപ്പതി, ഫീവർ, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവുക, ഫാരിഞ്ചൈറ്റിസ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ടാവും. സോ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് എപ്സ്റ്റീൻ ബാർ വൈറസ് ഡിസീസ്. ഓക്കെ. നൗ കമ്മിങ് ടു കെപ്പോസി സാർക്കോമ. അത് കോസ് ചെയ്യുന്നത് എപ്സ്റ്റീൻ ബാർ വൈറസ് ആണോ? അല്ല, അത് ഞാൻ പറയാം. അടുത്തതെന്ന് വെച്ചാൽ ഹെയറി ല്യൂക്കോപ്ലേക്കിയ ഉണ്ട്, ബർക്കിറ്റ്സ് ലിംഫോമ ഉണ്ട്. ബർക്കിറ്റ്സ് ലിംഫോമ എന്ന് വെച്ചാൽ എപ്സ്റ്റീൻ ബാർ വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ്. അതിലുണ്ടാവുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്ലൊക്കേഷൻ ആണ്, ഞാൻ പറഞ്ഞുതരാം. 8 to 14th ക്രോമസോം ട്രാൻസ്ലൊക്കേഷൻ. അതായത് ഇത് നോക്കിയേ, ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ 8th ക്രോമസോം ആണ്. ഈ ഓറഞ്ച് ആണോ യെല്ലോ? ഈ ഓറഞ്ചിഷ് യെല്ലോ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ 14th ക്രോമസോം ആണ്. അപ്പൊ ഈ 8th ക്രോമസോമിൽ ഒരു ജീനാണ് മൈക്ക് ജീൻ. ഓക്കെ. ഈ മൈക്കിന്റെ 8th ക്രോമസോം എന്ന് 14th ക്രോമസോമിലേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തു. അതായത് 8th എന്ന് പിടിച്ചിട്ട് അതിനെ നമ്മൾ എവിടത്തേക്ക് ഇട്ടു? 14th ഇട്ടു. ഇതിന്റെ പോർഷൻ ഇങ്ങോട്ടേക്കും വന്നു, അതായത് 14th ഒരു പോർഷൻ 8th. അപ്പൊ റെസിപ്രോക്കൽ ആയിട്ടുള്ള ട്രാൻസ്ലൊക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ യൂഷ്വലി 90% ഓഫ് ദി കേസസിലും ട്രാൻസ്ലൊക്കേഷൻ ഇസ് ബിറ്റ്വീൻ 8th and 14th ക്രോമസോം. വേറെ ഉണ്ട് കേട്ടോ, അതായത് 2ഉം 8ഉം തമ്മിൽ നടക്കാം, 8ഉം 22ഉം തമ്മിൽ നടക്കാം. പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് 8th and 14th ക്രോമസോംസ് തമ്മിലുള്ള ട്രാൻസ്ലൊക്കേഷൻ ആണ്. സോ ദാറ്റ് ഇസ് ഓൾസോ കോസ്ഡ് ബൈ എപ്സ്റ്റീൻ ബാർ വൈറസ്. അതാണ് ബർക്കിറ്റ്സ് ലിംഫോമയെ പറ്റിയിട്ട് പറയാനുള്ളത്.
ഹെയറി ലൂക്കോപ്ലേക്കിയ എന്ന് വെച്ചാൽ അത്ര കോമൺ കണ്ടീഷൻ ഒന്നുമല്ല. നമ്മുടെ ഭയങ്കരമായിട്ട് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഇൻഡിവിജ്വൽസിൽ ഈ നമ്മുടെ ടങ്ങിന്റെ രണ്ട് സൈഡിലും, അതായത് ലാറ്ററലി രണ്ട് ടങ്ങിലും ഒരു ലൂക്കോപ്ലേക്കിയ പോലെ ഡെവലപ്പ് ചെയ്യും. അതിനെ നമുക്ക് സ്ക്രേപ്പ് ചെയ്ത് കളയാനൊന്നും പറ്റില്ല. അതാണ് ഹെയറി ലൂക്കോപ്ലേക്കിയ. അപ്പൊ നമ്മൾ ഗ്ലാൻഡുലാർ ഫീവർ ഇൻഫെക്ഷസ് മോണോന്യൂക്ലോസിസ് ഇസ് കോസ്ഡ് ബൈ എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറഞ്ഞു. ഹെയറി ലൂക്കോപ്ലേക്കിയ ഇസ് അഗെയിൻ കോസ്ഡ് ബൈ എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറഞ്ഞു. Burkitt's lymphoma is also caused by Epstein-Barr virus where there is a translocation between 8th and 14th chromosome. അപ്പൊ ഇനി ബാക്കിയുള്ളത് ആരാണ്? കെപ്പോസി സാർക്കോമ. കെപ്പോസി സാർക്കോമ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് എയ്ഡ്സിന്റെ കൂടിയാണ്. അതായത് നല്ല ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് എന്ത് കാണുന്നത്? കെപ്പോസി സാർക്കോമ. അതിൽ പർപ്പിൾ കളേർഡ് ആയിട്ടുള്ള ലീഷൻസ് ഒക്കെയാണ് കാണുന്നത്. നമ്മൾ PMൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? സോ ഈ കെപ്പോസി സാർക്കോമ കോസ് ചെയ്യുന്നത് ഹെർപ്പിസ് വൈറസ് ആണ്. ഈ ഹെർപ്പിസ് വൈറസിനെ പറ്റി പറയുമ്പം നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. ഞാൻ പറയുകയാണെ, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഹെർപ്പിസ് വൈറസ് 8 ടൈപ്പ് ഉണ്ട്. അതായത് 8 ഗ്രൂപ്പായിട്ട് നമുക്ക് ഹെർപ്പിസ് വൈറസിനെ ക്ലാസിഫൈ ചെയ്യാം. ഹെർപ്പിസ് വൈറസ് 1, 2, 3, 4, 5, 6ഉം 7ഉം ഓൾമോസ്റ്റ് ഒരേ ഫീച്ചേഴ്സാണ് വരുന്നത്. പിന്നെ 8th വൺ. ഈ ഹെർപ്പിസ് വൈറസ് 1 എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഓറൽ ഹെർപ്പിസ് ആണ് കോസ് ചെയ്യുക. വായിലുള്ള കുറച്ച് വെസിക്കിൾസ് പോലെയാണ് ഡെവലപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓറൽ ഹെർപ്പിസ് എന്നാണ് പറയുന്നത്. ഹെർപ്പിസ് വൈറസ് 2 ആണെങ്കിൽ ജെനൈറ്റൽ ഹെർപ്പിസ് ആണ്. അത് മാറിപ്പോയത്. 1 is ഓറൽ ഹെർപ്പിസ്, 2 is ജെനൈറ്റൽ ഹെർപ്പിസ്. ഈ ജെനൈറ്റൽ ഹെർപ്പിസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ഈ ഡെലിവറിന്റെ സമയത്ത് ഈ അമ്മയ്ക്ക് ഈ ഹെർപ്പിസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അത് കുട്ടിയിലേക്ക് ഈ ബർത്ത് കനാലിലൂടെയാണല്ലോ നോർമൽ ഡെലിവറിയിൽ കുട്ടി പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആ സമയത്ത് അമ്മയുടെ സെക്രീഷൻസ് ഒക്കെ കുട്ടിയിലേക്ക് പാസ് ചെയ്യാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ കുട്ടിക്ക് ആ ജെനൈറ്റൽ ഹെർപ്പിസ്, അതായത് നിയോനേറ്റൽ ഹെർപ്പിസ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇൻ കേസ് ദ മദർ ഇസ് ഡിറ്റക്റ്റഡ് വിത്ത് ദിസ് ഹെർപ്പിസ് ബിഫോർ, നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഓൾവേസ് പ്രിഫർ എ സിസേറിയൻ സെക്ഷൻ. സിസേറിയൻ സെക്ഷൻ ആകുമ്പം ആ ചാൻസസ്, ആ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറച്ചാണ്. ബർത്ത് കനാലിലൂടെ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ചാൻസസ് കുറവായതുകൊണ്ട് സിസേറിയൻ സെക്ഷൻ ആണ് എപ്പോഴും ഓപ്റ്റ് ചെയ്യുക ഹെർപ്പിസ് ഉള്ള മദർ ആണെങ്കിൽ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഫസ്റ്റ് വൺ കോസസ് ഓറൽ ഹെർപ്പിസ്, സെക്കൻഡ് വൺ കോസസ് ജെനൈറ്റൽ ഹെർപ്പിസ്. ഇനി തേർഡ് വൺ എന്ന് വെച്ചാൽ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന 2 കോമൺ ഡിസീസ് ആണല്ലോ വാരിസെല്ല സോസ്റ്റർ കോസ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ചിക്കൻ പോക്സ്, അതിന്റെ റീഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഷിംഗിൾസ്. അപ്പൊ ചിക്കൻ പോക്സും ഷിംഗിൾസും ആണ് തേർഡിൽ വരുന്നത്. ഫോർത്ത് വൺ ആണ് നമ്മുടെ ഇപ്പം പഠിച്ച എപ്സ്റ്റീൻ ബാർ വൈറസ് 4. അതാണ് ഹെർപ്പിസ് വൈറസ് 4 ആണ് എപ്സ്റ്റീൻ ബാർ വൈറസ്. ഇനി 5 ആണ് സൈറ്റോമെഗാലോ വൈറസ്. ഫിഫ്ത് വൺ, അത് ഒരു സിവിയർ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വൈറസ് ആണ്. മെയിൻ ആയിട്ട് അത് ഐസിനെ ഒക്കെ മീൻസ് എഫക്ട് ചെയ്യും. റെറ്റിനൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ നമ്മൾ ഗൈനക്കിൽ പഠിക്കും. സൈറ്റോമെഗാലോ വൈറസിന് ഇൻഫെക്ഷൻസ് കൊണ്ട് എന്തൊക്കെയാണ് കുട്ടിക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ്. അപ്പൊ മിക്കവാറും കൊറിയോ റെറ്റിനൈറ്റിസ് ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചറാണ് സൈറ്റോമെഗാലോ വൈറസിന്. 6ഉം 7ഉം റോസിയോള ഇൻഫന്റം, അതായത് സാധാ പിറ്റീരിയാസിസ് റോസിയ പോലത്തെ സ്പോട്സ് ആണ് ഉണ്ടാക്കുന്നത്. 8th വൺ ആണ് നമ്മുടെ കെപ്പോസി സാർക്കോമ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വൈറസ്, അതായത് പർപ്പിളിഷ് കളർ ആയിട്ടുള്ള ലീഷൻസ് ഉണ്ടാക്കുന്നത്. ഞാൻ ജസ്റ്റ് അതിന്റെ പിക്ചേഴ്സ് കാണിച്ചുതരാം. ഇതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് ടൈപ്പ് 1. ഞാൻ പറഞ്ഞു ഓറൽ ലീഷൻസ് ആണ്. ഇത് ലിപ്സിന്റെ അടുത്താണ് കണ്ടോ ലീഷൻസ് വരുന്നത്. സെക്കൻഡ് വൺ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് ടൈപ്പ് 2 ആണ്. ഇത് ജെനൈറ്റൽ ഹെർപ്പിസ് ആണ്. ഇത് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 3 ഞാൻ പറഞ്ഞു വാരിസെല്ല സോസ്റ്റർ ആണ്. അത് 2 ഡിസീസസ് ഞാൻ പറഞ്ഞു. അതിൽ ഒന്ന് കാണിച്ചിരിക്കുന്നത് സോസ്റ്റർ എന്ന് വെച്ചാൽ ഷിംഗിൾസ്. സെക്കൻഡ് വൺ നമ്മുടെ ചിക്കൻ പോക്സ്. ഓക്കെ, ഇത് രണ്ടും ഹെർപ്പിസ് വൈറസ് 3 ആണ് കോസ് ചെയ്യുന്നത്. 4 ആണ് നമ്മുടെ ക്ലാസിക്കൽ എപ്സ്റ്റീൻ ബാർ വൈറസ്. അത് ഇത് വായാണ് കാണിച്ചിരിക്കുന്നത്. അതായത് 2 സൈഡിലും ലിംഫെഡിനോപ്പത്തി ഉണ്ടാവും. ഇൻഫെക്ഷസ് മോണോന്യൂക്ലിയോസിസ് ആണ് ഡിസീസ്. അതുകൊണ്ട് തന്നെ ലിംഫെഡിനോപ്പത്തി ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 5 ആണ് നമ്മുടെ സൈറ്റോമെഗാലോ വൈറസ്. ഇത് ഞാൻ പറഞ്ഞു റെറ്റിനൈറ്റിസ് ഐസിനെയും കൂടി എഫക്ട് ചെയ്യും. 6 നമ്മുടെ റോസിയോള, 7 നമ്മുടെ റോസിയോള പിറ്റീരിയാസിസ് റോസിയ, 8 ആണ് ഈ പർപ്പിൾ കളേർഡ് ആയിട്ടുള്ള ലീഷൻസ് കാണുന്ന കെപ്പോസി സാർക്കോമ. സോ ആ ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഓർമ്മയില്ലേ? എപ്സ്റ്റീൻ ബാർ വൈറസ് ഏതൊക്കെ ഡിസീസസ് ഉണ്ടാക്കുന്നുണ്ട് എക്സെപ്റ്റ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതിൽ ഗ്ലാൻഡുലാർ ഫീവർ, അതായത് ഇൻഫെക്ഷസ് മോണോന്യൂക്ലിയോസിസും ഹെയറി ലൂക്കോപ്ലേക്കിയും ബർക്കിറ്റ്സ് ലിംഫോമിയും 3 കോസ് ചെയ്യുന്നത് എപ്സ്റ്റീൻ ബാർ വൈറസ്. അതായത് ഏതായിരുന്നു? ഹെർപ്പിസ് വൈറസ് ടൈപ്പ് 4 ആണ് എപ്സ്റ്റീൻ ബാർ വൈറസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈ 2013 ചോദിച്ചത് എന്തായിരുന്നു എന്ന് വെച്ചാൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ഡ്യൂ ടു മോണോസോമി. അതായത് നമ്മുടെ പെത്തോളജിയിലെ മൈക്രോബയോളജിയിൽ ജെനറ്റിക്സ് എന്നുള്ള ടോപ്പിക് എന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ജെനറ്റിക്സ്. നമ്മൾ അത്ര BHMS പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എങ്കിലും MCQs നന്നായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഡൗൺ സിൻഡ്രം ഉണ്ട്, ക്ലൈൻഫെൽട്ടേഴ്സ് ഉണ്ട്, ടേണേഴ്സ് സിൻഡ്രം ഉണ്ട്, നൺ ഓഫ് ദി എബോവ് ഉണ്ട്. എഗെയിൻ ഒരു ടേക്ക് അവേ പോയിന്റ് പറഞ്ഞുതരാം.
മോണോസോമി എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ടേണേഴ്സ് സിൻഡ്രം ആയിരിക്കും മിക്കവാറും അതിന്റെ ആൻസർ. അതാണ് നമ്മൾ ക്ലാസിക്കൽ ആയിട്ട് പഠിക്കുന്ന എക്സാമ്പിൾ മോണോസോമിക്ക്. നമുക്ക് നോർമലി നമ്മുടെ ബോഡിയിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 23 പേർ, അതായത് 46 ക്രോമസോംസ് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക. രണ്ട് കണ്ടീഷൻസ് വരാം, ട്രൈസോമിയും വരാം, മോണോസോമിയും വരാം. മോണോസോമി എന്ന് വെച്ചാൽ 2n-1, അതായത് 45 എണ്ണേ ഉണ്ടാവുള്ളൂ. ട്രൈസോമി എന്ന് പറയുമ്പോൾ 2n+1, അതായത് 46+1, 47 ക്രോമസോംസ് ഉണ്ടാവും. കൂടുതലാവുന്നത് ട്രൈസോമിയും, ഒന്ന് കുറയുന്നത് മോണോസോമിയും. ഓക്കെ, അപ്പൊ ഇതിൽ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡൗൺ സിൻഡ്രോം ഉണ്ട്. ഡൗൺ സിൻഡ്രോം നമുക്ക് എന്തായാലും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഡൗൺ സിൻഡ്രോം ഇസ് ട്രൈസോമി 21 ആണ്. ക്ലൈൻഫെൽട്ടർ സിൻഡ്രത്തിൽ എക്സ്ട്രാ എക്സ് ക്രോമസോം ഉണ്ടാവും, അതായത് 2 എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമും ഉണ്ടാവും. അപ്പം വൈ ക്രോമസോം ഉള്ളതുകൊണ്ട് മെയിൽ ആയിരിക്കും, പക്ഷെ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോമും കൂടി വരും ഇതിന് ക്ലൈൻഫെൽട്ടർ സിൻഡ്രത്തിന്. പിന്നെ ടേണേഴ്സ് സിൻഡ്രം, അത് 45X0, അതായത് X0 എന്ന് പറയുന്നത് എക്സ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ എക്സേ ഉള്ളൂ, ഒരു എക്സ് മിസ്സിംഗ് ആണ്, അതുകൊണ്ട് അത് മോണോസോമിയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ നമ്മൾ മോണോസോമി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ക്രോമസോം മിസ്സിംഗ് ആയിരിക്കുന്നു. അത് മിക്കവാറും സെക്സ് ക്രോമസോം മാത്രമേ മിസ്സിംഗ് ആയിട്ട് വരുള്ളൂ. അതായത് ഈ ഓട്ടോസോമൽ ക്രോമസോംസ് ഉണ്ടല്ലോ, ഓട്ടോസോമൽ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ ചെയ്തിരിക്കുന്ന 1 to 23 പേഴ്സ് നമ്പർ ചെയ്തിരിക്കുന്ന ക്രോമസോം, അതൊരിക്കലും മിസ്സിംഗ് ആവില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ മിസ്സിംഗ് ആയ ഒരു കേസ് ഒരിക്കലും ലൈഫിനോട് കോമ്പാറ്റബിൾ അല്ല, അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മിക്കവാറും മോണോസോമി എന്ന് പറയുന്നത് സെക്സ് ക്രോമസോം മാത്രമേ അവിടെ മിസ്സിംഗ് ആയിട്ട് വരുള്ളൂ. ഓട്ടോസോമൽ മോണോസോമി എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ് ഈസ് ഇൻകോമ്പാറ്റബിൾ വിത്ത് ലൈഫ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡിസോർഡേഴ്സും അതിന്റെ ട്രൈസോമിയും. ഡൗൺ സിൻഡ്രത്തിൽ ഏതാണ് കൂടുതൽ? 21ന്റെ ട്രൈസോമിയാണ് ഡൗൺ സിൻഡ്രം. ടേണേഴ്സ് സിൻഡ്രം എന്ന് വെച്ചാൽ മോണോസോമി എക്സ് ആണ്, അതായത് ഒരു എക്സ് ക്രോമസോം അതിൻ്റെ അകത്ത് മിസ്സിംഗ് ആണ്. ക്ലൈൻഫെൽട്ടേഴ്സ് ഒരു എക്സ് ക്രോമസോം കൂടുതലാണ്. ഓക്കെ, ഇനി രണ്ടെണ്ണം ഉള്ളത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത് പെട്ടാവോ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം. ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓർത്തിരിക്കാറ്, PGക്ക് പഠിക്കുമ്പോഴും UGക്കൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു കോഡ് ഉണ്ട്. P for puberty, E for election. Puberty ആവുക ഏത് വയസ്സിലാണ്? ഓൾമോസ്റ്റ് 13th ഇയറിൽ. അപ്പം ട്രൈസോമി 13 ആണ് പട്ടാവോ സിൻഡ്രോം. എഡ്വേർഡ്സ് എന്ന് പറയുമ്പം ഇലക്ഷനുമായിട്ട് റിലേറ്റഡ്. ഇലക്ഷൻ നമ്മൾ ഏത് വയസ്സിലാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? 18th ഏജിൽ. അപ്പം പട്ടാവോ സിൻഡ്രോം എന്ന് വെച്ചാൽ ട്രൈസോമി 13 ആണ്. എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ട്രൈസോമി 18 ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡൗൺ സിൻഡ്രോം ഇസ് ട്രൈസോമി 21. ടേണർ സിൻഡ്രോം മോണോസോമിയാണ്. ക്ലൈൻഫെൽട്ടേഴ്സിൽ ദർ ഇസ് എൻ എക്സ്ട്രാ എക്സ് ക്രോമസോം ഉണ്ടാവും. Patau syndrome, P for puberty, therefore it is trisomy 13. Edwards syndrome എന്ന് വെച്ചാൽ election ആലോചിക്കുക, E for election, so trisomy 18. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് ഉള്ളത് കൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്, അല്ലെ ഇത് തീരില്ല 10 o'clock ആകുമ്പോഴേക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ? പിന്നെയും നമ്മളോട് ജെനറ്റിക്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് കുറച്ച് മുന്നേ മോണോസോമി ട്രൈസോമി എന്നുള്ള പോർഷൻ ചോദിച്ചു, ഇപ്പം ചോദിച്ചിരിക്കുന്നത് ഓട്ടോസോമൽ റെസസീവും ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസും ആണ്. ഇത് നിങ്ങൾ എപ്പോഴും ഒരു പേപ്പറിൽ എഴുതിയിട്ട് എക്സാമ്പിൾസ് എഴുതിയിട്ട് വെക്കുക. അതായത് ഒരു സൈഡിൽ ഓട്ടോസോമൽ റെസസീവ് എഴുതുക, ഒരു ലൈൻ വരച്ചിട്ട് അടുത്ത സൈഡിൽ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് എഴുതുക. ഇത് രാത്രി കിടക്കാനാവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക, വായിക്കൊന്നും വേണ്ട, വെറുതെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഇതൊരു 2 months ഡെയിലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിഷ്വൽ മെമ്മറി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, സ്ഥിരമായി കണ്ട് കുറച്ച് സാധനങ്ങൾ ഓർമ്മയുണ്ട്. അതേപോലെ ഓഡിറ്ററി മെമ്മറി ഉണ്ടാവും, നമ്മൾ കേട്ടുള്ള ഓർമ്മയുള്ള സാധനം. അത് പഠിക്കണം എന്നല്ല, സ്ഥിരമായിട്ട് നമ്മൾ കാണുമ്പോഴും അല്ലെ സ്ഥിരമായി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ മെമ്മറൈസ് ചെയ്ത് നിൽക്കും. അപ്പൊ ഡെയിലി ആ ഒരു ടേബിൾ അല്ലെങ്കിൽ ആ ഒരു പേപ്പർ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 2 months കഴിയുമ്പോഴേക്കും അത് ബൈ ഹാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ അതിന് വലിയ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഓട്ടോസോമൽ റെസസീവ് ഡിസീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിലുള്ളത് വിൽസൺസ് ഡിസീസ് ഉണ്ട്, ഹിർഷ്സ്പ്രങ് ഡിസീസ് ഉണ്ട്, മാർഫാൻ സിൻഡ്രോം ഉണ്ട്, പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റെസസീവിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? വാട്ട് ഈസ് ഓട്ടോസോമൽ റെസസീവ് ആൻഡ് വാട്ട് ഈസ് ഓട്ടോസോമൽ ഡോമിനന്റ് എന്ന് അറിഞ്ഞിരിക്കണം. ഓട്ടോസോമൽ ഡോമിനന്റ് എന്ന് വെച്ചാൽ we need only one copy of the altered gene from any one of the parent. അതായത് 2 പാരന്റിന് ഏതെങ്കിലും ഒരു പാരന്റിന്റെ ഓൾട്ടേർഡ് കോപ്പി ജീനിന്റെ നമുക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് ഡിസീസ് അപ്പിയർ ചെയ്യും. പക്ഷെങ്കിൽ റെസസീവിന് അങ്ങനെയല്ല. റെസസീവിന് എന്ന് വെച്ചാൽ 2 പാരന്റ്സിനും ഓരോ കോപ്പി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡിസീസ് അപ്പിയർ ചെയ്യൂ. അതായത് ഇറ്റ് നീഡ്സ് എ പാർട്ട്ണർ ടു ഷോ അപ്പ്. എപ്പോഴും ഒരാൾ എക്സ്ട്രാ 2 കോപ്പീസ് വേണം, എന്നാൽ മാത്രമേ ആ ഡിസീസ് നമുക്ക് പുറത്തേക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും, ഇൻവിസിബിൾ ആയിട്ട് ആ ഡിസീസ് ഉണ്ടാവും. മനസ്സിലായോ?
ഒന്നും കൂടി പറയാം. ഓട്ടോസോമൽ ഡോമിനന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ജീൻ മതി, അതായത് ഒരു കോപ്പി ഓഫ് ഓൾട്ടേർഡ് ജീൻ മതി നമുക്ക് ആ ഡിസീസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓട്ടോസോമൽ റെസസീവ് ആണെങ്കിൽ 2 ജീൻ വേണം, അതായത് 2 പാരന്റ്സിന് അടുത്തുനിന്നും ഓരോ ഓൾട്ടേർഡ് ജീൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഡിസീസ് വരുള്ളൂ. ഈ വിൽസൺ എന്ന് പറയുന്ന ആൾ, അതായത് വിൽസൺസ് ഡിസീസിന് 2 പാരന്റ്സ് അത് വെയിറ്റ് ചെയ്യും, അതായത് അത് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. അതിന് പാരന്റ് ഫാദറിന്റെ അടുത്തുനിന്നും കോപ്പി വേണം, മദറിന്റെ അടുത്തുനിന്നും കോപ്പി വേണം, എന്നാൽ മാത്രമേ അത് എക്സ്പ്രസ് ചെയ്യൂ. വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, ഈ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ഉണ്ടല്ലോ, ജനറേഷൻസിനെ സ്കിപ്പ് ചെയ്യും. അതായത് ഇപ്പം എൻ്റെ അമ്മമ്മയുടെ ജനറേഷനിലെങ്ങാനും ഒരു ഡിസീസ് ഉണ്ടായെന്ന് വിചാരിക്കുക, അത് പിന്നെ അമ്മയുടെ ജനറേഷനിൽ ഉണ്ടാവണമെന്നില്ല, എൻ്റെ ജനറേഷനിൽ ഉണ്ടാവുന്നില്ല, കുട്ടിയുടെ ജനറേഷനിൽ ഉണ്ടാവുന്നില്ല, പിന്നെ വരുന്ന ജനറേഷനിലായിരിക്കും ചിലപ്പോൾ അത് എപ്പിയേഴ്സ് ഫ്രം നോവെയർ. അത് പിന്നെ എവിടുന്ന് ആ ഡിസീസ് വന്നു എന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല, ബിക്കോസ് അവരുടെ എത്രയോ ഗ്രാൻഡ് പാരൻസിനൊക്കെ ആ ഡിസീസ് ഉണ്ടായിട്ട് അതിന്റെ ലീനിയേജ് ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് ഒരു ജനറേഷനിൽ അത് എപ്പിയർ ചെയ്യും. ഏത് ഈ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ എന്ന് വെച്ചാൽ അതിന് എക്സ്പ്രസ് ചെയ്യാനുള്ള 2 അലീൽ അവിടെ ജീൻ അവിടെ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിൽ ഓട്ടോസോമൽ ഡോമിനന്റ് ആണെങ്കിൽ യൂഷ്വലി ഇറ്റ് ഡസൻ സ്കിപ്പ് ജനറേഷൻസ്. അത് എല്ലാ ജനറേഷൻസിലും ഒരു ജനറേഷനിൽ വന്നു അടുത്ത ജനറേഷനിൽ അപ്പിയർ ചെയ്യും, പിന്നെ അടുത്ത ജനറേഷൻ, അതിങ്ങനെ ജനറേഷൻ ബൈ ജനറേഷൻ നമ്മളിങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കും ആ ഡിസീസ്. പക്ഷേങ്കിൽ ഓട്ടോസോമൽ റിസസീവ് ആണെങ്കിൽ പെട്ടെന്ന് ആ ഡിസീസ് ഒരു ജനറേഷനിൽ അപ്പിയർ ചെയ്യും, കുറേ കാലം അത് ഉണ്ടാവില്ല, പെട്ടെന്ന് ഒരു ഡിസീസ് അത് അപ്പിയർ ചെയ്യും. നമുക്കത് മനസ്സിലാവില്ല അത് എങ്ങനെ ഈ ഫാമിലിയിൽ ഈ ഡിസീസ് വന്നു എന്നുള്ളത്. അത് പണ്ടത്തെ പെറ്റേണൽ അല്ലെ മെറ്റേണൽ സൈഡ് എന്നുള്ള ഒരു ലീനിയേജ് എപ്പോഴോ അത് റിസസീവ് ആയിട്ട് കിടക്കുന്നുണ്ടാവും, അതായിരിക്കും അത് ഏതോ ഒരു ജനറേഷനിൽ പിന്നെ അപ്പിയർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പക്ഷേങ്കിൽ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ എന്താന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് പെനിട്രൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇൻകംപ്ലീറ്റ് പെനിട്രൻസ് അത് ഓട്ടോസോമൽ ഡോമിനന്റിൽ കാണുന്നതാണ്. ഞാൻ ഇപ്പം എന്താ പറഞ്ഞത്, ഓട്ടോസോമൽ ഡോമിനന്റിൽ ജനറേഷൻസിനെ സ്കിപ്പ് ചെയ്യില്ല. പക്ഷെ ചില കണ്ടീഷൻസ് ഡ്യൂ ടു സം എൻവയോൺമെന്റൽ കോസസ് ആയിക്കോട്ടെ അല്ലെ ജെനറ്റിക് കോസസ് ആയിക്കോട്ടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇറ്റ് സ്കിപ്സ് ജനറേഷൻ സിമിലർ ടു ദ ഓട്ടോസോമൽ റിസസീവ് കണ്ടീഷൻസ്. അതിന് 3 ക്ലാസിക്കൽ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കാറുണ്ട്. ഒന്നെന്ന് വെച്ചാൽ പോളിഡാക്ടൈലി. പോളിഡാക്ടൈലി എന്ന് വെച്ചാൽ കയ്യിലോ കാലിലോ ഒരു എക്സ്ട്രാ ഫിംഗർ ഉണ്ടാവുക അല്ലെ ടോസ് ഉണ്ടാവുക, അതിനാണ് പോളിഡാക്ടൈലി എന്ന് പറയുന്നത്. പിന്നെ ഒരു കണ്ടീഷനാണ് റെറ്റിനോബ്ലാസ്റ്റോമ. മൂന്നാമത്തെ കണ്ടീഷനാണ് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ അല്ലേ, BRCA1 CA2 അസോസിയേറ്റഡ് ബ്രസ്റ്റ് ക്യാൻസർ. ഇത് 3ഉം ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസസ് ആണ്, ബട്ട് വിത്ത് ഇൻകംപ്ലീറ്റ് പെനിട്രൻസ്, അതായത് ഇറ്റ് ക്യാൻ സ്കിപ്പ് ജനറേഷൻസ്. മനസ്സിലായോ? ഇത് മനസ്സിലായിട്ടില്ല ഈ ഓഡിയോ ഒന്നും കൂടി കേൾക്കാട്ടെ, ഇത് പിന്നെയും പറഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. അപ്പൊ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഓട്ടോസോമൽ ഡോമിനന്റ് ഉണ്ട്, റിസസീവ് ഉണ്ട്. സ്കിപ്പ് ചെയ്യുന്നത് ജനറേഷൻസ് സ്കിപ്പ് ചെയ്യുക പൊതുവെ ഓട്ടോസോമൽ റിസസീവ് ആണ്. പക്ഷെ ഇൻകംപ്ലീറ്റ് പെനിട്രൻസ് ഉണ്ടാവുന്ന ചില കേസസ് ഉണ്ട്. അതിന് 3 ക്ലാസിക്കൽ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. അത് ഓട്ടോസോമൽ ഡോമിനന്റ് ആണെങ്കിൽ കൂടി അത് ജനറേഷൻസ് സ്കിപ്പ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇനി കമ്മിങ് ടു അതർ ഓപ്ഷൻസ്, വേറെ ഓപ്ഷൻസ് നോക്കി. ഹിർസ്പ്രങ് ഡിസീസ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇറ്റ്സ് പോളിജനിക് ഡിസീസ് ആണ്, അല്ലെങ്കിൽ മൾട്ടി ഫാക്ടോറിയൽ ആണ്. കുറേ ജീൻസ് ഇൻവോൾവ് ആയിരിക്കും, 1-2 ജീനോ എന്നല്ല, കുറേ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ജനറ്റിക് ഫാക്ടേഴ്സ് ഒക്കെ ഇൻവോൾവ് ആണ് ഈ ഹിർസ്പ്രങ് ഡിസീസിന്. ഓക്കെ, മാർഫാൻ സിൻഡ്രോം ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആണ്, FBN മ്യൂട്ടേഷൻ ആണ് ഉണ്ടാകുന്നത്. PCKD ആക്ച്വലി ഓട്ടോസോമൽ റെസസീവും ആവാം ഡോമിനന്റും ആവാം കേട്ടോ. പക്ഷേങ്കിൽ ഡോമിനന്റ് ആവുന്നത് അഡൾട്ട് ഫോമിലും മിക്കവാറും റെസസീവ് ആവുന്നത് ചിൽഡ്രൻ അല്ലെ ചൈൽഡ്ഹുഡ് ഫോമിലാണ്. അതിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓട്ടോസോമൽ ഡോമിനന്റ് PCKD ഉണ്ട്, ഓട്ടോസോമൽ റെസസീവ് PCKD ഉണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്യാണ്ട് PCKD എന്ന് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ ഓൾവേസ് ഇറ്റ് ഇസ് ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. അല്ലെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ട് തരും ഓട്ടോസോമൽ റെസസീവ് PCKD അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് PCKD എന്ന് തന്നാൽ മാത്രമേ അത് റെസസീവ് ആയിട്ട് കൂട്ടേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ PCKD എന്ന് മാത്രമേ ഓപ്ഷനിലുള്ളൂ എങ്കിൽ ഓൾവേസ് കൺസിഡർ ഇറ്റ് ആസ് ആൻ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാ പഠിച്ച? ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ, ഇതിൻ്റെ അകത്ത് ആകെ ഒന്നേ ഉള്ളൂ, ദാറ്റ് ഇസ് വിൽസൺസ് ഡിസീസ്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഏത് ആന്റിബോഡിയാണ് പ്ലാസന്റ ക്രോസ് ചെയ്യുന്നത്. IgM ആണോ, A ആണോ, E ആണോ, G ആണോ? ഓപ്ഷൻ G ആണ്. അപ്പൊ നമുക്ക് ഈ ആന്റിബോഡീസിനെ പറ്റിയിട്ടൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് MCQസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു ചാർട്ടിൽ തന്നെ എല്ലാ പോയിന്റ്സും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് IgAന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കി. ഇതിൽ 2 മോളിക്യൂൾസ് ഉണ്ട്, അതുകൊണ്ട് ഇത് ഡൈമർ ആണ്. ഇവിടെ കാണാം മുകളിലൊരു മോളിക്യൂൾ ഉണ്ട്, താഴെയുണ്ട്. അപ്പൊ ദാറ്റ്സ് എ ഡൈമർ മോളിക്യൂൾ. ഇത് ഒറ്റ മോളിക്യൂൾ, ഇത് 2 സെപ്പറേറ്റ് അല്ല കേട്ടോ, ഇത് 2 ചെയിൻസ് ആണ്, ഒരുമിച്ചാണ് ഉണ്ടാവുക. ഇത് രണ്ടും ലിങ്ക്ഡ് ആണ്. അപ്പം ദിസ് ഈസ് എ മോണോമർ. IgE ഒരു മോണോമർ ആണ്.
IgG ഒരു മോണോമറാണ്. IgM നോക്കിയേ 1, 2, 3, 4, 5 5 ചെയിൻസ് ഉണ്ട്. സോ ദാറ്റ് ഇസ് എ പെന്റാമർ. ഓക്കെ, സോ ദിസ് ഇസ് എ ഡൈമർ, ദീസ് 3 ആർ മോണോമേഴ്സ് ആൻഡ് ദിസ് ഇസ് എ പെന്റാമർ. ഇനി നമുക്ക് IgA പറ്റിയിട്ട് എന്തൊക്കെ നമുക്കറിയാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. IgA പറ്റിയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, ഒന്നത് ഡൈമർ ആണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. അതുകൂടാതെ അത് കുറെ സെക്രീഷൻസിലുണ്ടാവും. അതായത് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക്, കൊളസ്ട്രോം, ടിയേഴ്സ്, സെലൈവ, അങ്ങനത്തെ എല്ലാ സെക്രീഷൻസിൽ കാണുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇസ് IgA. അത് തരുന്നത് മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റിയാണ്. അപ്പൊ 3 പോയിന്റ്സ് എങ്കിലും ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾ IgA പറ്റി ഓർത്തിരിക്കണം. അതൊരു ഡൈമർ ആണ്. ആ മോളിക്യൂൾ കാണുന്നില്ല, 2 സ്ട്രക്ചേഴ്സ്, 2 എണ്ണം ഉണ്ട്, ഒന്ന് മുകളിൽ ഒന്ന് താഴെയായിട്ട്. ഇറ്റ്സ് എ ഡൈമർ ആണ്. പിന്നെ അത് മിക്കവാറും സെക്രീഷൻസിലാണ് അത് ഉണ്ടാവുക. മ്യൂക്കോസ, സെലൈവ, ടിയേഴ്സ്, കൊളസ്ട്രോം, ബ്രസ്റ്റ് മിൽക്ക്, അങ്ങനത്തെ എല്ലാ സെക്രീഷൻസിലാണ് അത് ഉണ്ടാവുന്നത്. പിന്നെ അത് മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത IgD അത്ര വെൽ നോൺ ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബിൻ അല്ല. ജസ്റ്റ് ഒരൊറ്റ പോയിന്റ് ഓർത്തിരുന്നു, അത് ബി സെൽ റിസപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അത് മിക്കവാറും അങ്ങനെ ചോദിക്കാറില്ല. IgD ഒന്നും അത്ര വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള മോളിക്യൂൾ അല്ല. IgE നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കോമൺ ആയ കണ്ടീഷൻസ്, നമ്മുടെ അലർജിക് കണ്ടീഷൻസിലൊക്കെ വരുന്ന ആന്റിബോഡി ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് IgE. അലർജി മാത്രമല്ല, ഒരു ക്വസ്റ്റനിൽ മിക്കവാറും ചോദിക്കുന്നത് ആന്റി പാരസൈറ്റിക് ആക്ടിവിറ്റി ഉള്ളത് IgE, അതായത് ഹെൽമിന്ത്, വേംസിന് അഗെയിൻസ്റ്റ് ഒക്കെ വരുന്നത് IgE ആന്റിബോഡിയാണ്. ഓക്കെ, ഇത് അലർജി ആയിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത് മാസ്റ്റ് സെൽസും ബേസോഫിൽസും ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ IgG വന്നു. IgGനെ പറ്റിയിട്ട് ഒരു പോയിന്റ് ഓൾറെഡി നമ്മൾ ഈ ക്വസ്റ്റനിൽ തന്നെ പഠിച്ചു. എന്തായിരുന്നു? നെയിം ദി ആന്റിബോഡി ദാറ്റ് ക്രോസസ് ദി പ്ലാസന്റ. ആൻസർ ഏതായിരുന്നു? IgG. വേറെ എന്തൊക്കെ അറിയാം നമുക്ക് IgGനെ പറ്റിയിട്ട്? IgG ഒരു മോണോമർ ആണ്. ആ സ്ട്രക്ചറിൽ കാണാനില്ലേ, ഒരു മോണോമർ, സിംഗിൾ യൂണിറ്റ് ആണ്, മോണോമർ ആണ്. ഇറ്റ് പാസസ് ത്രൂ ദി പ്ലാസന്റ എന്ന് രണ്ടാമത്തെ പോയിന്റ് പഠിച്ചു. ഇറ്റ് ഈസ് എ മോസ്റ്റ് എബണ്ടന്റ് ആന്റിബോഡി ഇൻ ദി സിറം. സിറത്തിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ആന്റിബോഡി നമ്മുടെ IgG ആണ്. ഒരു പോയിന്റും കൂടി IgGനെ പറ്റിയിട്ട് ഓർത്തിരിക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിൽ സെക്കൻഡറി റെസ്പോൺസിലാണ് IgG വരിക. അതായത് ഫസ്റ്റ് റെസ്പോൺസിൽ എപ്പോഴും നമ്മുടെ ബോഡിയിൽ ഒരു ആന്റിജൻ പുതിയതായിട്ട് വരുമ്പോൾ അതിന് അഗെയിൻസ്റ്റ് വരുന്നത് IgM ആയിരിക്കും. സെക്കൻഡ് എൻകൗണ്ടറിൽ അല്ലെ സെക്കൻഡറി റെസ്പോൺസിൽ മാത്രമേ IgG വരുള്ളൂ. ഓക്കെ, അപ്പൊ സെക്കൻഡറി റെസ്പോൺസ് ക്രോണിക് കണ്ടീഷൻസിലാണ് IgG വരുന്നത്. എക്യൂട്ട് ആയിട്ടുള്ള സഡൻ ആയിട്ടുള്ള ഫസ്റ്റ് പ്രൈമറി റെസ്പോൺസിൽ വരുന്നത് IgM ആണ്. ഇനി IgMനെ പറ്റിയിട്ട് ഫസ്റ്റ് തന്നെ അതിന്റെ സ്ട്രക്ചർ നോക്കി, ഇറ്റ്സ് എ വെരി ബിഗ് മോളിക്യൂൾ ആണ്, അതായത് ഒരു പെന്റാമർ ആണ്. അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ IgM ഒരിക്കലും പ്ലാസന്റ ക്രോസ് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ ജനിക്കുന്ന ഒരു കുട്ടിയിലെ ബ്ലഡിൽ നമ്മൾ IgM കണ്ടു എന്ന് വിചാരിക്കുക. റിമെമ്പർ, ഇറ്റ് ഇസ് നെവർ ഫ്രം ദ മദർ, ബിക്കോസ് മദറിന് ഒരിക്കലും പ്ലാസന്റ വഴി ഇത്രയും വലിയ മോളിക്യൂളിന് ബേബിയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദ ബേബി ഈസ് അല്ല ന്യൂ ബോൺ ഈസ് ഹാവിംഗ് സം ഇൻഫെക്ഷൻ. ആ ബോഡി ഉണ്ടാക്കിയ ആന്റിബോഡിയാണ് IgM ആന്റിബോഡി. ഇറ്റ് നെവർ ക്രോസസ് ദ പ്ലാസന്റ ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി ഹെവി അല്ലെ ബിഗ് മോളിക്യൂൾ ആണ്, പെന്റാമറിക് സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ ഒരു ടേബിളിന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ MCQs കിട്ടാം. ലൈക്ക് ഞാനിപ്പോ ചോദിക്കട്ടെ, ഓൺലി ഇമ്മ്യൂണോഗ്ലോബുലിൻ ദാറ്റ് ക്രോസസ് പ്ലാസന്റ. ആൻസർ നമ്മൾ പറഞ്ഞു IgG. The immunoglobulin that is present in secretions, ഏതാ ആൻസർ? IgA. പിന്നെ the antibody that is produced in the primary response, ഞാൻ പറഞ്ഞു IgM. സെക്കൻഡറി റെസ്പോൺസ് ഉണ്ടാവുന്നത് ഏതാണ്? IgG. The antibody that is involved in allergy, IgE. The antibody that is activated against the helminthes അല്ലെങ്കിൽ parasites, അതിന് ആൻസർ again IgE. The antibody that is found in breast milk അല്ലെങ്കിൽ secreted in the breast milk, IgA. മോസ്റ്റ് അബണ്ടന്റ് ആന്റിബോഡി ഏതാന്ന് ചോദിച്ചാൽ IgG. ഏറ്റവും ഹെവി ആയിട്ടുള്ള ഏറ്റവും എന്താ പറയുക വലുപ്പമുള്ള ആന്റിബോഡി ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് IgM ബിക്കോസ് ഇറ്റ് ഇസ് പെന്റാമറിക്. ഏറ്റവും ലാർജസ്റ്റ് വൺ ഇറ്റ് ഇസ് IgM. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ എല്ലാ ഇമ്മ്യൂണോഗ്ലോബുലിൻസിനെ പറ്റിയിട്ടും അറിഞ്ഞിരിക്കണം, അതിന്റെ ബേസിക് കാര്യങ്ങൾ. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ദാറ്റ് ഇസ് ദ ഓൺലി ആന്റിബോഡി ദാറ്റ് ക്രോസസ് പ്ലാസന്റ ഇൻ സിഗ്നിഫിക്കന്റ് ക്വാണ്ടിറ്റീസ്. അതിന്റെ ഓപ്ഷൻസ് IgM, A, E, G. ആൻസർ IgG ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. The deep ulcers that penetrate the bowel wall is a feature of Crohn's disease, ulcerative colitis, celiac disease. ഈ ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കോളൈറ്റിസും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ റെയർ ആണ്. ഇത് ചിലപ്പം പെത്തോളജി എന്ന് ചോദിക്കാം, അല്ലെ സർജറി എന്ന് ചോദിക്കാം, അല്ലെ PM എന്ന് ചോദിക്കാം. അപ്പൊ ഈ ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കോളൈറ്റിസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് രണ്ടും, ഈ മൂന്നും, അതായത് ക്രോൺസും അൾസറേറ്റീവും സീലിയാക് ഡിസീസും.
അപ്പൊ ഇതിന്റെ ഡീപ്പ് അൾസേഴ്സ് നമ്മൾ കാണുന്നത് ക്രോൺസ് ഡിസീസിലാണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. സി ക്രോൺസ് ഡിസീസ് എന്ന് വെച്ചാൽ അത് ട്രാൻസ്മ്യൂറൽ അൾസർ ആണ്. ട്രാൻസ്മ്യൂറൽ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് എല്ലാ ലെയേഴ്സിനെയും ഇൻവോൾവ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് ട്രാൻസ്മ്യൂറൽ എന്ന് പറയുന്നത്. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റനിൽ ഡീപ്പ് അൾസേഴ്സ് ആയിരിക്കില്ല ചിലപ്പോൾ തരാം. ദ ട്രാൻസ്മ്യൂറൽ അൾസേഴ്സ് ആർ എ ഫീച്ചർ ഓഫ് എന്ന് പറഞ്ഞാലും ആൻസർ ഇസ് ക്രോൺസ് ഡിസീസ്. ഓക്കെ, ബിക്കോസ് ക്രോൺസ് ഡിസീസിൽ ഉണ്ടാവുന്ന എല്ലാ ലെയേഴ്സിനെയും ആ അൾസർ പെനിട്രേറ്റ് ചെയ്യും. നേരെ തെച്ച് അൾസറേറ്റീവ് കോളൈറ്റിസിൽ സൂപ്പർഫിഷ്യൽ അൾസേഴ്സ്. സൂപ്പർഫിഷ്യൽ എന്ന് പറയാൻ കാരണം അത് മ്യൂക്കോസേനെയും സബ് മ്യൂക്കോസേനെയും മാത്രമേ എഫക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ക്രോൺസ് ഡിസീസിൽ ഡീപ്പ് ആയിട്ടുള്ള ട്രാൻസ്മ്യൂറൽ അൾസേഴ്സ് ഉണ്ടാവും. അൾസറേറ്റീവ് കോളൈറ്റിസിൽ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അൾസേഴ്സ് ദാറ്റ് എഫക്ട്സ് ഓൺലി ദ മ്യൂക്കോസ ആൻഡ് സബ് മ്യൂക്കോസ. പിന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കി ക്രോൺസും അൾസറേറ്റീവ് കോളൈറ്റിസും തമ്മിലുള്ള ഡിഫറൻസസ്. സി അതിന്റെ ലൊക്കേഷൻ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ക്രോൺസ് ഡിസീസ് എന്ന് വെച്ചാൽ മൗത്ത് തൊട്ടിട്ട് ആനസ് വരെ എവിടെ വേണമെങ്കിലും വരാം. അതിൽ റെക്ടം ഇൻവോൾവ് ആവാം, ഇൻവോൾവ് ആവാതിരിക്കാം. പക്ഷെ അൾസറേറ്റീവ് കോളൈറ്റിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് കോളനിൽ ലിമിറ്റഡ് ആയിരിക്കും. ആൻഡ് ദ റെക്ടം ഇസ് ഓൾവേസ് ആൻഡ് ഓൾവേസ് ഇൻവോൾവ് ഇൻ അൾസറേറ്റീവ് കോളൈറ്റിസ്. അതൊരു ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചറാണ്. റെക്ടം അൾസറേറ്റീവ് കോളൈറ്റിസിൽ എപ്പോഴും ഇൻവോൾവ് ആയിരിക്കും. പിന്നെ നമ്മളെ സ്കിപ്പ് ലീഷൻസ്, ഫിസ്റ്റുല, സ്ട്രിക്ചേഴ്സ് ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്നത് ക്രോൺസ് ഡിസീസിലാണ്. അൾസറേറ്റീവ് കോളൈറ്റിസിൽ ഒരൊറ്റ കോംപ്ലിക്കേഷൻ ആണ് കൂടുതലായിട്ട് കാണുന്നത്, ആൻഡ് ദാറ്റ് ഇസ് ടോക്സിക് മെഗാ കോളൻ. പക്ഷെ ഇതൊക്കെ നമ്മൾ PMൽ പഠിക്കുന്ന പോയിന്റ്സ് ആണ്. നമ്മൾ പെത്തോളജിയിൽ വരികയാണെങ്കിൽ സി ദിസ് ഇസ് അവർ ഡീപ്പ് ഫിഷറിംഗ് അൾസർ. അതായത് വലിയൊരു ലോങ് ആയിട്ടുള്ള ഒരു അൾസർ ആണ്. ഇത് എല്ലാ ലെയേഴ്സിനെയും പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ട്രാൻസ്മ്യൂറൽ അൾസർ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് പെനിട്രേറ്റ്സ് ഓൾ ദി ലെയേഴ്സ്. ഓക്കെ, ഡീപ്പാണ് അൾസർ. ഇത് നമ്മുടെ നോർമൽ ബവലാണ്. ഇത് നമ്മുടെ ക്രോൺസ് ഡിസീസ് എഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡസ്റ്റൈൻ ആണ്. ഇത് നമ്മുടെ അൾസറേറ്റീവ് കോളൈറ്റിസിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡസ്റ്റൈൻ. ഇത് കണ്ടോ, ഇതിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ലീഷൻസ്. അതുകൊണ്ട് ഇത് ക്രോൺസ് ഡിസീസ് ആണ്. ഇതിൽ കണ്ടിന്യൂസ് ആണ്, അത് അൾസറേറ്റീവ് കോളൈറ്റിസ്. സ്കിപ്പ് ലീഷൻസ് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു സാധനം പഠിച്ചിരുന്നു, സ്കിപ്പ് ജനറേഷൻ. സ്കിപ്പ് ചെയ്യുന്ന ജനറേഷൻസ് നമ്മളിപ്പോ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡേഴ്സിൽ പഠിച്ചിരുന്നു. അതേപോലെ സ്കിപ്പ് ലീഷൻസ് പറയുന്നത് ക്രോൺസ് ഡിസീസിൽ കാണുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അതിനെ ആ ഇൻഡസ്റ്റൈനെ നമ്മൾ കട്ട് ചെയ്ത് നോക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പെത്തോളജിക്കലി നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും നോക്കുക ക്രോൺസ് ഡിസീസിൽ. സി ക്രോൺസ് ഡിസീസിൽ ഫസ്റ്റ് നമുക്ക് ക്രീപ്പിംഗ് ഫാറ്റ് കാണാൻ പറ്റും. അതായത് ഈ ഇൻഡസ്റ്റൈൻ്റെ മുകളിൽ ഇങ്ങനെ ഫാറ്റ് കയറി വരും. അതിനെയാണ് നമ്മൾ ക്രീപ്പിംഗ് ഫാറ്റ് എന്ന് പറയാം. ഇത് ക്രോൺസ് ഡിസീസിന്റെ പെത്തോളജിയിൽ വരുന്നതാണ്. പിന്നെ ഉണ്ടല്ലോ ഈ ഡീപ്പ് ആയിട്ടുള്ള ഫിഷേഴ്സ് നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ഫുൾ ലെങ്ത്, അതായത് ഫുൾ തിക്നെസ്സിനെ എഫക്ട് ചെയ്തിട്ട് ഫിഷേഴ്സ് ഉണ്ടാവും. പിന്നെ ഈ ഡീപ്പ് അൾസേഴ്സ് ഒക്കെ ഇന്റർസെക്ട് ചെയ്തിട്ട് ഒരു കോബിൾ സ്റ്റോൺ അപ്പിയറൻസ്, ഇമ്പോർട്ടന്റ് ആണ് ആ വേർഡ്. കോബിൾ സ്റ്റോൺ അപ്പിയറൻസ് ഇസ് സീൻ ഇൻ ക്രോൺസ് ഡിസീസ്. ആലോചിച്ചോ, കോബിൾ സ്റ്റോൺ അപ്പിയറൻസ് ഇസ് സീൻ ഇൻ ക്രോൺസ് ഡിസീസ്. അതേപോലെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു സ്യൂഡോ പോളിപ്പ് അപ്പിയറൻസ് ഉണ്ട്. ഇതിൽ കോബിൾ സ്റ്റോൺ ആണെങ്കിൽ ഇതിൽ സ്യൂഡോ പോളിപ്പ്. ഇതൊന്നും മാറിപ്പോരുത് കേട്ടോ, എക്സാമിന് ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ ഈ സ്യൂഡോ പോളിപ്പ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് അങ്ങനെയാവുമ്പോൾ നമ്മളത് മറക്കൂല ഒരിക്കലും. സി ഇതില് ഫുൾ അൾസേഴ്സ് ആയിട്ട് ഇത് ഫുൾ ഡാമേജ്ഡ് ആണ്. അപ്പൊ ചിലയിടത്ത് ഈ മ്യൂക്കോസ ഹീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ ഹീലിംഗ് മ്യൂക്കോസ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും മ്യൂക്കോസ ഹീൽ ചെയ്യുമ്പം. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ എൻഡോസ്കോപ്പി വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് പോളിപ്പായിട്ട് തോന്നും. ആക്ച്വലി ദേ ആർ ഹീലിംഗ് മ്യൂക്കോസയാണ്. അപ്പോൾ അത് പോളിപ്പ് അല്ല ഒറിജിനലി, ദേ ആർ ഫോൾസ് പോളിപ്പ്. അതുകൊണ്ടാണ് നമ്മളതിനെ സ്യൂഡോ പോളിപ്പ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. സി നമ്മുടെ ഇത് ഫുള്ളി ഡാമേജ്ഡ് ഇൻറ്റസ്റ്റൈൻ ആണ് അൾസർ വന്നിട്ട്. പക്ഷെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ ശരിയാക്കാൻ നോക്കുന്ന സമയത്ത് കുറച്ച് മ്യൂക്കോസിനെ റീജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹീൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ആ ഹീലിംഗ് മ്യൂക്കോസ ഇടയ്ക്കിടെ ഇങ്ങനെ കാണാൻ പറ്റും. അത് നമ്മൾ എൻഡോസ്കോപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ അത് പോളിപ്പാണെന്ന് വിചാരിക്കും. ആ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കാരണം വി assume it to be a polyp, but actually it's not a true polyp. അത് ഹീലിംഗ് മ്യൂക്കോസയാണ്. സോ ഇറ്റ് is given the name pseudo polyp. That's not an original polyp. അപ്പൊ റിമെമ്പർ, cobblestone is related to Crohn's disease and pseudo polyp is related to ulcerative colitis. ഇതാണ് നമ്മുടെ കോബിൾ സ്റ്റോൺ അപ്പിയറൻസ്. കുറേ അൾസേഴ്സ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്തിട്ട് വരുന്നതാണ് ഈ കോബിൾ സ്റ്റോൺ അപ്പിയറൻസ്. നമ്മൾ ഈ മുറ്റത്തൊക്കെ ഇടുന്ന കല്ലില്ലേ, ഇടയ്ക്കിടെ പെബിൾസ് വെക്കില്ലേ, അതേപോലത്തെ ഒരു അപ്പിയറൻസ്. ഇത് അൾസറേറ്റീവ് കോളൈറ്റിസ് ഉണ്ടാവുന്ന ഇത് കണ്ടോ, ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നതൊക്കെ ആക്ച്വലി ഹീലിംഗ് മ്യൂക്കോസയാണ്. ബട്ട് ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് പോളിപ്സ്. അതുകൊണ്ടാണ് നമ്മളതിന് സ്യൂഡോ പോളിപ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിപ്പൽസ് ഡിസീസ് ആണ്.
See, question ഞാൻ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് വിപ്പൽസ് ഡിസീസ്. സോ വിപ്പൽസ് ഡിസീസ് ഇസ് കോസ്ഡ് ബൈ ആണോ, ഫംഗസ് ആണോ, ഹെൽമിന്തസ് ആണോ, ബാക്ടീരിയ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ ഓപ്ഷൻ ആൻസർ ഡി ബാക്ടീരിയ ആണ്. ഇത് 2 സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് PSC 2013 ചോദിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഒരു UPSC ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് വിപ്പൽസ് ഡിസീസ് ഇസ് കോസ്ഡ് ബൈ വിച്ച് ഓർഗാനിസം. പക്ഷെ അതിൽ ഓർഗാനിസത്തിന്റെ പേരായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് വൈറസ് ആണോ, ഫംഗസ് ആണോ, ഹെൽമിന്ത് ആണോ, ബാക്ടീരിയ ആണോ എന്നുള്ളതാണ്. സോ ഇതിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഏതാണ് കോസറ്റീവ് ഓർഗാനിസം വിപ്പൽസ് ഡിസീസിന്. ആദ്യം തന്നെ വാട്ട് ഇസ് വിപ്പൽസ് ഡിസീസ്? വിപ്പൽസ് ഡിസീസ് എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു മാലബ്സോപ്ഷൻ ഡിസീസ് ആണ്. അതായത് സ്മോൾ ഇൻഡസ്ട്രൈനിൽ എഫക്ട് ചെയ്യുന്ന ഒരു മാലബ്സോപ്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസീസ്. അപ്പൊ വെയിറ്റ് ലോസ്, ഡയറിയ അങ്ങനത്തെ സിംറ്റംസ് ഒക്കെയാണ് ഉണ്ടാവുക. ഇത് കോസ് ചെയ്യുന്ന ഓർഗാനിസം ഒരു ബാക്ടീരിയ ആണ്. അതിന്റെ പേര് ട്രോഫറിമ വിപ്പലി. ട്രോഫറിമ വിപ്പലി എന്നാണ് അതിന്റെ പേര്. ഇത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. അപ്പൊ ഇത് നമ്മൾ SPM-ലും പഠിക്കും ചിലപ്പം. അതായത് കോസറ്റീവ് ഓർഗാനിസം ട്രോഫറിമ വിപ്പലി വിച്ച് ഇസ് എ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പഠിക്കും. പക്ഷെ ഇതിന്റെ പെത്തോളജിക്കലി ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറെ ഫോമി വാക്യൂൾസ് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് കുറെ വാക്യൂൾസ് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് PAS പോസിറ്റീവ്. അതായത് പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് പോസിറ്റീവ് ആയിരിക്കും ഈ വാക്യൂൾസ് അല്ലെ മാക്രോഫേജസ്. അപ്പൊ ഇതൊരു പെത്തോളജിക്കൽ പോയിന്റ് ആണ്. എവിടെയെങ്കിലും നിങ്ങൾ ഈ PAS പോസിറ്റീവ് ഫോമി മാക്രോഫേജസ് എന്ന ഓപ്ഷനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വിപ്പൽസ് ഡിസീസ് ആണ് അതിന്റെ ആൻസർ. മനസ്സിലായോ? അപ്പൊ വിപ്പൽസ് ഡിസീസിൽ നിങ്ങൾ കാര്യമായിട്ട് അത് പഠിക്കാനൊന്നുമില്ല. ഈ ഒരു 4-5 കാര്യങ്ങൾ ഓർത്തെടുത്താൽ മതി. അത് റെയർ ഡിസീസ് ആണ്. കാര്യമായിട്ട് അത്ര വലിയ കോമൺ ആയിട്ട് കാണുന്ന ഡിസീസ് ഒന്നുമല്ല. അപ്പൊ വിപ്പൽസ് ഡിസീസിന്റെ പോസിറ്റീവ് ഓർഗാനിസം നമ്മൾ പഠിക്കുക. ട്രോഫറിമ വിപ്ലി ആണ്. അത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. സിമിലർ ടു അതർ മാലബ്സോപ്ഷൻ ഡിസീസസ് ലൈക്ക് നമ്മുടെ സീലിയാക് ഡിസീസസ് ഒക്കെ പോലെ തന്നെ പ്രസന്റ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. പെത്തോളജിക്കലി നമ്മുടെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഫോമി മാക്രോഫേജസ് വിച്ച് ഇസ് PAS പോസിറ്റീവ്. മറക്കില്ലല്ലോ, ഫോമി മാക്രോഫേജസ് വിച്ച് ഇസ് PAS പോസിറ്റീവ്. ഇതാണ് വിപ്പൽസ് ഡിസീസിന്റെ പെത്തോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ 2013 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ പറ്റിയിട്ട് മീൻസ് ക്വസ്റ്റ്യൻസിനെ പറ്റി പറയാനുള്ളത്. ഇനി അത്ര കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഇല്ല. 2018 മാത്രമേ കുറച്ചുള്ളൂ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ പെത്തോളജി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിമാർക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ക്വസ്റ്റ്യൻസ്. ചിലതിപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് പെത്തോളജിയാണ്, ഞാനത് സർജറിയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് PM-ൽ കാൽക്കുലേറ്റ് ചെയ്തത് ഞാൻ ചിലപ്പോൾ പെത്തോളജിയിലായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. ബിക്കോസ് എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ CA സർവിക്സ് പഠിക്കുകയാണെങ്കിൽ CA സർവിക്സിന്റെ എന്തൊക്കെയാ പറയാ, അതിന്റെ സിംറ്റംസ് ഒക്കെ നമ്മൾ ഗൈനക്കിൽ പഠിക്കുന്നുണ്ടാവും. അതിന്റെ ഹിസ്റ്റോളജി കാര്യങ്ങളൊക്കെ പെത്തോളജിയിൽ പഠിക്കുന്നുണ്ടാവും. അതിന്റെ സ്റ്റേജിങ് ഏതിലാ PM-ൽ പഠിക്കും. പിന്നെ അതിന്റെ പാപ്സ്മിയർ റിലേറ്റഡ് തിങ്സ് ഒക്കെ SPM-ൽ പഠിക്കും. അപ്പൊ നമ്മൾ ആ ഡിസീസ് ആയിട്ട് പഠിക്കുക, അല്ലാതെ ഇങ്ങനെ SPM അങ്ങനെ പഠിക്കാതെ CA സർവിക്സ് ആസ് എ ഹോൾ പഠിച്ചാൽ നമ്മളത് ഒരിക്കലും മറക്കൂല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2018 പോവുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിരിക്കുന്നത് ഹെർത്തിൽ സെൽ കാർസിനോമ തൈറോയിഡ് ഈസ് എ വേരിയന്റ് ഓഫ്. കാർസിനോമ തൈറോയിഡ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, എസ്പെഷ്യലി ഇൻ സർജറി. സർജറിയിൽ മിക്കവാറും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു കാർസിനോമ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് തൈറോയിഡ് ക്യാൻസർ ആയിരിക്കും. ബിക്കോസ് അത് അത്രയും കോമൺ ആണ്, കുറെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഡിഫറൻറ്റ് കാർസിനോമ തമ്മിലുള്ളത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാൽ ഹെർത്തിൽ സെൽ കാർസിനോമ തൈറോയിഡ് ഏതിന്റെ വേരിയന്റ് ആണ്? 4 ടൈപ്പ് ഉണ്ട് കാർസിനോമാസ്, ഞാൻ പറഞ്ഞുതരാം. പാപ്പിലറി, ഫോളിക്കുലർ, മെഡുലറി, അനാപ്ലാസ്റ്റിക്. ഈ 4 ടൈപ്പ് ഓഫ് ക്യാൻസറിൽ ഹെർത്തിൽ സെൽ കാർസിനോമ വരുന്നത് ഫോളിക്കുലർ സെൽ കാർസിനോമന്റെ അണ്ടറിലാണ്. വാട്ട് ആർ ഹെർത്തിൽ സെൽ എന്ന് വെച്ചാൽ ഹെർത്തിൽ സെൽസിന് ആക്ച്വലി വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ, ഓൺകോസൈറ്റിക് സെൽസ് എന്നും കൂടിയാണ് പറയും. ഇത് നല്ല വലിയ സെൽസ് ആയിരിക്കും, കുറെ മൈറ്റോകോൺട്രി ഉണ്ടാവും, കുറെ സൈറ്റോപ്ലാസം ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടുതലാണ് ഈ ഹെർത്തിൽ സെല്ലിന്. ലാർജ് സെല്ലാണ്, കുറെ മൈറ്റോകോൺട്രി ഉണ്ടാവും, അബണ്ടന്റ് ആയിട്ടുള്ള ഗ്രാനുലാർ സൈറ്റോപ്ലാസം ഉണ്ടാവും. ഇറ്റ്സ് എ വേരിയന്റ് ഓഫ് ഫോളിക്കുലർ സെൽ കാർസിനോമ. ഇനി നമുക്ക് ജസ്റ്റ് ഈ 4 കാർസിനോമാസിന് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ് ഒന്ന് നോക്കിപ്പോ. ഇതാണ് നമ്മുടെ ഹെർത്തിൽ സെൽ കേട്ടോ. സോ ഫസ്റ്റ് വൺ പാപ്പിലറി, പിന്നെ ഫോളിക്കുലർ, പിന്നെ മെഡുലറി, അനാപ്ലാസ്റ്റിക്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നുള്ളൂ. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇത് പഠിക്കണം. സോ പാപ്പിലറി കാർസിനോമയാണ് ഇപ്പം നമ്മുടെ പോപ്പുലേഷനിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാർസിനോമ ഇസ് പാപ്പിലറി കാർസിനോമ. സെക്കൻഡ് വൺ ഇസ് ഫോളിക്കുലർ കാർസിനോമ. മെഡുലറി ഒന്നും കോമൺ അല്ല, അനാപ്ലാസ്റ്റിക്കും അത്ര കോമൺ അല്ല. സോ പാപ്പിലറി ഈസ് എ മോസ്റ്റ് കോമൺ തൈറോയിഡ് കാർസിനോമ. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇനി സെൽസ് ഓഫ് ഒറിജിൻ എന്ന് വെച്ചാൽ എല്ലാം ഫോളിക്കുലർ എപ്പിത്തീലിയൽ സെൽസ് തന്നെയാണ് വരുന്നത് കാര്യമായിട്ട്. അതിൽ മെഡുലറിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ദാറ്റ് ഇസ് പാരാഫോളിക്കുലർ സി സെൽസ് എന്നാണ് വരുന്നത്. പാരാഫോളിക്കുലർ സി സെൽസ്. ബാക്കി എല്ലാം ഫോളിക്കുലർ, ഇത് മാത്രം പാരാഫോളിക്കുലർ സി സെൽസ്.
ഈ സി സെൽസ് ആണ് നമ്മുടെ കാൽസിറ്റോണിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്യൂമർ മാർക്കറാണ് കാൽസിറ്റോണിൻ. മെഡുലറി കാർസിനോമയുടെ ട്യൂമർ മാർക്കറാണ് കാൽസിറ്റോണിൻ. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് വീണ്ടും സ്പ്രെഡ്. പാപ്പിലറി കാർസിനോമ ഹാസ് ലിംഫാറ്റിക് സ്പ്രെഡ്, വെരി ഇമ്പോർട്ടന്റ്. ഫോളിക്കുലർ കാർസിനോമ ഹെമറ്റോജീനസ് സ്പ്രെഡ് ആണ്. മറ്റേതിനൊക്കെ ലിംഫാറ്റിക്കും ആവാം ഹെമറ്റോജീനസും ആവാം. അനാപ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ലോക്കലി ഇൻവേഡ് ചെയ്യുന്ന ട്യൂമറാണ്. ഇനി നമ്മുടെ പെത്തോളജിയിൽ വരികയാണെങ്കിൽ ഈ പാപ്പിലറി കാർസിനോമയിൽ 2 ഇമ്പോർട്ടന്റ് പെത്തോളജിക്കൽ പോയിന്റ്സ് ഉണ്ട്. ഒന്ന് ഓർഫൻ ആനി ഐ ന്യൂക്ലിയൈ, ഒന്ന് സാമോമ ബോഡീസ്. ഏതൊക്കെയാണ്? ഓർഫൻ ആനി ഐ ന്യൂക്ലിയൈ, സാമോമ ബോഡീസ്. ഫോളിക്കുലാറിൽ ഞാൻ പറഞ്ഞു ഹെമറ്റോജീനസ് സ്പ്രെഡ് ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇൻവേഷൻ, അതായത് ക്യാപ്സുലാർ ആൻഡ് വാസ്കുലാർ ഇൻവേഷൻ ഉണ്ടാവുക ഫോളിക്കുലാറിലാണ്. മെഡുലറിയിൽ അമൈലോയിഡ് സ്ട്രോമ ഉണ്ടാവും, അനാപ്ലാസ്റ്റിക്കിൽ ജയൻസിൽ. നമുക്ക് ഈ പെത്തോളജിയിൽ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അമൈലഡോസിസ് എന്നിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ട്. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. പക്ഷെ അത് മിക്കവാറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അമൈലഡോസിസ്. ഈ അമൈലോയിഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തൈറോയിഡിന്റെ ഏതെങ്കിലും ഒരു ക്യാൻസർ ചോദിച്ചാൽ അതിന്റെ ആൻസർ മെഡുലറി കാർസിനോമയാണ്. ബിക്കോസ് അതിൻ്റെ അകത്ത് അബണ്ടന്റ് ആയിട്ട് അമൈലോയിഡ് സ്ട്രോമ, അമൈലോയിഡ് മെറ്റീരിയലിന്റെ ഡെപ്പോസിഷൻ ഉണ്ടാവും. സോ അമൈലഡോസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തൈറോയിഡ് കാർസിനോമ ഏതാന്ന് ചോദിച്ചാൽ ദ ആൻസർ ഇസ് മെഡുലറി കാർസിനോമ. അണ്ടർസ്റ്റുഡ്? ഇനി പാപ്പിലറി കാർസിനോമയിൽ ഞാൻ പറഞ്ഞു 2 ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്. ഒന്ന് ഓർഫൻ ആനി ഐ ന്യൂക്ലിയൈ ഉണ്ട്, ഒന്ന് സാമോമ ബോഡീസും ഉണ്ട്. സോ ഇതാണ് നമ്മുടെ സാമോമ ബോഡീസ്. സ്യൂഡോ ഇൻക്ലൂഷൻസ് ഉണ്ടാവും. പിന്നെ ഒരു ഓർഫൻ ആനി ഐ ന്യൂക്ലിയൈ, ഇതാണ് ഓർഫൻ ആനി ഐ ന്യൂക്ലിയൈ. ഇത് എങ്ങനെ കാണാൻ നോക്കി, സെൻട്രലി നല്ല ക്ലിയർ ആയിരിക്കും അല്ലെ? ഈ ഫോട്ടോയിൽ നോക്കി സെൻട്രൽ ക്ലിയറൻസ് ഉണ്ട്. പക്ഷെങ്കിൽ എന്നിട്ട് ഈ ജെനറ്റിക് മെറ്റീരിയൽ ക്രൊമാറ്റിൻ ഒക്കെ നോക്കി ഈ തെറ്റത്ത് കാണുന്നില്ലേ നിങ്ങളൊരു എന്താ പറയുക, ഒരു ഡാർക്ക് പേർപ്പിൾ കളർ. ഇതൊക്കെ നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ ഒക്കെ ഇതിന്റെ റിമ്മിലേക്ക് പോയി, പെരിഫറിയിലേക്ക് പോയി. സെൻട്രൽ പോർഷൻ ക്ലിയറുമാണ്. ഇതിനെയാണ് നമ്മൾ ഓർഫൻ ആനി ഐ അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഈ ഓർഫൻ ആനി ആരാന്നറിയോ? ഓർഫൻ ആനി എന്ന് വെച്ചാൽ ലിറ്റിൽ ഓർഫൻ ആനി എന്ന് പണ്ടൊരു പോയം ഉണ്ട്. ആ പോയത്തിലെ ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ് ഈ ലിറ്റിൽ ഓർഫൻ ആനി. ഈ കുട്ടിയുടെ പേരാണ് ആനി. ഇതതിന്റെ പെറ്റ് ഡോഗാണ് സാൻഡി, ഇതിന്റെ ലോയൽ ഡോഗാണ്. അപ്പൊ ഇതിന്റെ കണ്ണ് ശ്രദ്ധിച്ചോ, ഒരു സെൻട്രൽ ക്ലിയറിങ്ങും റിമ്മിലൊക്കെ കുറച്ചൊരു ഡാർക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇതിന്റെ പണ്ടത്തെ 1940s അങ്ങനെ എന്തോ പഴയ കാർട്ടൂൺ. അപ്പൊ ആ സമയത്ത് ഈ ആൾക്കാർ ഹിസ്റ്റോളജിസ്റ്റ് ഒക്കെ നോക്കിയ സമയത്ത് ഏകദേശം അതുമായിട്ട് റിസംബ്ലൻസ് തോന്നി. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ഓർഫൻ ആനി ഐ അപ്പിയറൻസ് എന്ന് പറഞ്ഞ. കാരണം ഇതൊന്നുമല്ല, നമ്മുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഓർഫൻ ആനി ഐ അപ്പിയറൻസ് ഏതിലാ കാണാൻ ചോദിച്ചാൽ ദ ആൻസർ ഇസ് പാപ്പിലറി കാർസിനോമ. ഇതവിടെ നോക്കി, ഓർഫൻ ആനി ഐ ന്യൂക്ലിയസ് ആൻഡ് സാമോമ ബോഡീസ് ആർ സീൻ ഇൻ പാപ്പിലറി കാർസിനോമ. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ വിച്ച് ഇസ് നോട്ട് എ ട്രൂ ട്യൂമർ വിത്ത് എക്ടോപിക് റെസ്റ്റ് ഓഫ് നോർമൽ ടിഷ്യൂ. അതായത് ഇതിൽ ട്രൂ ആയിട്ടുള്ള ട്യൂമർ ഏതാണെന്ന് നോട്ട് എ ട്രൂ ട്യൂമർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹമാർട്ടോമ, കൊറിയോസ്റ്റോമ, ബ്ലാസ്റ്റോമ. അപ്പൊ ട്യൂമറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്താണ്? ഒരു സാധനം ട്യൂമർ ആണെന്ന് പറയണമെങ്കിൽ അതിന് ഏറ്റവും ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ അതിന്റെ ഓവർ ഗ്രോത്ത് ആണ് അല്ലെ? അതായത് ഏതെങ്കിലും ഒരു ടിഷ്യൂവിന് ഓവറായിട്ട് അത് ഗ്രോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ട്യൂമർ എന്ന് വിളിക്കുള്ളൂ. ഉറപ്പല്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. സി വാട്ട് ഇസ് ഹമാർട്ടോമ? ഹമാർട്ടോമ എന്ന് വെച്ചാൽ ബെനൈൻ ആണ്. അതായത് ട്യൂമർ മാലിഗ്നന്റും ആവാലോ ബെനൈനും ആവാം. സോ ബെനൈൻ ആണ് കണ്ടീഷൻ. പക്ഷെങ്കിൽ ഓവർ ഗ്രോത്ത് ഓഫ് മെച്ചുവേർഡ് ടിഷ്യൂ ഉണ്ടാവും. പക്ഷെങ്കിൽ പ്രസന്റ് അറ്റ് ദ സ്പെസിഫിക് സൈറ്റ്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പൾമനറി ഹമാർട്ടോമ. പൾമനറി ഹമാർട്ടോമ എന്ന് പറയുമ്പോൾ അതിൽ കാർട്ടിലേജ്, ഫാറ്റ്, കണക്റ്റീവ് ടിഷ്യൂ അങ്ങനത്തെ എല്ലാ മെറ്റീരിയൽസും ഉണ്ടാവും. പക്ഷേ ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻ ദ ലങ്സ്. മനസ്സിലായില്ലേ? പൾമനറി ഹമാർട്ടോമ ആ സൈറ്റിൽ തന്നെയാണ് ഉണ്ടാവുക, ലങ്സ് തന്നെയാണ് ഉണ്ടാവുക. ഇനി അടുത്തത് കോറിയോസ്റ്റോമ എടുക്കുകയാണെങ്കിൽ, കോറിയോസ്റ്റോമ എന്ന് വെച്ചാൽ ഹിസ്റ്റോളജിക്കലി നോക്കുകയാണെങ്കിൽ അത് നോർമൽ ടിഷ്യൂ ആയിരിക്കും, പക്ഷെ അത് അബ്നോർമൽ സൈറ്റിലാണ് ഉണ്ടാവുക. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പാങ്ക്രിയാസിന്റെ ടിഷ്യൂ, അത് പാങ്ക്രിയാസിലാണല്ലോ ഉണ്ടാവേണ്ടത്. പക്ഷെങ്കിൽ ഈ പാങ്ക്രിയാറ്റിക് ടിഷ്യൂ നമ്മൾ സ്റ്റൊമക്കിൽ കാണുകയാണ്, അല്ലെ പാങ്ക്രിയാസിന്റെ ടിഷ്യൂ നമ്മൾ ഡിയോഡിനത്തിൽ കാണുകയാണ്. അതിനെയാണ് നമ്മൾ കോറിയോസ്റ്റോമ എന്ന് വിളിക്കുന്നത്. ബട്ട് റിമെമ്പർ, ടിഷ്യൂ നോർമൽ ആണ്. ആകെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് പോയിരിക്കുന്ന സ്ഥലം, ലൊക്കേഷൻ മാത്രമേ ഡിഫറെന്റ് ആയിട്ടുള്ളൂ. ബ്ലാസ്റ്റോമ എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക, നമ്മൾ ഈ ഹെമറ്റോളജിയിലൊക്കെ എപ്പോഴും ബ്ലാസ്റ്റ് എന്ന് കേൾക്കാറുണ്ട്. ബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ഒരു സെല്ല് മെച്ചുവർ ആവുന്നതിന്റെ ജസ്റ്റ് ബിഫോർ സ്റ്റേജിനെയാണ് നമ്മൾ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്മെച്ചുവർ ആണ്. അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും ചിൽഡ്രനിലാണ് ഈ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന വേർഡിൽ തുടങ്ങുന്ന എല്ലാ ഡിസീസസും ഉണ്ടാവുക. ലൈക്ക് നെഫ്രോബ്ലാസ്റ്റോമ, ന്യൂറോബ്ലാസ്റ്റോമ, റെറ്റിനോബ്ലാസ്റ്റോമ. ബിക്കോസ് ബ്ലാസ്റ്റ് സെൽസ് ആർ ഇമ്മെച്ചുവർ ആൻഡ് ദേ ആർ പ്രസന്റ് ഇൻ ചൈൽഡ്ഹുഡ്. ആ ചിൽഡ്രൻ ഫേസിലാണ് നമ്മൾക്ക് ഈ ബ്ലാസ്റ്റ് സെൽസ് യൂഷ്വലി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റോമ എന്ന്
പറയുമ്പോൾ ഇമ്മെച്വർ ആയിട്ടുള്ള എംബ്രിയോണൽ സെൽസ് ആണ് ബ്ലാസ്റ്റോമയിൽ ഉണ്ടാവുന്നത്. അപ്പൊ ആസ് സച്ച് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 3 എണ്ണം എന്താണെന്ന് ഒരു ഐഡിയ തന്നല്ലോ. അപ്പൊ ഇനി ഗസ് ചെയ്ത് നോക്കിയ വിച്ച് ഇസ് നോട്ട് എ ട്രൂ ട്യൂമർ. ഞാൻ പറഞ്ഞു ഹമാർട്ടോമ ബെനൈൻ ആണ്, ഡിസ്ഓർഗനൈസ്ഡ് ഗ്രോത്ത് ഉണ്ട്, ഓവർ ഗ്രോത്ത് ഉണ്ട്, സോ ദാറ്റ് ഇസ് എ ട്യൂമർ. കോറിയോസ്റ്റോമ ഞാൻ എന്താ പറഞ്ഞത്, ഇറ്റ് ഇസ് എ നോർമൽ ടിഷ്യൂ ബട്ട് ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് എൻ അബ്നോർമൽ സൈറ്റ്. അവിടെ ഓവർ ഗ്രോത്തോ അങ്ങനെ ഡിസോർഗനൈസ്ഡോ അങ്ങനത്തെ ഒരു കാര്യമില്ല. ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, നോർമൽ ടിഷ്യൂ പാങ്ക്രിയാസിന്റെ പോയിട്ട് സ്റ്റൊമക്കിൽ കിടക്കാണ്, നോർമൽ സ്റ്റൊമക്കിന്റെ ടിഷ്യൂ പോയിട്ട് ഡിയോഡിനത്തിൽ കിടക്കണം. ആ ലൊക്കേഷൻ, അതായത് ഡെവലപ്മെന്റിന്റെ സമയത്ത് ഉണ്ടായ എന്തോ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് നോട്ട് എ ട്രൂ ട്യൂമർ. അപ്പൊ കോറിയോസ്റ്റോമയാണ് അതിന്റെ ആൻസർ. സോ ഇത് കോറിയോസ്റ്റോമ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റൈറ്റ് ടിഷ്യൂ ബട്ട് ഇറ്റ് ഈസ് അറ്റ് റോങ് പ്ലേസ്. ഹമാർട്ടോമ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റൈറ്റ് ടിഷ്യൂ റൈറ്റ് പ്ലേസ് ബട്ട് ഇറ്റ് ഈസ് ഡിസോർഗനൈസ്ഡ് ഓർ എക്സസീവ്. എക്സസീവും ഡിസോർഗനൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഫുൾഫിൽസ് ദ ക്രൈറ്റീരിയ ഫോർ എ ട്യൂമർ. ഇത് റൈറ്റ് ടിഷ്യൂ ആണ് ആൻഡ് ദർ ഇസ് നോ ഓവർ ഗ്രോത്ത്, സോ ഡസ് നോട്ട് ഫുൾഫിൽ ദ ക്രൈറ്റീരിയ ഫോർ എ ട്രൂ ട്യൂമർ. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാർത്തിൻ ഫിങ്കൽഡേ ജയന്റ് സെൽസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനം. വാർത്തിൻ ഫിങ്കൽഡേ ജയന്റ് സെൽസ് ഏതിലാണ് കാണുന്നത്? ഇങ്ങനത്തെ പേരൊക്കെ എപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ, നമുക്ക് വായിക്കൊള്ളാതെ കുറെ പേര് കിട്ടും, അതൊക്കെ മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ചോദിക്കുകയും ചെയ്യും. സോ വാർത്തിൻ ഫിങ്കൽഡേ ജയന്റ് സെൽസ് എന്ന് പറഞ്ഞാൽ മീസൽസ് കാണുന്നത്. പക്ഷേങ്കിൽ മീസൽസ് ആസ് സച്ച് ഓപ്ഷനിൽ തന്നിട്ടില്ല. ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ആ വൈറസിന്റെ പേര് മാത്രമാണ്. റുബെല്ലയാണോ, റുബുനിയ വൈറസ് ആണോ, റുബിയോളയാണോ, റുബുലയാണോ? അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം വാർത്തിൻ ഫിങ്കൽഡേ സെൽസ് മീസൽസിലാണെന്ന് അറിയാം, പക്ഷെ അത് ഏതാണെന്നുള്ളതാണ് പ്രശ്നം. റുബെല്ലയാണോ, അത് റുബിയോളയാണോ, അല്ലെ റുബ്യൂളയാണോ? സി, റുബിയോള വൈറസ് ആണ് മീസൽസ് വൈറസ്. ആ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. റുബിയോള വൈറസ് ആണ് വാർത്തിൻ ഫിങ്കൽഡേ സെൽസിലൊക്കെ. നമ്മൾ ഈ റെപ്പറ്ററിയിൽ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, റൂബ്രിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്പെല്ലിങ്സിന്റെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. അതേപോലെ തന്നെ റുബെല്ല, റുബിയോള എന്നുള്ളത് ആ സ്പെല്ലിങ്സ് ഓർത്തിരിക്കുക. റുബിയോള വൈറസ് മീസൽസ് വൈറസ്. വേറെ കുറെ ജയന്റ് സെൽസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു പേര് ഞാൻ പറഞ്ഞുതരാം. ഹോട്ട്കിൻസ് ലിംഫോമയിൽ കാണുന്ന ഒരു ഇമ്പോർട്ടന്റ് ജയന്റ് സെൽ ഉണ്ട്, ദാറ്റ് ഈസ് അവർ റീഡ് സ്റ്റേൺബർഗ് സെൽസ്. വാർത്തിൻ ഫിങ്കൽഡേ ജയന്റ് സെൽ നമ്മുടെ മീസൽസിൽ കാണുന്നത്. എഷോഫ് ജയന്റ് സെൽസ് അറിയാലോ, റുമാറ്റിക് ഹാർട്ട് ഡിസീസിൽ കാണുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇതിലാണ് ഈ കാറ്റർപില്ലർ ന്യൂക്ലിയ ഉണ്ടാവും. ഈ എഷോഫ് ജയന്റ് സെൽസിൽ കാറ്റർപില്ലർ ന്യൂക്ലിയ അത് കാണുന്നത് റുമാറ്റിക് ഹാർട്ട് ഡിസീസിലാണ്. ഓക്കെ, അപ്പം റീഡ് സ്റ്റേൺബർഗ് സെൽസ് ഏതിലാണ് കാണുന്നത്? ഹോട്ട്കിൻസ് ലിംഫോമയിൽ. വാർത്തിൻ ഫിങ്കൽഡേ ജയന്റ് സെൽസ് ഏതിലാണ് കാണുന്നത്? മീസൽസിൽ. എഷോഫ് ജയന്റ് സെൽ ഏതിലാണ് കാണുന്നത്? റുമാറ്റിക് ഹാർട്ട് ഡിസീസിൽ. ഓക്കെ, ഇനി അടുത്തത്, ഇത്രയും നേരം കൊണ്ട് നമുക്കൊരു പാരസൈറ്റോളജിന്ന് ആദ്യമായിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നത്. വാണ്ടർലസ്റ്റ് ഈസ് കോസ്ഡ് ബൈ ആസ്കാരിസ് ആണോ, ലോവാലോവ ആണോ, ടീനിയ സോളിയം ആണോ, വിച്ച്ലേരിയ ബാങ്ക്രോഫ്റ്റി ആണോ? സി, പാരസൈറ്റോളജി ഒക്കെ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഒരു 2 ദിവസം അടുപ്പിച്ചിരുന്നാൽ തന്നെ പാരസൈറ്റോളജി നമുക്ക് ബൈഹാർട്ട് വെള്ളം പോലെ ആക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പാരസൈറ്റോളജി. അത് പഠിച്ചിട്ട് പോവാ. ഇപ്പൊ ഇഷ്ടം പോലെ ദിവസം ഉണ്ടല്ലോ, അപ്പൊ പാരസൈറ്റോളജി ഒന്നും സ്കിപ്പ് ചെയ്യണ്ട. സിമ്പിൾ ക്വസ്റ്റ്യൻസേ അതിൻ്റെ അകത്ത് ചോദിക്കുള്ളൂ. ലൈക്ക് വാണ്ടർലസ്റ്റ്. വാണ്ടർലസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ വാണ്ടർലസ്റ്റ് എന്ന് എപ്പോഴാ പറയാ? അയാൾ നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ വാണ്ടർലസ്റ്റ് എന്ന് പറയാം, അല്ലെ? അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഓർഗാനിസം? സി, ആസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് ഇസ് ഇൻഫേമസ് ആണ് ഫോർ ഇറ്റ്സ് ട്രാവലിംഗ്. അതായത് ഇതിനെ നമ്മുടെ എവിടെ നിന്നൊക്കെയോ മൈഗ്രേറ്റ് ചെയ്തിട്ട് ഈവൻ മൂക്കിലൂടെയും മൗത്തിലൂടെയും ഒക്കെ ഈ ആസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് പുറത്തേക്ക് വരും. ആസ് സച്ച് ഇത് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് ഇത് ലിവ് ചെയ്യുന്നത്. പക്ഷെ ഇത് ബൈൽ ഡക്റ്റിൽ പോയിട്ട് കോളിക് ഉണ്ടാക്കും, ഗോൾ ബ്ലാഡറിൽ പോവും, പാൻക്രിയാസിൽ പോവും, മൂക്കിലൂടെ വരും, കണ്ണിലൂടെ വരും, വായിലൂടെ വരും, എവിടെ വേണമെങ്കിലും വരാം. സോ അതൊരു വാണ്ടർലസ്റ്റ് എന്ന് അതിനെ പറയും. ബിക്കോസ് ഇറ്റ് ട്രാവൽ മാനിയാക്ക് എന്നൊക്കെ പറയില്ല, അതേപോലെയാണ് ഈ ആസ്കാരിസ് ലംബ്രിക്കോയിഡ്സ്. എവിടെയാണ് പോവാന്ന് ഒരു ഐഡിയയും കിട്ടില്ല നമുക്ക്. ലോവാലോവനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോവാലോവ എന്ന് വെച്ചാൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. ആഫ്രിക്കൻ കോണ്ടിനെന്റ്സിൽ മാത്രം കാണുന്ന ഒരു ഡിസീസ് ആണ്. മെയിൻ ആയിട്ട് കണ്ണിലാണ് എഫക്ട് ചെയ്യുന്നത്. കണ്ണിലൊരു സ്വെല്ലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. പാരസൈറ്റോളജി ടെക്സ്റ്റിൽ ഉണ്ടത്. കലാബർ സ്വെല്ലിംഗ് എന്നാ പറയാ, CALABAR, കലാബർ സ്വെല്ലിംഗ്. അതായത് കണ്ണിൽ ഉണ്ടാക്കുന്ന ഒരു എഡീമ, ആൻജിയോ എഡീമ പോലെ ഉണ്ടാവും. ടീനിയ സോളിയം എന്ന് പറയുന്നത് പോർക്ക് ടേപ്പ് വേം ആണ്. അത് ഇനി ഒരു ക്വസ്റ്റ്യൻ വരാനുണ്ട്, അപ്പൊ ജസ്റ്റ് ഇപ്പൊ അറിയിക്കുക, അത് പോർക്ക് ടേപ്പ് വേം ആണ്. എപ്പോഴും കൺഫ്യൂസിംഗ് ആണ് സജിനേറ്റയും സോളിയം. സജിനേറ്റ ബീഫ് ടേപ്പ് വേം ആണ്, സോളിയം പോർക്ക് ടേപ്പ് വേം ആണ്. ഞാൻ ആലോചിക്കാറ് സജിന എന്നൊരു പേര് ആലോചിക്കുക, ബീഫാണ് കഴിക്കാൻ ഇഷ്ടം. അപ്പൊ സജിന എന്നുള്ളത് എപ്പോഴും ബീഫ് ടേപ്പ് വേമും, സോളിയം എന്നുള്ളത് പോർക്ക് ടേപ്പ് വേം ആണ്. പിന്നെ വിച്ച്ലേരിയ ബാങ്ക്രോഫ്റ്റി, അതെന്ന് വെച്ചാൽ ലിംഫാറ്റിക് ഫൈലേരിയാസിസ് കോസ് ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ ആസ്കാരിസ് ലംബ്രിക്കോയിഡ്സ്. ഇത് ഒരു എന്താ പറയാ, ഒരു ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള ഒരു ഓർഗാനിസ് ആണ്. നല്ല വലുപ്പമുള്ള ഒരു ഓർഗാനിസ് ആണ്. അതായത് ഏറ്റവും ലാർജസ്റ്റ് നിമറ്റോഡ് ആണ് ആസ്കാരിസ് ലംബ്രിക്കോയിഡ്. വാട്ട് ഇസ് നിമറ്റോഡ്? സി, പാരസൈറ്റോളജിയിൽ നമ്മൾ 3
ടൈപ്പ് ഓർഗാനിസം പഠിക്കുന്നുണ്ട്. ഒന്ന് നിമറ്റോഡ് ഉണ്ട്, ഒന്ന് സിസ്റ്റോഡ് ഉണ്ട്, ഒന്ന് ഫ്ലൂക്ക് ഉണ്ട്. ഫ്ലൂക്ക് എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള അട്ട പോലത്തെ സാധനമല്ലേ, നമ്മൾ ചിലയിടത്തൊക്കെ പോലെ നമ്മൾ കാലിനൊക്കെ കടിക്കുന്ന ഒരു അട്ട പോലത്തെ സാധനം ഫ്ലൂക്സ്, ഫ്ലാറ്റ് ആയിട്ടുള്ള സാധനം. നിമറ്റോഡ് എന്ന് വെച്ചാൽ ത്രെഡ് ലൈക്ക് ആയിരിക്കും, ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന ആസ്കാരിസിനെ പോലെ, അതാണ് നിമറ്റോഡ്. പിന്നെ സിസ്റ്റോഡ് ഉണ്ട്. സിസ്റ്റോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ടേപ്പ് വേമിനെ പോലത്തെ, ഹുക്ക് വേം അങ്ങനത്തെ സാധനമില്ലേ, ടേപ്പ് വേമിനെ പോലത്തെ സാധനത്തിനെയാണ് നമ്മൾ സിസ്റ്റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാനിപ്പം പറഞ്ഞില്ലേ ലോവ ലോവ, അതില് ഒരു സിംറ്റം ആണ് ഇത്. ആൻജിയോ എഡിമ, കണ്ണിന് ചുറ്റും യൂണിലാറ്ററൽ ആയിട്ടാണ് കാണാൻ തോന്നുന്നത്. അതായത് യൂണിലാറ്ററൽ ആയിട്ട് ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും, അതിനെയാണ് കലാബർ സ്വെല്ലിംഗ് എന്ന് പറയാം. ഇത് ഈ പിക്ചറിൽ ക്ലിയർ ആണോ എന്നറിയില്ല, ഈ കണ്ണിന്റെ മുകളിൽ തന്നെ ആ ലോവ ലോവ വേമിനെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, കണ്ണടച്ചെടുക്കുന്ന ഇരിക്കുന്നത്. അത് കണ്ണിന്ന് പുറത്തെടുത്തതാണ് ഈ വേമിനെ. സോ ഓൾവേസ് റിമെമ്പർ ലോവ ലോവ ഇസ് റിലേറ്റഡ് ടു ആഫ്രിക്കൻ കോണ്ടിനെന്റ്സ്. കലാബർ സ്വെല്ലിംഗ് ഉണ്ടാവും, കണ്ണിന്റെ ഉള്ളിലാണ് മിക്കവാറും അതിന്റെ ഹാബിറ്റേറ്റ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു പാരസൈറ്റിക് വേംസ് നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. റൗണ്ട് വേം ഉണ്ട്, ടേപ്പ് വേം ഉണ്ട്, ഫ്ലാറ്റ് വേം ഉണ്ട്. റൗണ്ട് വേമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നിമറ്റോഡ്. അതിൽ ലാർജസ്റ്റ് നിമറ്റോഡ് ആണ് നമ്മളിപ്പം പഠിച്ച ആസ്കാരിസ് ലംബ്രിക്കോയിഡ്സ്. പിന്നെ ടേപ്പ് വേം എന്ന് പറയുന്നതാണ് നമ്മുടെ ടീനിയ സോളിയം സാജിനേറ്റ അങ്ങനത്തെ സാധനമൊക്കെ വരുന്നത്. ഫ്ലാറ്റ് വേം എന്ന് വെച്ചാൽ ഫ്ലൂക്ക്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഇത് പാരസൈറ്റോളജിയുടെ മൊത്തം ടെക്സ്റ്റിന്റെ സമ്മറിയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ പേര് ചിലപ്പം ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. സി, ആസ്കാരിസ് ലംബ്രിക്കോയിഡ്സിന് വേറെ പേരാണ് റൗണ്ട് വേം. റൗണ്ട് വേം, എൻട്രോബിയസ് വെർമിക്കുലാരിസ്, അതാണ് നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ മിക്കവാറും ഈ അവിടെ ഇച്ചിങ് ഒക്കെ ഡെവലപ്പ് ചെയ്യില്ല, കുഞ്ഞു കുട്ടികൾക്കൊക്കെ മിക്കവാറും ഇച്ചിങ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് എൻട്രോബിയസ് വെർമിക്കുലാരിസ്, നമ്മൾ കൃമി എന്നൊക്കെ പറയുന്ന സംഭവം. അതാണ് പിൻവേം അല്ലെങ്കിൽ സീറ്റ് വേം എന്നും അതിനെ പറയും, എൻട്രോബിയസ് വെർമിക്കുലാരിസ്. പിന്നെ ട്രൈച്യൂറിസ് ട്രൈച്യൂറ എന്ന് പറഞ്ഞിട്ടുള്ള വിപ്പ് വേം ഉണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിലൊരു ക്ലിനിക്കൽ കണ്ടീഷൻ ഉണ്ട്, റെക്ടൽ പ്രൊലാപ്സ്. അത് ഇമ്പോർട്ടന്റ് ആണ്. റെക്ടൽ പ്രൊലാപ്സ് കോസ് ചെയ്യുന്ന നിമറ്റോഡ് ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ട്രൈക്യൂറിസ് ട്രൈക്യൂറ. ഓക്കെ, പിന്നെ അത് വേണ്ട, ലാസ്റ്റത്തത് വേണ്ട. അപ്പൊ ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. ആസ്കാരിസ് ഇസ് എ റൗണ്ട് വേം, എൻട്രോബിയസ് ഇസ് എ പിൻവേം ഓർ എ സീറ്റ് വേം, ട്രൈച്യൂറിസ് ട്രൈച്യൂറ ഇസ് എ വിപ്പ് വേം ആൻഡ് ദാറ്റ് ക്യാൻ കോസ് റെക്ടൽ പ്രൊലാപ്സ്. ഇനി നമ്മുടെ ടേപ്പ് വേമിലേക്ക് വരികയാണ്. ടീനിയ സജിനേറ്റി ഉണ്ട്, സോളിയം ഉണ്ട്. ഞാൻ പറഞ്ഞു സജിന ഇറ്റ്സ് ബീഫ്, അപ്പൊ ബീഫ് ടേപ്പ് വേം. സോളിയം ഇസ് എ പോർക്ക് ടേപ്പ് വേം. പിന്നെ ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതായത് ഡിഫ്ലോബോത്രിയം ലാറ്റം, അതിന്റെ കോമൺ നെയിം ആണ് ഫിഷ് ടേപ്പ് വേം. ഡിഫ്ലോബോത്രിയം ലാറ്റം എന്നാണ് ഫുൾ നെയിം, ഇറ്റ് ഇസ് ഫിഷ് ടേപ്പ് വേം. എക്കൈനോകോക്കസ് നമുക്കറിയാം ഹൈഡാറ്റിക് ടേപ്പ് വേം ആണ്. ഇത് രണ്ടും ഓർത്തിരിക്കുക, ഡിഫ്ലോബോത്രിയം ലാറ്റം ഇസ് എ ഫിഷ് ടേപ്പ് വേം. ഓക്കെ, ഇനി ഫ്ലാറ്റ് വേംസിലേക്ക് പോവാണ്. ഫ്ലാറ്റ് വേംസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫ്ലൂക്സ് എന്ന് പറയാം. ഷീസ്റ്റോസോമ ഹെമറ്റോബിയ ഉണ്ട്, ഫാസിയോള ഹെപ്പാറ്റിക്ക. ഫാസിയോള ഹെപ്പാറ്റിക്ക എന്ന് പറയുമ്പോൾ ഹെപ്പാറ്റിക്ക പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ്സ് ലിവർ ഫ്ലൂക്ക്. ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് പാരാഗോണിമസ് വെസ്റ്റർമാനി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ലങ് ഫ്ലൂക്ക്. പാരാഗോണിമസ് ഇസ് ലങ് ഫ്ലൂക്ക്. ഞാൻ എപ്പോഴും ആലോചിക്കുക പി ഫോർ പൾമിനറി എന്ന. പാരാഗോണിമസ് വെസ്റ്റർമാനി ഇസ് ലങ് ഫ്ലൂക്ക്. പിന്നെ ക്ലോണോർക്കിസ് സൈനൻസിസ് CC, ചൈനീസ് ലിവർ ഫ്ലൂക്ക്. ഇതാണ് ബൈൽ ഡക്റ്റിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ് ക്ലോണോർക്കിസ് സൈനൻസിസ്. ഞാൻ ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, ഇത് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ്. സോ നമുക്ക് പാരസൈറ്റിക് വേംസിനെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. റൗണ്ട് വേം അല്ലെ നിമറ്റോഡ് ഉണ്ട്, സിസ്റ്റോഡ് അല്ലെ ടേപ്പ് വേം ഉണ്ട്, ഫ്ലാറ്റ് വേം അല്ലെ ഫ്ലൂക്സ് ഉണ്ട്. അതിൽ റൗണ്ട് വേമിൽ ഫസ്റ്റ് വരുന്നത് ആസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് ആണ്. അതിന്റെ കോമൺ നെയിം ഞാൻ പറഞ്ഞു റൗണ്ട് വേം ആണ്. പിന്നെ എൻട്രോബിയസ് വെർമിക്കുലാരിസ് ഉണ്ട്, അത് പിൻവേം ആണ്. ട്രൈച്യൂറിസ് ട്രൈച്യൂറ വിപ്പ് വേം ആണ്, അതാണ് റെക്ടൽ പ്രൊലാപ്സ് ഉണ്ടാക്കുന്നത്. ടേപ്പ് വേം അല്ലെ സിസ്റ്റോഡിൽ വരികയാണെങ്കിൽ സജിനേറ്റ സോളിയം ഉണ്ട്, സജിനേറ്റ ഇസ് ബീഫ് ടേപ്പ് വേം, സോളിയം ഇസ് പോക്ക് ടേപ്പ് വേം. അത് കൂടാതെ ഡിഫ്ലോബോത്രി ഉണ്ട്, ഫിഷ് ടേപ്പ് വേം. പിന്നെ എക്കൈനോകോക്കസ് ആണ് നമ്മുടെ ഹൈഡാറ്റിക് ടേപ്പും, ഹൈഡാറ്റിക് ഡിസീസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഫ്ലൂക്സിലേക്ക് വരികയാണെങ്കിൽ ഷീസ്റ്റോസോമ ഹെമറ്റോബിയം ഉണ്ട്. ഹെമറ്റോബിയം ആ പേരിൽ തന്നെയുണ്ട്, ബ്ലഡ് ഫ്ലൂക്ക് ആണ്. ഫാസിയോള ഹെപ്പാറ്റിക്ക ലിവർ ഫ്ലൂക്ക് ആ പേരിൽ തന്നെയുണ്ട്. പാരാഗോണിമസ് വെസ്റ്റർമാനി ലങ് ഫ്ലൂക്ക്, P ഫോർ പൾമിനറി ലങ് ഫ്ലൂക്ക് ആണ്. C ഫോർ ചൈനീസ് ലിവർ ഫ്ലൂക്ക്, ക്ലോണോർക്കിസ് സൈനൻസിസ്. അത് മെയിനായിട്ട് ബൈൽ ഡക്റ്റിലാണ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് എ മാസ്റ്റർ ബ്രേക്ക് ഇൻ ദി സെൽ സൈക്കിൾ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. P53 ആണോ, റാസ് ജീൻ ആണോ, RB ജീൻ ആണോ? ഇത് 3 കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കേട്ടോ. നമ്മുടെ ഈ PSCയിൽ വരുന്ന ഓപ്ഷൻസ് ഉണ്ടല്ലോ, മിക്കവാറും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് PSCയിൽ ചോദിക്കുക. അത്യാവശ്യം നമ്മളെ കുഴപ്പിക്കാനുള്ള ബേസിക്സ് ആണ് ചോദിക്കുക. പക്ഷെങ്കിൽ അതിന്റെ ഓപ്ഷൻസിൽ എന്തെങ്കിലും ഒരു ലിങ്ക് ഉണ്ടാവും ആ ക്വസ്റ്റ്യനുമായിട്ട്. അതായത് 4 ഓപ്ഷൻസിലും എന്തെങ്കിലും ഒരു പോയിന്റ് ആ ക്വസ്റ്റ്യനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നല്ല കൺഫ്യൂഷൻ ആവും, അപ്പൊ നമുക്ക് നെഗറ്റീവ്സ് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ മിക്കവാറും PSCയിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ MCQ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ആ ആൻസർ മാത്രം നോക്കിയാൽ പോരാ,
ബാക്കി 3 ഓപ്ഷൻസ് എന്തുകൊണ്ട് ആൻസർ ആയിട്ടില്ല എന്നുള്ളത് കൂടി നോക്കിയാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അതർവൈസ് ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മാറ്റി ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടില്ല. സോ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഉള്ളത് കൊണ്ട് തന്നെ MCQs ചെയ്യുന്ന സമയത്ത് ഓൾവേസ് മാർക്ക് ദി ആൻസർ ബട്ട് ഓൾസോ know why the other 3 are not the answers. മറ്റുള്ള 3 എന്തുകൊണ്ട് ആൻസർ ആയിട്ടില്ല എന്നുള്ളതും കൂടി ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിലിപ്പോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാസ്റ്റർ ബ്രേക്ക് ദി സെൽ സൈക്കിൾ ആണ്. ഇത് 3ഉം ഇമ്പോർട്ടന്റ് ആണ്. സെൽ സൈക്കിൾ ഇതാണ് നമ്മുടെ സെൽ സൈക്കിൾ. സി ഇതൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. നമ്മൾ ക്ലിനിക്കലി ഇതൊന്നും അങ്ങനെ വായിക്കാറുമില്ല. സി ഫസ്റ്റ് നമുക്കൊരു G0 ഫേസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ റെസ്റ്റിംഗ് ഫേസ് ആണ്. അതായത് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സെല്ലെല്ലാം പോയിട്ട് റെസ്റ്റ് എടുക്കുന്ന സെല്ലാണ് G0 ഫേസ്. പിന്നെ നമുക്ക് എന്തുണ്ട്, ഒരു G1 ഫേസ് ഉണ്ട്. പിന്നെ ഒരു S ഉണ്ട്. S എന്ന് വെച്ചാൽ സിന്തസിസ് ഫേസ് ആണ്. ഇവിടെയാണ് നമ്മൾ DNA സിന്തസൈസ് ചെയ്യുന്നത്. പിന്നെ ഒരു G2 ഫേസ് ഉണ്ട്. പിന്നെ ഒരു മൈറ്റോസിസ് ഡിവൈഡ് ചെയ്യുന്ന ഫേസ് ഉണ്ട്. പിന്നെ വീണ്ടും ഇതിങ്ങനെ സെല്ല് നമ്മളുടെ ഈ സൈക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് സെല്ല് ടയേർഡായിട്ട് സെല്ലിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, നേരെ അത് റെസ്റ്റ് ചെയ്യാൻ പോകും. G0 റെസ്റ്റിംഗ് ഫേസിലേക്ക് പോകും. എന്നിട്ടും അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ബോഡീനെ അപ്പോപ്റ്റോസിസ് വഴി കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. സി ഈ G1 S ഫേസിലേക്ക് ഉണ്ടല്ലോ, ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. അവിടെ 2 ആൾക്കാർ ഡ്യൂട്ടിക്ക് ഉണ്ട്. ഒന്ന് നമ്മുടെ P53 ജീനാണ് ഡ്യൂട്ടിക്കുള്ളത്, ഒന്ന് നമ്മുടെ RB ജീൻ അതായത് റെറ്റിനോബ്ലാസ്റ്റോമ ജീനാണ് ഡ്യൂട്ടിക്കുള്ളത്. ഈ P53 എന്ന് വെച്ചാൽ ഒരു പോലീസ് ഓഫീസറിനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് അറസ്റ്റ് ദ സെൽ സൈക്കിൾ ഫ്രം G1 to S ഫേസ്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കുക, പോലീസുകാരെ നോക്കൂ. DNA ഓക്കെ ആണോ നോക്കും, DNA റിപ്പയർ നടക്കുന്നുണ്ടോ നോക്കൂ. DNA ഡാമേജ്ഡ് ആണെങ്കിൽ പറയും G1 S ഫേസിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ അറസ്റ്റ് ചെയ്യും അവരെ. അതായത് പിന്നെ ഈ സെൽ സൈക്കിൾ പ്രൊസീഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് P53നെ നമ്മൾ എന്ത് വിളിക്കുന്നത്, മാസ്റ്റർ ബ്രേക്ക് ഓഫ് ദി സെൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? സോ P53 ഈസ് ദി മാസ്റ്റർ ഗാർഡിയൻ ഓഫ് ദി ജീനോം എന്ന് പറയാം. P53 ഇസ് ദി ഗാർഡിയൻ ഓഫ് ദി ജീനോം ആണ്. മാറിപ്പോയതാണ്. മാസ്റ്റർ ബ്രേക്ക് ഓഫ് ദി സെൽ എന്ന് വെച്ചാൽ RB ജീനാണ്. ഒന്നും കൂടി പറയാണ്, P53 എന്ന് വെച്ചാൽ ഒരു പോലീസ് ഓഫീസറിനെ പോലെയാണ്. അവര് G1 S ഫേസിലേക്ക് അറസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോൺ ആസ് എ ഗാർഡിയൻ ഓഫ് ജീനോം. ഓക്കെ, ഇനി അടുത്തത് RB ജീൻ അല്ലെ, റെറ്റിനോബ്ലാസ്റ്റോമ ജീൻ. അതെന്ന് വെച്ചാൽ ഒരു റോഡ് ബ്ലോക്ക് പോലെയാണ്. അതായത് ഈ G1 S നടുക്കൊരു ബ്ലോക്ക് ഉണ്ട്, ഒരു വലിയ ബ്ലോക്ക് ഇടും. ഈ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പിന്നെ G1 S പോകാൻ പറ്റില്ല. സോ ഇറ്റ്സ് ലൈക്ക് എ റോഡ് ബ്ലോക്ക്. അതിനെയാണ് നമ്മൾ മാസ്റ്റർ ബ്രേക്ക് എന്ന് പറയുന്നത്. ഇനി ഒരു ഓപ്ഷനും കൂടിയുണ്ട്, റാസ് ജീൻ. റാസ് ജീൻ എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു പ്രോട്ടോ ഓൺകോജീൻ ആണ്. അതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആക്സലറേറ്ററിൽ കാല് വയ്ക്കുന്ന പോലെയാണ്. എന്ന് വെച്ചാൽ ഇറ്റ് പ്രൊമോട്ട്സ് സെൽ ഗ്രോത്ത് ആൻഡ് ആക്സലറേഷൻ. അപ്പൊ 3 ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ്. ഒന്നും കൂടി പറയാം. P53 എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പോലീസിനെ പോലെ G1 S ഫേസിലേക്ക് കടക്കാൻ വിടൂല. അതിന് DNA ഡാമേജ് ആണെങ്കിൽ അത് അവിടെ അറസ്റ്റ് ചെയ്യും സാധനത്തിന്. അതുകൊണ്ടാണ് അതിനെ ഗാർഡിയൻ ഓഫ് ജീനോം എന്ന് പറയുന്നത്. RB ജീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റോഡ് ബ്ലോക്ക് പോലെയാണ്. അതായത് G1 S ഫേസിന് നടുക്കൊരു ബ്ലോക്ക് വയ്ക്കും. അതുകൊണ്ട് നമുക്ക് G1 S മൂവ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാസ്റ്റർ ബ്രേക്ക് ഇൻ ദി സെൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. റാസ് ജീൻ എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് ആക്സിലറേറ്റർ ചവിട്ടുന്ന പോലെയാണ്. അതായത് ഒരു പ്രോട്ടോ ഓൺകോജീൻ ആണ്, പക്ഷേ ആക്സിലറേറ്റ്സ് ആൻഡ് പ്രൊമോട്ട്സ് ദ സെൽ ഗ്രോത്ത്. ഓക്കെ, അതാണ് ഈ 3 ഫംഗ്ഷൻ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ കേട്ടോ, ഇപ്പൊ തീരും. സി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എബ്നോർമൽ സെൽ ഫൗണ്ട് ഇൻ യുറേമിയ ആണ്. ബർസെൽസ് ആണോ, ടാർഗറ്റ് സെൽസ് ആണോ, എക്കാന്തോസൈറ്റ്സ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ മിക്കവാറും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഹെമറ്റോളജി ടോപ്പിക്കിൽ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് പഠിക്കുന്നുണ്ട്. ഈ ബർസെൽസിന് വേറൊരു പേരും കൂടിയുണ്ട്, അതാണ് കൺഫ്യൂസിങ് ആക്കുന്നത്. എക്കൈനോസൈറ്റ് എന്നാണ് അതിന്റെ പേര്, എക്കൈനോസൈറ്റ്. അപ്പൊ നമ്മൾ ഇത് രണ്ടും നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. എക്കാന്തോസൈറ്റ് വേറെ, എക്കൈനോസൈറ്റ് വേറെ. മനസ്സിലായില്ലേ? ടാർഗറ്റ് സെൽ ഉണ്ട്, ബർസെൽസ് ഓർ എക്കൈനോസൈറ്റ് ഉണ്ട്, പിന്നെ എക്കാന്തോസൈറ്റ് ഞാൻ കാണിച്ചു തരാം. സോ ഇതില് ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ ബർസെൽസ്, എക്കൈനോസൈറ്റ്. ഇത് നമ്മൾ സ്പർസെൽ അല്ലെ, എക്കാന്തോസൈറ്റ്. ഇത് തമ്മിൽ എന്താ ഡിഫറൻസ് ഉണ്ടോ? ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ റെഗുലർ ആയിട്ടാണ് പ്രൊജക്ഷൻസ് ഉണ്ടാവുക, നല്ല ഭംഗിയിൽ പൂ പോലെ ഉണ്ടാവും, നല്ല വൃത്തിക്കുള്ള പ്രൊജക്ഷൻസ് ആണ് ഉണ്ടാവുക. ഇതിൽ ഇറഗുലർ പ്രൊജക്ഷൻസ് ആണ് ഉണ്ടാവുക മെയിൻ ആയിട്ട്. അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. മെയിൻ ആയിട്ട് ഈ ബർസെൽസ് കാണുന്നത് ഈ നമ്മളിപ്പോൾ പഠിച്ച യുറീമിയയിൽ മാത്രമല്ല കേട്ടോ, അതിന് സ്പെസിഫിക് ഒന്നല്ല. ലൈക്ക് നമ്മുടെ ഒരു ഡെഫിഷ്യൻസി ഇല്ലേ, നമ്മൾ പണ്ട് പഠിച്ച പൈറുവേറ്റ് കൈനേസ് ഡെഫിഷ്യൻസി, അതിലും നമുക്ക് ഈ ബർസെൽസ് കാണാൻ പറ്റും. ഈ സ്പർസെൽസ് മെയിൻ ആയിട്ട് നമ്മൾ എന്താ പറയാ വേറെ കുറെ കണ്ടീഷൻസിൽ കാണുന്നുണ്ട്. ഇതിൽ ഇറഗുലർ ആയിട്ടുള്ള സ്പൈക്കി പ്രൊജക്ഷൻസ് ആണ് ഉണ്ടാവുക. മെയിൻ ആയിട്ട് ലിവർ ഡിസീസസിലാണ് ഈ സ്പർസെൽസ് കാണുന്നത്.
ടാർഗറ്റ് സെൽ എന്ന് വെച്ചാൽ ഒരു ബുൾസൈൻ്റെ അപ്പിയറൻസ് ഉണ്ടാവുക. ഇത് നമ്മുടെ ഹെമറ്റോളജിയിൽ കുറേ സ്ഥലത്ത് കാണുന്നുണ്ട്. നമ്മുടെ തലസീമിയയിൽ കാണുന്നുണ്ട്, ലിവർ ഡിസീസിൽ കാണുന്നുണ്ട്, സ്പ്ലീനെക്ടമി കഴിഞ്ഞ പേഷ്യൻസിൽ കാണും ടാർഗറ്റ് സെൽസ്. ഇത് ടിയർ ഡ്രോപ്പ് സെൽസ് ആണ്, ഡാക്രോസൈറ്റ്സ് എന്നാണ് പറയാം. അത് ഇമ്പോർട്ടൻ്റ് ആ പേര് കേട്ടോ, ഡാക്രോസൈറ്റ്. ഇതിന്റെ ഷേപ്പ് ഉണ്ടോ, നമ്മൾ കണ്ണുനീർ തുള്ളി വരയ്ക്കുന്ന പോലത്തെ ഷേപ്പാണ്. ഇത് മെയിൻ ആയിട്ട് കാണുന്ന ഒരൊറ്റ കണ്ടീഷനാണ്. വേറെ ഉണ്ട്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്രൈമറി മൈലോ ഫൈബ്രോസിസിലാണ് കാണുന്നത്. അതായത് ബോൺ മാരോയിൽ ഫൈബ്രോസിസ് വരുന്ന കണ്ടീഷൻ ഒരു ഡേഞ്ചറസ് കണ്ടീഷനാണ് പ്രൈമറി മൈലോ ഫൈബ്രോസിസ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാലുണ്ടല്ലോ, ഈ ബോൺ മാരോ ഫുൾ ഫൈബ്രോസ്ഡ് ആയി പോകും. അതായത് ബോൺ മാരോ നാരോ ആയി ഫൈബ്രോസ്ഡ് ആവും. അപ്പൊ നമ്മുടെ ഈ സെൽസ് ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് മെക്കാനിക്കലി സെൽസ്, അതായത് നമ്മളെ സിക്കിൾ ഷേപ്ഡ് ആണ്, മീൻസ് RBC നോർമലി ആ ഒരു ഷേപ്പ് ആണല്ലോ, ബൈക്കോൺകേവ് ഷേപ്പ് ആണല്ലോ. ഈ ഷേപ്പ് RBC ഈ നാരോ ബോൺ മാരോയിലൂടെ പോകുമ്പോഴേക്കും അത് ഡാമേജ്ഡ് ആവും, പെർമനന്റ്ലി ഡാമേജ്ഡ് ആയിട്ട് ടിയർ ഡ്രോപ്പിന്റെ ഷേപ്പ് എടുക്കും. അത് ഉണ്ടാവുന്ന കണ്ടീഷൻ മൈലോ ഫൈബ്രോസിസ് ആണ്. അതായത് ബോൺ മാരോ ഫൈബ്രോസ്ഡ് ആവുന്ന കണ്ടീഷനിൽ നമ്മുടെ നോർമൽ സെൽ അതിലൂടെ പോകുന്ന സമയത്ത് നാരോ ആയ പാത്ത് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, അതിന്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോയിട്ട് ടിയർ ഡ്രോപ്പ് സെൽ ആവും. അപ്പൊ അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീങ് റിമെമ്പർ ദാറ്റ് ടിയർ ഡ്രോപ്പ് സെൽ ഇസ് സീൻ ഇൻ പ്രൈമറി മൈലോ ഫൈബ്രോസിസ്. ബർ സെൽസ് ഇപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു, യുറീമിയയിലും പഠിച്ചു, പിന്നെ ഞാൻ ഒന്നും കൂടി പറഞ്ഞിരുന്നല്ലോ, പൈറുവേറ്റ് കൈനേസ് ഡെഫിഷ്യൻസിയിൽ പഠിച്ചു. സ്പർ സെൽസ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിലാണ് പഠിച്ച ലിവർ ഡിസീസസിൽ. ടാർഗറ്റ് സെൽ മിക്കവാറും ഹെമറ്റോളജിക്കൽ കണ്ടീഷൻസ് ലൈക്ക് തലസീമിയ, പോസ്റ്റ് സ്പ്ലീനെക്ടമി, ലിവർ ഡിസീസസിലൊക്കെ നമുക്ക് ടാർഗറ്റ് സെൽസ് കാണാൻ പറ്റും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വാസ് ദ അബ്നോർമൽ സെൽ ഫൗണ്ട് ഇൻ യുറീമിയ ഈസ് അവർ ബർ സെൽസ്, അതർവൈസ് നോൺ ആസ് എക്കൈനോസൈറ്റ്. നോക്കിയേ, എക്കൈനോസൈറ്റ് ആണ്, ഇത് എക്കാന്തോസൈറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കാര്യമായിട്ട് ചോദിക്കുക ഇതിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഡിസീസ് വന്നിട്ട് ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റിന്റെ എക്സാമ്പിൾ അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കുക. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ABO ഇൻകോമ്പാറ്റിബിലിറ്റി, RF റുമാറ്റിക് ഫീവർ, പിന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹിമോലൈറ്റിക് അനീമിയ. ഇത് മൂന്ന്, അതായത് A, B, D ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ വരുന്നതാണ്. പക്ഷെ C ഓപ്ഷൻ, അതായത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. റുമറ്റോയിഡ് ഫാക്ടർ നമുക്കറിയാം, RF ഫാക്ടർ നമ്മൾ എപ്പോഴും സ്ക്രീൻ ചെയ്യുന്ന സാധനമല്ലേ. അതെന്താണെന്ന് ചോദിച്ചാൽ റുമറ്റോയിഡ് ഫാക്ടർ എന്ന് വെച്ചാൽ ഒരു IgM ആന്റിബോഡിയാണ്, ദാറ്റ് ഈസ് ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് IgGന്റെ FC പോർഷൻ. ഈ സ്ട്രക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല, ഞാൻ ഡിഫറെന്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻസിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ പെൻഡാമറിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ലാർജ് മോളിക്കുലാന്ന് പറഞ്ഞിട്ട് കാണിച്ച സാധനമാണ് IgM. സോ റുമറ്റോയിഡ് ഫാക്ടർ ആസ് സച്ച് IgM ആന്റിബോഡിയാണ്, ദാറ്റ് ഈസ് ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് IgG ആന്റിബോഡി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ ടൈപ്പ് A റിയാക്ഷൻ, അതായത് ടൈപ്പ് 1 റിയാക്ഷൻ എന്ന് വെച്ചാൽ അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഏത് ടൈപ്പ് ഓഫ് ആന്റിബോഡി അവിടെ ഉണ്ടാവുക, IgE ആണ് ഉണ്ടാവുക. ടൈപ്പ് 2 എന്ന് വെച്ചാൽ സൈറ്റോടോക്സിക് ആണ്. അതിൽ 2 ടൈപ്പ് ഓഫ് സെൽസ് വരും, IgGയും IgM. IgM പ്രൈമറി റെസ്പോൺസിലും IgG സെക്കൻഡറി റെസ്പോൺസിലും. അതിൽ വരുന്ന എക്സാമ്പിൾ, ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഹിമോലൈറ്റിക് അനീമിയ. ടൈപ്പ് 3 റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇമ്മ്യൂൺ കോംപ്ലക്സസ് ഫോം ചെയ്യും. അതിൽ വരുന്നതാണ് SLE. അതായത് മിക്കവാറും നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഫോർമേഷൻസ് വരും. അതായത് നമ്മുടെ ഈ GPS ABO ഇൻകോമ്പാറ്റിബിലിറ്റി ഒക്കെ ടൈപ്പ് 2ലാണ് മെയിൻ ആയിട്ട് വരുന്നത്. ടൈപ്പ് 3 വരുന്നത് ആർത്തസ് റിയാക്ഷൻ ഉണ്ട്, SLE ഉണ്ട്, RA ഉണ്ട്, അങ്ങനത്തെ ഡിസീസസ് ഒക്കെയാണ് ടൈപ്പ് 3 വരുന്നത്. ടൈപ്പ് 4 എന്ന് വെച്ചാൽ ഡിലേഡ് T സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അതിലാകെ 2 എക്സാമ്പിളെ നമ്മൾ എപ്പോഴും പറയാറുള്ളൂ. ഒന്ന് അതായത് ട്യൂബർകുലോസിന്റെ സ്കിൻ ടെസ്റ്റും കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസും. അതാണ് ക്ലാസിക്കൽ ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റിന്റെ എക്സാമ്പിൾസ്. ഇതിൽ എപ്പോഴും കൺഫ്യൂഷൻ നമുക്ക് വരിക 2ഉം 3ഉം തമ്മിലാണ് എപ്പോഴും കൺഫ്യൂഷൻ വരിക. ടൈപ്പ് A നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും, അനാഫിലാക്സിസും അലർജിയും. ടൈപ്പ് 4 ഓർമ്മയുണ്ടാവും, അതായത് TBന്റെ സ്കിൻ ടെസ്റ്റും കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസും. 2ഉം 3ഉം എപ്പോഴും മാറിപ്പോവാൻ ചാൻസസ് ഉണ്ട്. 2ല് IgGയോ IgMോ ഉണ്ടാവുക, ഇതിൽ ആന്റിജൻ ആന്റിബോഡിന്റെ കോംപ്ലക്സ് ആണ് ഉണ്ടാവുക. ഇതിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ SLE ആണ് കേട്ടോ, ടൈപ്പ് 3ന്റെ. ഓക്കെ, അടുത്തത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓർഗാനിസം പ്രൊഡ്യൂസസ് നോൺ ഇൻഫ്ലമേറ്ററി ഡയേറിയ?
രണ്ട് ടൈപ്പ് ഓഫ് ഡയറി ഉണ്ട്. നോൺ ഇൻഫ്ലമേറ്ററി ഉണ്ട്, ഇൻഫ്ലമേറ്ററി ഉണ്ട്. ഏതായിരിക്കും സീരിയസ്? നമുക്കറിയാം ഇൻഫ്ലമേറ്ററി ആണ് കുറച്ച് സീരിയസ് ഡയറി. നോൺ ഇൻഫ്ലമേറ്ററി എന്ന് വെച്ചാൽ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല, വാട്ടറി സ്റ്റൂൾ ആയിരിക്കും, ബ്ലഡ് ഒന്നും ഉണ്ടാവില്ല സ്റ്റൂളിൽ. ഇൻഫ്ലമേറ്ററി ആണെങ്കിൽ അതിൽ ബ്ലഡും മ്യൂക്കസും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ടെനസ്മസ് പെയിൻ ഉണ്ടാവും ഇൻഫ്ലമേറ്ററിക്ക്. നോൺ ഇൻഫ്ലമേറ്ററിക്ക് അത്ര വലിയ പെയിൻ ഒന്നും ഉണ്ടാവില്ല, ഫീവറോ സെപ്സിസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇൻഫ്ലമേറ്ററി ആണെങ്കിൽ ഫീവറും സെപ്സിസും ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അത് തമ്മിലുള്ള മേജർ ഡിഫറൻസസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മിക്കവാറും വൈറൽ ഇൻഫെക്ഷൻസ് നോൺ ഇൻഫ്ലമേറ്ററി ആയിരിക്കും. ബാക്ടീരിയൽ ടോക്സിൻ പ്രൊഡ്യൂസിങ് ആണെങ്കിൽ അത് ഇൻഫ്ലമേറ്ററി ആയിരിക്കും. നോൺ ഇൻഫ്ലമേറ്ററിന്റെ പെത്തോഫിസിയോളജി അത്ര സിവിയർ അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസിനെ ഒന്നും ഡാമേജ് ചെയ്യില്ല, ജസ്റ്റ് അതിന്റെ സെക്രീഷൻ കൂട്ടുക മാത്രമേ ചെയ്യില്ല. പക്ഷേങ്കിൽ ഇൻഫ്ലമേറ്ററി ആണെങ്കിൽ അത് മ്യൂക്കോസിനൽ ഇന്റഗ്രിറ്റീനെ അത് ബ്രേക്ക് ചെയ്യും, അതായത് അതിനെ ഇൻവേഡ് ചെയ്തിട്ട് ഡിസ്ട്രോയ് ചെയ്യും. അത് സിവിയർ ആണല്ലോ, അപ്പോൾ അതിന്റെ ഡിസ്ട്രക്ഷൻ കോസ് ചെയ്യും. പിന്നെ ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നോസിയ, വോമിറ്റിംഗ്, നോൺ ബ്ലഡി വാട്ടറി സ്റ്റൂളാണ് ഉണ്ടാവുക, സാധാരണ പോലത്തെ ഡയറിയ. ഇതിൽ പക്ഷെങ്കിൽ ടെനസ്മസ് ഉണ്ടാവും, പെയിൻ. നമ്മൾ ഈ എന്താ പറയാ മെഡിക്കൽ മെർക്ക് ഗ്രൂപ്പിലൊക്കെ പറയുന്നില്ലേ, മെർക്കോറിലൊക്കെ പറയുന്നില്ലേ ടെനസ്മസ്, അതൊക്കെ വരുന്നത് മിക്കവാറും ഇൻഫ്ലമേറ്ററി ഡയറിയക്ക് ഇൻഡിക്കേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ. പിന്നെ ഫീക്കൽ ല്യൂക്കോസൈറ്റ്സ് ഉണ്ടാവും. ഇതിന്റെ കോമൺ പെത്തോജൻസ് ഈ കോളൈ, സ്റ്റെഫൈലോകോക്കൈ, വിബ്രിയോ കോളറ, വാട്ടറി ഡയറിയാണ് കോസ് ചെയ്യുന്നത്, റോട്ട വൈറസ് ഒക്കെ. ഇതിൽ സാലമണല, ഈ കോളൈ, എൻറ്റമീബ, എർസീനിയ. ഈ കോളൈ ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഞാൻ ഈ കോളൈന്റെ ഡിഫറെന്റ് സ്ട്രെയിൻസ് ഉണ്ട് കേട്ടോ. അത് ചിലത് വലിയ പ്രശ്നം ഉണ്ടാക്കാത്ത സാധനമാണ്, അതായത് നോൺ ഇൻഫ്ലമേറ്ററി ആണ്. ചിലത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, അത് ഇൻഫ്ലമേറ്ററി ടൈപ്പ്. അത് വേറൊരു ക്വസ്റ്റ്യനിൽ ഈ കോളൈനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, അതിൽ ഞാൻ പറഞ്ഞുതരാം. സോ ടൈം ബീങ് നമ്മുടെ ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗാനിസം പ്രൊഡ്യൂസസ് നോൺ ഇൻഫ്ലമേറ്ററി ഡയറിയ, അതായത് മൈൽഡ് ആയിട്ടുള്ള ഡയറിയ കോസ് ചെയ്യുന്നത് മിക്കവാറും സ്റ്റെഫൈലോകോക്കസ് ആയിരിക്കും. ഈ ഷിഗലയൊക്കെ ഭീകര ഡയറിയ ഉണ്ടാക്കുന്നത്, അതായത് ഷിഗ ലൈക്ക് ടോക്സിൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇൻഫ്ലമേറ്ററി ഡയറിയസ് ആണ് ഷിഗല്ല കോസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഓൾമോസ്റ്റ് എൻഡ് ഓഫ് ദി ക്ലാസ്സിലേക്ക് എത്തി. ഓൾമോസ്റ്റ് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയേ ഉള്ളൂ. ഇതിൽ 2023-ലും 26-ലെ ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസേഴ്സിനും കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. അതിൽ 23-ല് ചോദിച്ച ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണ്, പക്ഷേ ഈ കഴിഞ്ഞ എക്സാമിന് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പെത്തോളജി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇതിനെപ്പറ്റി കാര്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല. CA99 ഏതിന്റെ ട്യൂമർ മാർക്കറാണെന്ന് ചോദിച്ചാൽ ഏതിന്റെ മാർക്കറാണ്? പാൻക്രിയാസിന്റെ മാർക്കറാണ്. ഓവറിന്റെ മാർക്കർ CA125 ആണ്. പ്രോസ്റ്റേറ്റിന്റെ മാർക്കർ PSA ആണ്. CA99 എന്ന് പറയുന്നത് അതിന് സ്പെസിഫിക് ഒന്നും അല്ല കേട്ടോ, പാൻക്രിയാസിന് മാത്രമേ കാണുള്ളൂ എന്നൊന്നുമില്ല. അത് വേറെ കണ്ടീഷൻസിലും അത് കാണാൻ ചാൻസസ് ഒക്കെ ഉണ്ട്, അതായത് കൊളാഞ്ചൈറ്റിസ്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിലൊക്കെ അത് വേണമെങ്കിൽ പോസിറ്റീവ് ആവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ തൈറോയിഡിൽ ഞാനൊരു മാർക്കർ പറഞ്ഞിരുന്നു, ഞാൻ കുറച്ച് മുന്നേ ഒരു സ്ലൈഡിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തൈറോയിഡ് കാർസിനോമ നമ്മൾ പഠിച്ചില്ലേ. ഫോളിക്കുലർ പഠിച്ചു, പാപ്പിലറി പഠിച്ചു, മെഡുലറി പഠിച്ചു, അനാപ്ലാസ്റ്റിക് പഠിച്ചു. അതിൽ മെഡുലറി കാർസിനോമന്റെ ട്യൂമർ മാർക്കർ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, അത് പാരാഫോളിക്കുലർ സി സെൽസ് എന്ന് വരുന്നത് കൊണ്ട് കാൽസിറ്റോണിൻ അതൊരു ട്യൂമർ ബയോമാർക്കർ ആണ്. ഓക്കെ. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് കുറച്ചൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് അതിനെ പറ്റിയിട്ട് ഓപ്ഷൻസിൽ ഏതാന്ന് മാത്രം പറഞ്ഞു പോകാം, അത് കുറെ സമയം എടുക്കും ഇത് പഠിക്കാനാണെങ്കിൽ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് HLA ടൈപ്പിംഗ് ഗിവ്സ് ഹൈ റെസൊല്യൂഷൻ മാച്ചിങ്? മൈക്രോസൈറ്റോടോക്സിസിറ്റി, മിക്സഡ് ലിംഫോസൈറ്റിക് റിയാക്ഷൻ, PCR RFLP, PCR DNA സീക്വൻസിങ്. ഇതൊന്നും നമുക്ക് അങ്ങനെ അത്ര എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. HLA എന്ന് വെച്ചാൽ ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആന്റിജൻ ടൈപ്പിംഗ് ആണ്. നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്തൊക്കെ ഗ്രാഫ്റ്റിന്റെയോ റെസിപ്പിയന്റിന്റെയോ ഡോണർ മാച്ച് ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്രത്തോളം ക്ലോസ് ആണ് ഡോണറിന്റെയോ റെസിപ്പിയന്റിന്റെയോ HLA എന്ന് നോക്കും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഈ മൈക്രോസൈറ്റോടോക്സിസിറ്റി, MLR, PCR RFLP, PCR DNA സീക്വൻസിങ്. ഇതിലെ ഫസ്റ്റ് വൺ ഉണ്ടല്ലോ, ഈ മൈക്രോസൈറ്റോടോക്സിസിറ്റി എന്ന് വെച്ചാൽ അത്ര വലിയ റെസൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത സാധനം, അത് ജസ്റ്റ് HLA-നെ ഡിറ്റക്ട് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. ഈ MLR എന്ന് പറയുന്നത് കുറച്ചും കൂടി ബെറ്റർ റെസൊല്യൂഷൻ ഉള്ളതാണ്. ഈ RFLP എന്ന് പറയുന്നത് ഇതിനേക്കാളും ബെറ്റർ റെസൊല്യൂഷൻ ഉള്ളതാണ്. പക്ഷേങ്കിൽ ഈ PCR DNA സീക്വൻസിങ് എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്തെ HLA ജീനിലെ ഓരോ ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഹൈലി അഡ്വാൻസ്ഡ് ആണ്, ഹൈ റെസൊല്യൂഷൻ ഉള്ള സാധനമാണ്. നമ്മളിപ്പോൾ മൈക്രോസ്കോപ്പിൽ സിമ്പിൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഈ സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഫംഗ്ഷൻ ഇതിന് ബാക്കി എണ്ണത്തിന് വരുന്നുള്ളൂ, അതായത് മൈക്രോസൈറ്റോടോക്സിസിറ്റിക്ക്. പക്ഷെ അത് കുറച്ചും കൂടി ക്ലിയർ പിക്ചർ തരുന്ന സാധനം PCR DNA സീക്വൻസിങ് ആണ്. ഇത് വെച്ച് നോക്കിയാൽ നമുക്ക് ആക്ച്വലി അതിന്റെ ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസ് അടക്കം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ HLA ടൈപ്പിംഗിൽ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ കിടക്കുന്ന സാധനം PCR DNA സീക്വൻസിങ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ, ഇതിന്റെ ബേസിക്സ് നമ്മൾ അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, ബിക്കോസ് അങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറുമില്ല.
അടുത്ത ക്വസ്റ്റ്യൻ, എൻഡോടോക്സിൻ ആക്ട്സ് ബൈ വിച്ച് പാത്വേ? ക്ലാസിക്കൽ പാത്വേ ആണോ, ലെക്റ്റിൻ പാത്വേ ആണോ, ഓൾട്ടർനേറ്റീവ് പാത്വേ ആണോ? 3 ടൈപ്പ് പാത്വേ ഉണ്ട്. അപ്പൊ നമുക്ക് ലെക്റ്റിൻ പാത്വേ ഉണ്ട്, ക്ലാസിക്കൽ പാത്വേ ഉണ്ട്, ഓൾട്ടർനേറ്റീവ് പാത്വേ ഉണ്ട്. ഇത് 3 ഏത് പാത്വേയിലൂടെ പോകണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിലുണ്ടാവുന്ന ട്രിഗർ ആണ്. ഏത് ട്രിഗർ ആണെന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് പാത്വേ ആണെന്ന് ചൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ക്ലാസിക്കൽ പാത്വേ ആണെന്ന് വിചാരിക്കാം. ക്ലാസിക്കൽ പാത്വേനെ ട്രിഗർ ചെയ്യുക എപ്പോഴും ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സസ് ആണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് മുന്നേ പഠിച്ചു ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ SLE പഠിച്ചില്ലേ, അതിൽ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സസ് ആണല്ലോ ഉണ്ടാവുന്നത്. അങ്ങനത്തെ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ക്ലാസിക്കൽ പാത്വേ ആണ് ആക്ടിവേറ്റഡ് ആവുക. നേരെ തിരിച്ച് ഏതെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ മാനോസ് ഗ്രൂപ്പ്, ഷുഗർ ഗ്രൂപ്പ് വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ അത് അത്ര കോമൺ അല്ല കേട്ടോ. ഈ ലെക്റ്റിൻ പാത്വേ ആണ് അന്നേരം നമ്മുടെ ബോഡി ചൂസ് ചെയ്യുക. മൂന്നാമത്തെ സാധനമാണ് ഓൾട്ടർനേറ്റീവ് പാത്വേ. അതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ടീരിയൽ സെൽ വോളിൽ എന്തുണ്ടാവും, ഒരു എൻഡോടോക്സിൻ, അതായത് ലിപ്പോ പോളിസാക്രൈഡ് ഉണ്ടാവും, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയന്റെ. ഈ ലിപ്പോ പോളിസാക്രൈഡ് അല്ലെ എൻഡോടോക്സിൻ ട്രിഗർ ചെയ്യുന്ന പാത്വേ ആണ് ഓൾട്ടർനേറ്റീവ് പാത്വേ. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് ഏത് പാത്വേ നമ്മുടെ ബോഡി ചൂസ് ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടി ജസ്റ്റ് പറഞ്ഞുതരാം. 3 ടൈപ്പ് ഓഫ് കോംപ്ലിമെന്റ് പാത്വേ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഒന്ന് ക്ലാസിക്കൽ പാത്വേ, ഒന്ന് ലെക്റ്റിൻ പാത്വേ, ഒന്ന് ഓൾട്ടർനേറ്റീവ് പാത്വേ. ക്ലാസിക്കൽ പാത്വേ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലൊക്കെ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സസ് ഉണ്ടാവുന്ന പോലെ അത് ഫോളോ ചെയ്യുന്നത് ക്ലാസിക്കൽ പാത്വേ ആണ്. മൈക്രോബ്സിന്റെ മുകളിലുള്ള മാനോസ് ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഷുഗർ ആണ് ട്രിഗർ ആയിട്ട് ആക്ട് ചെയ്യുന്നെങ്കിൽ ലെക്റ്റിൻ പാത്വേ അത് അത്ര കോമൺ അല്ല. പിന്നെയുള്ളതാണ് നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയന്റെ മുകളിലുള്ള എൻഡോടോക്സിൻ ആണ് ട്രിഗർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് പാത്വേ ആണ് ആക്ട് ചെയ്യുക. അതിന്റെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ, അറ്റ് ലാസ്റ്റ് കൺവേർജ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതായത് ഏത് വഴി വന്നാലും അറ്റ് ദി എൻഡ് നമ്മൾ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ല. ആ പോയിന്റ് ആണ് C3 കൺവേർട്ടേഴ്സിന്റെ പോയിന്റ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ബാക്കി സ്റ്റെപ്സ് കോമൺ ആയിരിക്കും. അതായത് ക്ലാസിക്കലും ലെക്റ്റിനും ഒരു വഴിയാണ് വരുന്നത്, ഓൾട്ടർനേറ്റീവിന്റെ വഴി വേറെയാണ്. പക്ഷെ അറ്റ് ലാസ്റ്റ് നമ്മളൊരു ഹൈവേയിൽ കണ്ടുമുട്ടെന്ന് പറയുന്ന പോലെ ഈ C3 ആണ് നമ്മുടെ ആ NH, അതായത് എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ ഉണ്ടാവില്ല, അതാണ് C3 കൺവേർട്ടേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഈ 3 പാത്വേയും സെയിം രീതിയിലാണ് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എൻഡോടോക്സിൻ ആക്ട് ബൈ വിച്ച് കോംപ്ലിമെന്റ് പാത്വേ. ഈ ബേസിക് അറിയെങ്കിൽ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് ഇതാ. എൻഡോടോക്സിൻ എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയന്റെ ലിപ്പോപോളിസാക്രൈഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഏത് പാത്വേ ആണ് ആക്ട് ചെയ്യുന്നത്, ഓൾട്ടർനേറ്റീവ് പാത്വേയിലൂടെയാണ് അത് പാത്വേ ആണ് അത് ഫോളോ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ കുറേ എന്താ പറയാ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് പഠിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്ന സാധനം, അല്ലെ? ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻ ഞാൻ എല്ലാം വായിക്കുന്നില്ല, പെട്ടെന്ന് തീർക്കാം അങ്ങനെയാണെങ്കിൽ. ഇതാണ് ആൻസർ. 121 ഡിഗ്രി 15 മിനിറ്റ്സ് അറ്റ് 15 LPS പ്രഷർ. ഇതാണ് നമ്മളെ ഒരു ക്ലാസിക്കൽ ഓട്ടോക്ലേവ് വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ. ഇമ്പോർട്ടന്റ് ആണ്. ഇത് SPM-ലും ഉണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ഓട്ടോക്ലേവ്. ഈ ഓട്ടോക്ലേവ് എന്താണ് പ്രത്യേകത എന്നറിയോ? ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് മോയിസ്റ്റ് ഹീറ്റ് അണ്ടർ പ്രഷർ ആണ് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ സാധാരണ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നോർമലി നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണ് ബോയിൽ ചെയ്യുക, 100 ഡിഗ്രി സെൽഷ്യസിൽ. പക്ഷേ എങ്കിൽ നമ്മളത് നല്ല പ്രഷർ കൊടുക്കുകയാണെങ്കിൽ, ഇൻക്രീസ്ഡ് പ്രഷർ യൂസ് ചെയ്യുകയാണെങ്കിൽ വാട്ടറിന് നമുക്ക് ഏത് 121 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിക്കാൻ പറ്റും. ഈ 121 ഡിഗ്രി സെൽഷ്യസിൽ എത്തിച്ചാൽ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, ബാക്ടീരിയ അതായത് മെറ്റീരിയൽസിനെ ഇതിനെ കൂടുതൽ പെനിട്രേറ്റ് ചെയ്തിട്ട് കൂടുതൽ പ്രോട്ടീൻസിനെ ഡീനേച്ചർ ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും ഡ്രൈ ഹീറ്റിനേക്കാളും ബെറ്റർ കപ്പാസിറ്റി ഉള്ളത് മോയിസ്റ്റ് ഹീറ്റ് അല്ലെ സ്റ്റീമിനാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീം കൊണ്ട് പൊള്ളിയാലല്ലേ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക ഡ്രൈ ഹീറ്റിനേക്കാളും. അപ്പൊ സ്റ്റീമിനാണ് കൂടുതൽ പെനിട്രേറ്റ് ചെയ്യാനുള്ള പവർ ഉള്ളത്. അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് പ്രോട്ടീൻസിനെ കോയാഗുലേറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ ഓട്ടോക്ലേവിൽ മോയിസ്റ്റ് ഹീറ്റ് ഇസ് മോർ എഫക്റ്റീവ് ദാൻ ഡ്രൈ ഹീറ്റ് ബിക്കോസ് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ദ ഹീറ്റ് മോർ എഫിഷ്യൻ്റ്ലി ആൻഡ് പെനിട്രേറ്റ് ബെറ്റർ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓട്ടോക്ലേവിൽ അണ്ടർ ദി പ്രഷർ, നമ്മൾ ഒരു പ്രഷർ കുക്കറിലെ പോലെ പ്രഷർ നല്ലോണം കൂട്ടും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ വാട്ടർ ഏത് ഡിഗ്രിയിൽ ബോയിൽ ചെയ്യും, 121 ഡിഗ്രി സെൽഷ്യസിൽ വേണം അത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓട്ടോക്ലേവിന്റെ സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 121 ഡിഗ്രി ഫോർ 15 മിനിറ്റ്സ് അറ്റ് 15 LPS പ്രഷർ. ഓക്കെ, ഒരു 5-6 ക്വസ്റ്റ്യൻസും കൂടി ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, എ 20-year-old man presented with hemorrhagic colitis. Hemorrhagic colitis എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കും, അവിടെ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട്, അതായത് ബ്ലഡി സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ്. ഓക്കെ, ദ സ്റ്റൂൾ ഷോസ്
ഈ കോളൈ ഇൻ പ്യുവർ കൾച്ചർ ഞാൻ പറഞ്ഞിരുന്നു. ഈ കോളൈ 2 ടൈപ്പ് ഡയറിയും ഈ കോളൈക്ക് കോസ് ചെയ്യും. ഈ കോളൈ പാവമായിട്ട് നിൽക്കാൻ പറ്റും, ഈ കോളൈക്ക് ഭയങ്കര ഭീകരമായിട്ടും അതിന്റെ സ്വഭാവമുണ്ട്. അതായത് ഇൻഫ്ലമേറ്ററി ടൈപ്പ് ഓഫ് ഡയറി അതിന് കോസ് ചെയ്യാം, നോൺ ഇൻഫ്ലമേറ്ററി ടൈപ്പ് ഓഫ് ഡയറി അതിന് കോസ് ചെയ്യാം. ഏത് സ്റ്റീരിയോ ടൈപ്പ് ഓഫ് ഈ കോളൈ ആണ് പോസിറ്റീവ് ഏജന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ O157H7 എന്നാണ്. അതായത് ഇതാണ് ഷിഗ ലൈക്ക് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കോളൈ. ഞാൻ പറഞ്ഞു ഷിഗ ലൈക്ക് ടോക്സിൻ ഭയങ്കര ഡേഞ്ചറസ് ആയ സാധനമാണ്. ബിക്കോസ് ഇറ്റ് ഡാമേജസ് ദ വാസ്കുലാർ എൻഡോത്തീലിയം, എസ്പെഷ്യലി നമ്മുടെ കോളന്റെയും കിഡ്നിന്റെയും വാസ്കുലാർ എൻഡോത്തീലിയത്തിനെ ഡാമേജ് ചെയ്തിട്ട് ഹെമറേജ് ഉണ്ടാക്കാൻ കഴിവുള്ളതാണ് ഈ ഷിഗ ലൈക്ക് ടോക്സിൻ. ഇപ്പൊ നമ്മൾ ഈ കോളൈനെ നോക്കുകയാണെങ്കിൽ ഈ 4 പഠിച്ചാൽ മതി, ബാക്കി 2 അങ്ങനെ ചോദിക്കാറില്ല. ETEC എന്ന് പറയുമ്പോൾ എൻട്രോടോക്സിജനിക് ഈ കോളൈ ആണ്. ടോക്സിജനിക് ടി എന്ന് പറയുമ്പോൾ അത് ട്രാവലേഴ്സ് ഡയറിയ കോസ് ചെയ്യും. ഞാൻ എപ്പോഴും അങ്ങനെ ആലോചിക്കാറ്, T4T എൻട്രോടോക്സിജനിക് കോസസ് ട്രാവലേഴ്സ് ഡയറിയ. പക്ഷെ അത് വാട്ടറി ഡയറിയ ആയിരിക്കും, വലിയ പ്രശ്നം ഉണ്ടാവില്ല. എൻറ്ററോ ഇൻവേസീവ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ഇൻവേഡ് ചെയ്യുന്നുണ്ട്, ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ബ്ലഡി ആയിരിക്കും, ഡിസെൻട്രി കോസ് ചെയ്യും. അപ്പൊ ഇത് ബ്ലഡി ഡയറിയാണ് കോസ് ചെയ്യുന്നത്, ഇൻവേസീവ്. എൻട്രോപെത്തോജനിക് എന്ന് വെച്ചാൽ ഇൻഫൻസിൽ വാട്ടറി ഡയറിയ ക്രോസ് ചെയ്യുന്നതാണ്. എൻട്രോ ഹെമറേജിക് പേരിൽ തന്നെയുണ്ട്, ഇറ്റ് കോസസ് ബ്ലഡി ഡയറിയ. അപ്പൊ ഈ 4 2 ബ്ലഡി ഡയറിയ കോസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? എൻറ്ററോ ഇൻവേസീവും എൻറ്ററോ ഹെമറേജിക് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഹെമറേജിക് ബ്ലഡി ഡയറിയ. ഇൻവേസീവ് എന്ന് പറയുമ്പോൾ ഇൻവേഡ് ചെയ്യുക, അതുകൊണ്ട് തന്നെ അതും ബ്ലഡി ഡയറിയ ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു ഡെർമറ്റോളജി ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. സ്ക്ലീറോട്ടിക് ബോഡീസ് ഏതിലാണ് കാണുന്നത്? ഡെർമറ്റോഫൈറ്റോസിസിലാണോ, ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസിലാണോ, കാൻഡിഡിയാസിസിലാണോ, മ്യൂക്കോർമൈക്കോസിസിലാണോ എന്നുള്ളത്. ചിലപ്പം നിങ്ങളുടെ ഇനി ഡെർമറ്റോളജി ഓറിയന്റേഷൻ ക്ലാസ്സോ PM ഓറിയന്റേഷൻ ക്ലാസ്സിലോ ഈ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ എടുത്തിട്ടുണ്ടാവാം. ബിക്കോസ് ഇത് ഡെർമറ്റോളജിയിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. സ്ക്ലീറോട്ടിക് ബോഡീസ് ഏതിലാണ് കാണുന്നത്? ഇതില് ക്രൊമാറ്റോബ്ലാസ്റ്റോമൈക്കോസിസ്, ഞാൻ ആ പേര് കേട്ടതുകൊണ്ട് എടുത്തതാണ്, ബിക്കോസ് അത്ര നമുക്ക് യൂസ്ഡ് ടു അല്ല ഈ നെയിം. ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസിലാണ് സ്ക്ലീറോട്ടിക് ബോഡീസ് അല്ലെ കോപ്പർ പെന്നീസ് കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്ക്ലീറോട്ടിക് ബോഡീസ്. ഇതിനെ കാണാനുണ്ടല്ലോ നമ്മുടെ പണ്ടത്തെ ഈ പൈസ ഇല്ലേ, കോപ്പറിനെ കൊണ്ടുണ്ടാക്കിയ പൈസ, അതേപോലെയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്താ വിളിച്ചിരുന്നത്? സ്ക്ലീറോട്ടിക് ബോഡീസ് അല്ലെങ്കിൽ കോപ്പർ പെന്നീസ് എന്നാണ് വിളിച്ചിരുന്നത്. ആ ഡിസീസ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ, അതിന് വേണ്ടിയിട്ടായി ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസിലാണ് എന്ത് കാണുന്നത്? സ്ക്ലീറോട്ടിക് ബോഡീസ് കാണുന്നത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ഇത് നമ്മൾ എല്ലാവരും ആൻസർ ചെയ്യും, ബിക്കോസ് കോവിഡിനെ പറ്റിയിട്ട് നോർമലി നമ്മൾ എല്ലാവരും അടിച്ചു വെറുക്കി പഠിച്ചൊരു സമയം ഉണ്ടായിരുന്നു. കോവിഡ് റിലേറ്റഡ് എല്ലാ സാധനങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഹോസ്റ്റ് സെൽ റിസപ്റ്റർ ഏതാണെന്നാണ്. സാർസ് കോവിഡ്-2ന്റെ ഹോസ്റ്റ് സെൽ റിസപ്റ്റർ ഏതാണ്? ഇത് പേര് വളരെ കോമൺ ആണ്. ആ സമയത്ത് നെറ്റ് തുറന്നാലൊക്കെ നമ്മൾ ഇതിന്റെ പെത്തോളജിയും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. AC ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആണോ, CD4 റിസപ്റ്റർ ആണോ, ഹീമഗ്ലൂട്ടിനിൻ റിസപ്റ്റർ ആണോ, ന്യൂറാമിനേഡേസ് റിസപ്റ്റർ ആണോ? ആൻസർ ഈസ് ACE, എയ്സ് റിസപ്റ്റേഴ്സ്. കുറെ നമ്മൾ ക്ലാസ്സസിലൊക്കെ കേട്ടിട്ടില്ലേ എയ്സ് റിസപ്റ്റേഴ്സ്? അത് കോവിഡിന്റെ റിസപ്റ്റേഴ്സ് ആണ്. ഇതിൽ കുറെ സ്പൈക്ക് പ്രോട്ടീൻസ് ഉണ്ട്. കോവിഡിന് വൈറസ് കാണാൻ നല്ല ഭംഗിയുള്ള വൈറസ് ആണ്, കുറെ സ്പൈക്ക് പ്രോട്ടീൻസ് ഒക്കെ ഉള്ളതാണ്. ഈ സ്പൈക്ക് പ്രോട്ടീൻസ് ആരുമായിട്ട് അറ്റാച്ച് ചെയ്യും? ACE2 റിസപ്റ്ററുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഈ ACE2 റിസപ്റ്റർ മെയിൻ ആയിട്ട് ഉണ്ടാവുക നമ്മുടെ കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന എവിടെയാണ്? നമ്മുടെ റെസ്പിറേറ്ററി എപ്പിത്തീലിയം ന്യൂമോസൈറ്റ്സ്, അതായത് ടൈപ്പ് 2 ന്യൂമോസൈറ്റ്സ്, ഇൻഡസ്ട്രൈനൽ എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിലൊക്കെയാണ് മെയിൻ ആയിട്ട് ACE2 റിസപ്റ്റേഴ്സ് ഉണ്ടാവുക. അപ്പൊ ഇതുവഴിയാണ് വൈറസ് ബോഡിയിലേക്ക് എൻ്റർ ചെയ്തിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. സോ ഓൾവേസ് റിമെമ്പർ, സാസിന്റെ കോവിഡ്-2 സ്പൈക്ക് പ്രോട്ടീൻസ് ഏതുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. അത് മെയിൻ ആയിട്ട് കാണുന്നത് നമ്മുടെ റെസ്പിറേറ്ററി എപ്പിത്തീലിയം ന്യൂമോസൈറ്റ്സിലും ഇൻഡസ്ട്രൈനൽ എപ്പിത്തീലിയത്തിലാണ് മെയിൻ ആയിട്ട് കാണുന്നത്. CD4 റിസപ്റ്റേഴ്സ് എവിടെയും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എവിടെയാണ്? എയ്ഡ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് HIV ആയിട്ട് അസോസിയേറ്റഡ് ആണ് CD4 റിസപ്റ്റേഴ്സ്. നമ്മൾ അതിൽ എയ്ഡ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് തന്നെ CD4ന്റെ കൗണ്ട് വെച്ചിട്ടാണല്ലോ അല്ലെ. പിന്നെ ഹീമഗ്ലൂട്ടിനിൻ ആൻഡ് ന്യൂറാമിനേഡേസ് റിസപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഇൻഫ്ലുവൻസ ഉണ്ടല്ലോ, H1N1, H3N2, H2N2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. അതിന്റെ Hന്റെ ഫുൾ ഫോം ആണ് ഹീമഗ്ലൂട്ടിനിൻ, Nന്റെ ഫുൾ ഫോം ആണ് ന്യൂറാമിനേഡേസ്. അപ്പൊ ഈ ഇൻഫ്ലുവൻസയിലെ Hഉം Nഉം ആക്ച്വലി സ്റ്റാൻഡ്സ് ഫോർ ഹീമഗ്ലൂട്ടിനിൻ ആൻഡ് ന്യൂറാമിനേഡേസ്. അപ്പൊ അത് രണ്ടും ഇൻഫ്ലുവൻസ ആയിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ ഈ ഇൻഫ്ലുവൻസയിൽ എഴുതുന്ന H1N1 H സ്റ്റാൻഡ്സ് ഫോർ ഹീമഗ്ലൂട്ടിനിൻ ആൻഡ് N സ്റ്റാൻഡ്സ് ഫോർ ന്യൂറാമിനേഡേസ്. അപ്പം ACE receptor is related to SARS, CD4 receptor is related to AIDS, hemagglutinin and neuraminidase receptor is related to influenza. Okay. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ന്യൂറോസിസ്റ്റിക് സർക്കോസിസ് ഇസ് കോസ്ഡ് ബൈ ദ ലാർവൽ സ്റ്റേജ് ഓഫ്
4 ഓർഗാനിസം തന്നിട്ടുണ്ട്. ടീനിയ സജിനേറ്റ, സോളിയം, ഹൈമനോലെപ്സിസ് നാന ആൻഡ് എക്കൈനോകോക്കസ് ഗ്രാനുലോസസ്. സജിനേറ്റ ഞാൻ പറഞ്ഞു, സജ്ജന ബീഫ് ഈറ്റർ, അപ്പൊ ബീഫാണ്. സോളിയം പോർക്ക് ഈറ്റേഴ്സിൽ കാണുന്നത്. ഹൈമനോലെപ്സിസ് നാന എന്ന് പറയുന്നത് ഡ്വാർഫ് ടേപ്പ് വേം ആണ്. നാന, ഞാനത് പഠിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാന എന്നൊക്കെ നമ്മൾ കുഞ്ഞു കുട്ടികളെ വിളിക്കുന്ന പേരല്ല. അപ്പൊ ഡ്വാർഫ് ചെറുത്, ഡ്വാർഫ് ടേപ്പ് വേം ആണ് ഹൈമനോലെപ്സിസ് നാന. എക്കൈനോകോക്കസ് ഗ്രാനുലോസസ്, എക്കൈനോകോക്കസ് ഗ്രാനുലോസസ് ആണ് നമ്മുടെ ഏത് ഡോഗ് ടേപ്പ് വേം അല്ലെ ഹൈഡാറ്റ് ഡിസീസ് ഉണ്ടാക്കുന്നത്. ഈ നാന എന്ന് പറയുന്നത് ഹിന്ദിയിൽ നമ്മൾ എന്താ ഗ്രാൻഡ് പാരന്റ്സിന് പറയുന്നതാണ് നാന. അപ്പൊ അവരൊക്കെ ഗ്രാൻഡ് പാരന്റ്സ് ആകുമ്പോൾ ഹൈറ്റ് ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരില്ല. അതുകൊണ്ട് ഡ്വാർഫ് ടേപ്പ് വേം ആണ് ഏത് ഹൈമനോലെപ്സിസ് നാന. ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടാക്കി പഠിക്കാട്ടെ. ഇതൊക്കെ പണ്ട് PG ഉണ്ടാക്കിയ അല്ലെങ്കിൽ BHMS പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ. പക്ഷെ നമുക്ക് ചിലതൊക്കെ ഓർമ്മയുണ്ടാവും. അങ്ങനെയുള്ളത് എപ്പോഴും നമുക്ക് എക്സാമിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ടീനിയ സജിനേറ്റി ഉണ്ട്, ടീനിയ സോളി ഉണ്ട്. ഇതിൽ ടീനിയ സോളിയം ആണ് ആക്ച്വലി എന്ത് കോസ് ചെയ്യുന്നത്? ന്യൂറോസിസ്റ്റിക് സർക്കോസിസ്. അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എഡൽട്ട് വേമിനെയോ ഇൻജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടീനിയാസിസേ ഡെവലപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ അതിന്റെ സിസ്റ്റിനെയോ അതിന്റെ ലാർവൽ സ്റ്റേജിനെയോ ഇൻജസ്റ്റ് ചെയ്താൽ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ന്യൂറോസിസ്റ്റിക് സർക്കോസിസ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒന്നും കൂടി പറയാം, നമ്മൾ ഈ പോർക്ക് വഴിയാണല്ലോ സോളിയം സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പോർക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാതെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് മെയിൻ ആയിട്ട് ഏതാണ്? ടീനിയാസിസ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ അതിന്റെ അൺനോയിങ്ലി നമ്മൾ അതിന്റെ എഗ്ഗോ അല്ലെങ്കിൽ അതിന്റെ ലാർവേനെയോ ഇൻജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നതാണ് ന്യൂറോസിസ്റ്റിക് സർക്കോസിസ്. അതായത് ഇൻജക്ഷൻ ഓഫ് ദ ടീനിയ സിസ്റ്റം ടീനിയാസിസും കോസ് ചെയ്യും. പിന്നെ ലാർവൽ ഇൻഫെക്ഷൻ ഓഫ് ദ നെർവസ് സിസ്റ്റം ആണ് എന്ത് കോസ് ചെയ്യുന്നത്? ന്യൂറോസിസ്റ്റിക് സർക്കോസിസ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? The neurocystic sarcosis is caused by the larval stage of answer is Taenia solium. Okay. അതോടെ അതും കഴിഞ്ഞു. ഇനി ആകെ നമുക്ക് 3 ക്വസ്റ്റ്യൻസും കൂടിയേ ഉള്ളൂ. നമുക്ക് ഒരു 15 മിനിറ്റ്സ് കൊണ്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ലാസ്റ്റ് ഇയർ മീൻസ് ഈ വർഷം തന്നെ നടന്ന എക്സാം. ഇതിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പെത്തോളജിയിൽ ചോദിച്ചത്. നമുക്ക് അങ്ങനെ വെറുതെ പഠിച്ചു പോയാൽ കിട്ടൂല. അത് കുറച്ചൊരു ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അതായത് ബയോകെമിസ്ട്രി മീൻസ് മൈക്രോബയോളജി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഇസ് എ മീഡിയം യൂസ്ഡ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ട്രൈക്കോമോണാസ് വെജാനാലിസ്. നിങ്ങൾക്ക് മൈക്രോബയോളജിയിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, ജനറൽ ചാപ്റ്റേഴ്സ്. അതായത് കുറെ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ്, ഡിഫറെന്റ് കൾച്ചറൽ മീഡിയംസ് ഒക്കെ പറയുന്നത്. അത് മിക്കവാറും നമ്മൾ BHMS അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാതുകൊണ്ട് സ്കിപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. പക്ഷെ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബൈ ഹാർട്ട് കുറച്ച് മീഡിയംസും അതിന്റെ ഓർഗാനിസും പഠിച്ചു വെക്കുക കേട്ടോ. ഇതിൽ ഓപ്ഷൻസ് നോക്കിയ ഡയമണ്ട് മീഡിയം, റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം, നോവി മെക്നീൽ നിക്കോൾ മീഡിയം. അതിന് നമ്മൾ എപ്പോഴും എൻ മീഡിയം എന്നാണ് എഴുതുക. ഇതിൽ ഫുൾ എക്സ്പാൻഡഡ് ഫോം എഴുതിയിട്ടുണ്ട്. നോർമലി ഇതിന് ക്യാപിറ്റൽ 3 N ആണ് എഴുതുക. പിന്നെ കാസ്റ്റനേഡ ബൈഫേസിക് മീഡിയം. ഇത് ആൻസർ ഇതിന്റെ ഡയമണ്ട് മീഡിയം ആണ്, ട്രൈക്കോമോണാസ് വെജൈനാലിസിന്റെ. ഈ കൾച്ചർ മീഡിയ എന്ന് വെച്ചാൽ ഒരു വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ ഒരു 2-3 മിനിറ്റ് കൊണ്ട് അതിന്റെ ജസ്റ്റ് ബേസിക്സ് മാത്രം ഒന്ന് പറഞ്ഞു പോവാം. ബാക്കി നിങ്ങളത് പഠിക്കണം. ഇത് ഓറിയന്റേഷൻ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ പെത്തോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കുറച്ചൊന്ന് ഒരു 2-3 മിനിറ്റ്സ് നമുക്കിത് നോക്കാം. കൾച്ചറൽ മീഡിയയുടെ ക്ലാസിഫിക്കേഷൻ. കൾച്ചർ മീഡിയയിൽ നമുക്ക് കെമിക്കൽ കോമ്പോസിഷൻ വെച്ചിട്ട് ബേസൽ മീഡിയ, സിമ്പിൾ മീഡിയ, ഡിഫൈൻഡ് മീഡിയ, കോംപ്ലക്സ് മീഡിയ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിന് ഫിസിക്കൽ നേച്ചർ വെച്ചിട്ട് ലിക്വിഡ്, സോളിഡ്, സെമി സോളിഡ്, ബൈഫേസിക് മീഡിയ ആക്കാം. പക്ഷേ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതായത് അതിന്റെ ഫംഗ്ഷൻ വെച്ചിട്ട് സപ്പോർട്ടീവ് മീഡിയ ഉണ്ട്, എൻറിച്ച് മീഡിയ ഉണ്ട്, എൻറിച്ച്മെന്റ് മീഡിയ ഉണ്ട്, ഡിഫറൻഷ്യൽ മീഡിയ ഉണ്ട്, ഇൻഡിക്കേറ്റർ മീഡിയ ഉണ്ട്, ട്രാൻസ്മോഡ് മീഡിയ ഉണ്ട്, അനറോബിക് മീഡിയ ഉണ്ട്. ചില മീഡിയ ഉണ്ടല്ലോ കറക്റ്റ് നമുക്കത് സപ്പോർട്ടീവ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് സപ്പോർട്ടീവും ആയിരിക്കും, എൻറിച്ച്ഡും ആയിരിക്കും, ഡിഫറൻഷ്യലും ആയിരിക്കാം. ചിലപ്പോൾ അത് ട്രാൻസ്പോർട്ടും ആയിരിക്കും, ഇൻഡിക്കേറ്ററും ആയിരിക്കും. ആസ് സച്ച് ഒരു മീഡിയ ഇത് തന്നെ ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിഫറെന്റ് 2-3 മീഡിയ ആയിട്ടും അതിനെ ആക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഇതില് കുറച്ച് സാധനങ്ങൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന സിമ്പിൾ മീഡിയ, ബേസിക് മീഡിയ എന്ന് വെച്ചാൽ അതിന് സ്പെഷ്യൽ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല ആ ഓർഗാനിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ. അതിലെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് നമ്മളെ ഈ ന്യൂട്രിയന്റ് അഗാർ, ന്യൂട്രിയന്റ് ബ്രോത്ത്, പെപ്റ്റോൺ വാട്ടർ, ഇത് ബേസിക് മീഡിയ ആണ്. ഇപ്പൊ നമ്മളിങ്ങനെ പറയാന്ന് വെച്ചാല് ചിലയാൾക്ക് ഉണ്ടാവില്ലേ, എന്ത് ഫുഡായാലും കുഴപ്പമില്ല, എന്തെങ്കിലും കഴിച്ചാൽ മതി, വലിയ പ്രത്യേകിച്ച് ഹെൽത്ത് കോൺഷ്യസ് ഒന്നല്ല, ചോറും പയറും അല്ലെങ്കിൽ ചോറും കഞ്ഞിയോ അല്ലെ എന്ത് കിട്ടിയാലും അവർക്ക് ഓക്കെയാണ്. അങ്ങനത്തതാണ് സിമ്പിൾ മീഡിയ അല്ലെ ബേസിക് മീഡിയ. അതായത് പ്രത്യേകിച്ച് സ്പെഷ്യൽ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് ഒന്നുമില്ല, ബേസിക് ആയിട്ടുള്ള ഫുഡ് മതി ആ ബാക്ടീരിയക്ക്. ഓർഡിനറി മീഡിയത്തിൽ തന്നെ അത് ഗ്രോ ചെയ്തോളും. എവിടെ പോയാലും എന്ത് ഫുഡായാലും അതിന് പ്രശ്നമില്ല. അതാണ് ന്യൂട്രിയന്റ് അഗാർ, ന്യൂട്രിയൻ ബ്രോത്ത്, പെപ്റ്റോൺ വാട്ടർ. അതായത് സാധാരണ കാണുന്ന ബേസിക് ആയിട്ട് മൈക്രോബ്സിന് ആവശ്യമുള്ള സാധനം മാത്രമേ അതിന് ആവശ്യമുള്ളൂ.
ഇനി ഇതിൽ കാണുന്ന എൻറിച്ച്ഡ് മീഡിയ ഉണ്ട്. എൻറിച്ച്ഡ് മീഡിയ എന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് എക്സ്ട്രാ നീഡ്സ് ഉണ്ടാവും. അതിൽ വരുന്നത് നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാൽ ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ, ലോഫ്ലർ സെറം. ഇതൊക്കെ ഈ ചോക്ലേറ്റ് അഗാറൊക്കെയാണ് ഹീമോഫിലസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അതിപ്പോ നമ്മൾ എങ്ങനെയാ വിചാരിക്കാന്ന് വെച്ചാൽ ചിലയാൾക്ക് കുറെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവില്ലേ, ലൈക്ക് ഇപ്പൊ നമുക്ക് ക്രോണിക് ആയിട്ട് ഞാനിപ്പം അയൺ ഡെഫിഷ്യൻസി ഉള്ളൊരു ആളാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ ഫുഡിന്റെ കൂടെ കുറച്ച് ഡേറ്റ്സ് എക്സ്ട്രാ കഴിക്കും, അല്ലെങ്കിൽ കുറച്ച് നട്ട്സ് എക്സ്ട്രാ കഴിക്കും, അല്ലെങ്കിൽ കുറച്ച് ബീട്രൂട്ട് എക്സ്ട്രാ കഴിക്കും, അല്ലെങ്കിൽ കുറച്ച് സ്പിനാച്ച് എക്സ്ട്രാ കഴിക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ കുറച്ചൊരു എക്സ്ട്രാ ന്യൂട്രിയൻസ് ആവശ്യപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ മീഡിയ ആണ് ഈ എൻറിച്ച്ഡ് മീഡിയ. ഓക്കെ, അത് യൂഷ്വലി സോളിഡ് മീഡിയ ആയിരിക്കും കേട്ടോ, സോളിഡ് ആയിരിക്കും. അതിന്റെ താഴെ തന്നെ എൻറിച്ച്മെന്റ് മീഡിയ ഉണ്ട്, അത് ലിക്വിഡ് മീഡിയ ആണ്. അപ്പൊ എൻറിച്ച്ഡ് എന്ന് പറയുന്നത് യൂഷ്വലി സോളിഡ് മീഡിയ ആണ്, എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് ലിക്വിഡ് മീഡിയ ആണ്. ഈ എൻറിച്ച്മെന്റ് മീഡിയന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുടെ മൈക്രോ ഓർഗാനിസംസ് അതിൽ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിന് ഏതെങ്കിലും ഒരു സാധനം ആഡ് ചെയ്തിട്ട് അതിന്റെ എണ്ണം നമ്മൾ കൂട്ടും. അതിന് എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് എൻറിച്ച്മെന്റ് മീഡിയ. അതായത് സ്മോൾ നമ്പേഴ്സിലുള്ള സാധനത്തിന് നമ്മൾ അതിന്റെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് എൻറിച്ച്മെന്റ് മീഡിയ. അതിനിപ്പോ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്ത് പഠിക്കാം, ലൈക്ക് നമ്മളിപ്പോ ജിമ്മിൽ പോകുന്നുണ്ട്, നമുക്ക് ഓൾറെഡി കുറച്ച് മസിൽ ഉണ്ട്, പക്ഷെ നമ്മൾ അതിന് മസിലിന്റെ നമ്പർ അല്ല, ജസ്റ്റ് നമ്മൾ ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. മസിലിന്റെ ആ ഒരു വലുപ്പം കൂട്ടാൻ, അല്ല അതിന്റെ ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത്. അപ്പൊ നമ്മൾ പ്രോട്ടീൻ പൗഡർ ഒക്കെ ലിക്വിഡ് ആയിട്ട് കുറെ കുടിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. പ്രോട്ടീൻ പൗഡർ നമ്മൾ പാലിൽ കലക്കിയിട്ടൊക്കെ കുടിക്കണം. അപ്പൊ അത് എൻറിച്ച്മെന്റ് മീഡിയ ആയിട്ട് ആലോചിക്കുക. അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾ ആണ് സെലനൈറ്റ് ബ്രോത്ത്, ടെട്രാതയനൈറ്റ് ബ്രോത്ത്, പെപ്റ്റോൺ ബ്രോത്ത്, അങ്ങനെ കുറച്ചുണ്ട്. അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ എൻറിച്ച്ഡ് മീഡിയ യൂഷ്വലി സോളിഡ് ആണ്, എൻറിച്ച്മെന്റ് മീഡിയ യൂഷ്വലി ലിക്വിഡ് ആണ്. മനസ്സിലായില്ലേ? അപ്പം എൻറിച്ച് മീഡിയ എന്ന് വെച്ചാൽ എക്സ്ട്രാ ന്യൂട്രിയൻസ് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. എൻറിച്ച്മെന്റ് മീഡിയ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നമ്പേഴ്സ് നമ്മളതിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഗ്രോത്തിനെയും കൂടി ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇടും. അപ്പൊ ഈ എൻറിച്ച്മെന്റ് മീഡിയ ഇട്ട് കഴിഞ്ഞാൽ ആ ഓർഗാനിസം ഇപ്പൊ സാലമണല ആണെങ്കിൽ അത് കുറച്ചും കൂടി കൂടുതലായിട്ട് വളരും. അപ്പൊ നമുക്ക് അതിനെ കുറച്ചും കൂടി കൂടുതലായിട്ട് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമ്മൾ ഡിഫറൻഷ്യൽ മീഡിയ ഉണ്ട്. ഡിഫറൻഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ഒരു സാധനത്തിന് മറ്റേതിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള മൈക്രോബ്സ് മാത്രമേ കാണിച്ചു തരുള്ളൂ, മറ്റേ എണ്ണത്തിന് അത് വളരാൻ സമ്മതിക്കില്ല. അതായത് ഇൻഹിബിറ്റ് ദ അൺവാണ്ടഡ് ഓർഗാനിസം അലോയിങ് ഓൺലി ദ ഓർഗാനിസം ദാറ്റ് വി വാണ്ട് ടു ഗ്രോ. ഏതാണ് നമുക്ക് ആവശ്യം അതിനെ മാത്രം ഗ്രോ ചെയ്യിപ്പിക്കുക ആ മീഡിയ. മറ്റുള്ള എല്ലാ ഓർഗാനിസത്തിനെയും അത് കില്ല് ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അതിലും കുറെ മെക്കോങ്കി അഗാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ ഡിഫറൻഷ്യൽ മീഡിയ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തത് ഇൻഡിക്കേറ്റർ മീഡിയ. ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും കളർ ചേഞ്ച് ചെയ്യുന്ന സാധനം. നമ്മൾ ഫിസിയോളജിയിലൊക്കെ ഓരോ സ്ട്രിപ്പ് വെക്കില്ലേ, നമ്മൾ ഓരോ സാധനത്തിന്, ആ സാധനത്തിന് മുക്കിക്കഴിഞ്ഞാൽ അതിന്റെ കളർ മാറിയിട്ട് ഗ്രീൻ കളറാവും, ഓറഞ്ച് കളറാവും. അതേപോലെ തന്നെ ഇതിനൊരു സ്പെസിഫിക് സബ്സ്റ്റാൻസ് ഉണ്ടാവും. അത് ഒരു സ്പെസിഫിക് ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിന്റെ കളർ ചേഞ്ച് ചെയ്യും. ഇൻഡിക്കേറ്റർ മീഡിയ അത് വിൽസൺ ബ്ലെയർ മീഡിയ, സാലമണലൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ഇൻഡിക്കേറ്റർ മീഡിയ ആണ്. പിന്നെ ട്രാൻസ്പോർട്ട് മീഡിയ, അത് ഒരു ലാബിൽ നിന്ന് നമ്മൾ മറ്റേ ലാബിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിനെ വയബിളായി വെക്കാൻ, അതായത് അത് ചത്തുപോകാതെ നോക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അതിന്റെ ഓവർ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയ യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരി ബ്ലെയർ മീഡിയ, സ്റ്റുവർട്ട് മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മീഡിയ ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. പിന്നെ ലാസ്റ്റ് ഉള്ളത് എനറോബിക് മീഡിയ. എനറോബിക് മീഡിയ എന്ന് വെച്ചാൽ ചില ഓർഗാനിസത്തിന് ഓക്സിജൻ തട്ടിയാൽ തന്നെ അത് ഡിസ്ട്രോയിഡ് ആയി പോകും. ലൈക്ക് നമ്മുടെ റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഈ ഒബ്ലിഗേറ്റ് ആനറോബ്സിനാണ്. അതായത് ഒബ്ലിഗേറ്റ് ആനറോബ്സ് എന്ന് വെച്ചാൽ അതിന് ചെറുതായിട്ടെങ്കിലും ഓക്സിജൻ തട്ടിപ്പോയാൽ അത് കില്ല് ചെയ്ത് പോകും, മീൻസ് അത് ചത്തുപോകും. അതുകൊണ്ട് തന്നെ നമ്മൾ അത് അത്രയും സ്ട്രിഞ്ചൻ കണ്ടീഷനിൽ വേണം നമ്മൾ അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എനറോബിക് മീഡിയ. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് അതിൻ്റെ അത് പറയാനുള്ളത്. എൻറിച്ച് മീഡിയന്റെ, എൻറിച്ച്മെന്റ് മീഡിയന്റെ, ഡിഫറൻഷ്യൽ മീഡിയ, ഇൻഡിക്കേറ്റർ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ, എനറോബിക് മീഡിയ. ഓക്കെ ഓക്കെ, അതിന് ഈ എൻറിച്ച്ഡ് മീഡിയന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞല്ലോ. ഒരു എക്സ്ട്രാ സാധനം ഉണ്ട്, ബ്ലഡ്, ചോക്ലേറ്റ് അഗാർ, ലോഫ്ലർ സെറം സ്ലോപ്പ്. ട്രാൻസ്പോർട്ട് മീഡിയ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റുവർട്ട്സ് മീഡിയ, കാരി ബ്ലെയർ മീഡിയ, ഇതൊക്കെ ട്രാൻസ്പോർട്ട് മീഡിയന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. ഇത് അടുത്തൊരു ഓർഗാനിസം ആണ്, ഇതിന്റെ പേരൊന്നും നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ബ്രവൂഡിമോണസ് ഡൈമ്യൂണിറ്റ ഈസ് എ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ഓഫ് ETO, അയോണൈസിംഗ് റേഡിയേഷൻ, നോൺ അയോണൈസിംഗ് റേഡിയേഷൻ, മെംബ്രെയിൻ ഫിൽറ്റേഴ്സ്. ഇതെന്താ സംഭവം എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു സാധനം ഓക്കെ ആണോ അല്ല അതിന്റെ ക്വാളിറ്റി ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില ഓർഗാനിസത്തിന് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ മോയിസ്റ്റ് ഹീറ്റ്, അതായത് മോയിസ്റ്റ് ഹീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓട്ടോക്ലേവ് ആണല്ലോ.
ഈ ഓട്ടോക്ലേവിന്റെ എഫിഷ്യൻസി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗാനിസം ആണ് ജിയോബാസിലസ് ടിയാരോ തെർമോഫിലസ്. കാരണം ഈ ഓർഗാനിസം നല്ല കൂടുതൽ എക്സ്ട്രീം ടെമ്പറേച്ചറിൽ വരെ സർവൈവ് ചെയ്യും. അപ്പൊ നമുക്ക് ഓട്ടോക്ലേവിൽ 121°C ഇത് ഡിസ്ട്രോയിഡ് ആവോ ഇല്ലയോ നോക്കാം. ആവുകയാണെങ്കിൽ ആ ഓട്ടോക്ലേവ് ഓക്കെ ആണ്, പേർപ്പസ്ഫുൾ ആണ്. ഇൻ കേസ് ഇത് ഡിസ്ട്രോയിഡ് ആയിട്ടില്ല, ഇത് അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ ആ ഓട്ടോക്ലേവിനെ കൊണ്ട് വലിയ ഫങ്ഷൻസ് ഇല്ല. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓർഗാനിസം ആണ് ജിയോബാസിലസ് ടിയാരോ തെർമോഫിലസ്. അതേപോലെ ഒരു ഇമ്പോർട്ടന്റ് വൺ ആണ് അയോണൈസിങ് റേഡിയേഷന് വേണ്ടിയിട്ട് ബാസിലസ് പ്യൂമിലസ്. അതായത് ഈ ബാസിലസ് പ്യൂമിലസ് എന്ന് വെച്ചാൽ റേഡിയേഷനെ നന്നായിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ്. അപ്പം ഈ ബാക്ടീരിയനെ ഈ IR ഇട്ട് കൊടുക്കുക. ഇൻ കേസ് ഇത് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ IR കൊണ്ട് വലിയ യൂസ് ഇല്ല എന്നാണ്. പക്ഷേ ഈ ബാസിലസ് അടക്കം ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് അയോണൈസിങ് റേഡിയേഷൻ ഇസ് റിയലി ഹെൽപ്ഫുൾ എന്നാണ് അതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് വൺ ഉള്ളത് ബാസിലസ് എട്രോഫിയസ് ആണ്. ഇത് എത്തിലിൻ ഡയോക്സൈഡും ഡ്രൈ ഹീറ്റും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ 3 ബാക്ടീരിയാസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിൽ ജിയോഫിലസ് ടിയാരോ തെർമോഫിലസ് ഉണ്ട്, അത് ഓട്ടോക്ലേവ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്യൂമിലസ് ഉണ്ട്, അത് അയോണൈസിങ് റേഡിയേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്തിലിൻ ഓക്സൈഡിന് വേണ്ടിയിട്ട് ബാസിലസ് എട്രോഫിയസ്. പക്ഷെ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് ഫിൽട്രേഷന്റെ മെംബ്രെയിൻ ടെസ്റ്റ് ചെയ്യാനാണ്. അതിന്റെ ആൻസർ ആണ് ഈ ബ്രോഡിമോണസ് ഡൈമ്യൂണേറ്റ്. ഇത് പൊതുവേ നമ്മളിങ്ങനെ പഠിക്കാത്ത സാധനമാണ്, പക്ഷെ അതാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു സാധനം എത്രത്തോളം എഫിഷ്യന്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ആണ്. ഇപ്പൊ ഞാനൊരു ക്ലാസ് എടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ CBDC സിലബസ് അനുസരിച്ചിട്ട് നമ്മളൊരു ക്ലാസ്സിന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ആവറേജ് ലേണേഴ്സ് ഉണ്ട്, ഗുഡ് ലേണേഴ്സ് ഉണ്ട്, പിന്നെ ബിലോ ആവറേജ് ലേണേഴ്സ് ഉണ്ട്, പിന്നെ അതേപോലെ സ്ലോ ലേണേഴ്സ് എന്ന് അവർ പറയാം. സ്ലോ ലേണേഴ്സ് ഉണ്ട്, ആവറേജ് ലേണേഴ്സ് ഉണ്ട്, ഗുഡ് ലേണേഴ്സ് ഉണ്ട്, അഡ്വാൻസ് ലേണേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ ക്ലാസ് എക്സാംസ് കഴിയുമ്പോഴും നമ്മളെ ബാച്ചിൽ ഇപ്പം 65 കുട്ടികളുണ്ട്. അപ്പോൾ 65 പിള്ളേരെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. കുറച്ച് പിള്ളേരെ സ്ലോ ലേണേഴ്സ് ആക്കും, കുറച്ച് ആവറേജ് ആക്കും, ഗുഡ് ലേണേഴ്സ് ആക്കും, അഡ്വാൻസ്. അത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ മാർക്ക് അനുസരിച്ചിട്ട് 80% മുകളിലുള്ളവർ അഡ്വാൻസ് ലേണേഴ്സ് ആയിരിക്കും, 50 ബിലോ ആണെങ്കിൽ സ്ലോ ലേണേഴ്സ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോൾ ഒരു ടോപ്പിക് അവിടെ പോയിട്ട് ഇപ്പോൾ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് പഠിപ്പിച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അഡ്വാൻസ് ലേണറുടെ അടുത്ത് ചോദിച്ചാൽ അതെനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല. അതായത് ആ ടോപ്പിക് അവർക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അഡ്വാൻസ് ലേണേഴ്സ് ആണ്, അവർ ഒറ്റയ്ക്ക് തന്നെ പഠിച്ചോളൂ. പക്ഷേങ്കിൽ ഞാനത് ആരോടാ ചോദിക്കേണ്ടത്? ഞാൻ സ്ലോ ലേണേഴ്സിനോട് ചോദിച്ചിട്ട് അവർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവരതിന് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് മനസ്സിലാവും? ആ ക്ലാസ്സിലെ മിക്കവാറും എല്ലാവർക്കും ആ ആൻസർ, ആ ടോപ്പിക് ഞാൻ എടുത്തത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതേ ടെക്നിക്കാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ ഏറ്റവും റെസിസ്റ്റന്റ് അതിനോട് ഏത് ഓർഗാനിസം ആണോ അതിനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പം ഈ ബ്രോഡിമോണസ് ഡൈമ്യൂണേറ്റ എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് മെംബ്രെയിൻ ഫിൽറ്റേഴ്സിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ ക്വസ്റ്റ്യൻ ഇൻ ടുഡേസ് ക്ലാസ്. അത് RPRും VDRലും ബോത്ത് ആർ റിയാക്റ്റീവ് ഇൻ വിച്ച് ഡിസീസ്? സിഫിലിസ് ആണോ, യോസ് ആണോ, പിൻഡ ആണോ, മലേറിയ ആണോ? ഇതിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് 3 സിമിലർ ഡിസീസ് ആണ്. സിഫിലിസും യോസും പിൻഡയും. മലേറിയ മാത്രമേ നമ്മുടെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഡിസീസിലും. മറ്റേ 3 നമ്മുടെ ഓൾറെഡി പഠിച്ച ട്രിപ്പോണിമ സ്പീഷീസ് കോസ് ചെയ്യുന്നതാണ്. ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. ട്രിപ്പോണിമൽ ടെസ്റ്റ്, ഒന്ന് നോൺ ട്രിപ്പോണിമൽ ടെസ്റ്റ് ഉണ്ട്, ഒന്ന് ട്രിപ്പോണിമൽ ടെസ്റ്റ് ഉണ്ട്. ഈ നോൺ ട്രിപ്പോണിമൽ ടെസ്റ്റ് ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന VDRലും RPRും. അതായത് അത് റിയാജൻ ആന്റിബോഡീസിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ട്രിപ്പോണിമൽ ടെസ്റ്റ് ആസ് സച്ച് സ്പെസിഫിക് ടെസ്റ്റ് ആയിരിക്കും സിഫിലിസിന് വേണ്ടിയിട്ടുള്ള, ട്രിപ്പോണിമ പാലിഡത്തിന് വേണ്ടിയിട്ടുള്ള. അതുകൊണ്ട് തന്നെ സ്പെസിഫിസിറ്റി ഇതിന് കൂടുതലായിരിക്കും. പക്ഷേങ്കിൽ സെൻസിറ്റിവിറ്റി ഇതിനാണ് കൂടുതൽ. നമ്മൾ എപ്പോഴും SPMൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ക്രീനിങ് ടെസ്റ്റിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് അത് ഹൈലി സെൻസിറ്റീവ് ആവണം. അതുകൊണ്ട് നോൺ ട്രിപ്പോണിമൽ ടെസ്റ്റ് ആണ് നമ്മൾ സ്ക്രീനിങ്ങിൽ യൂസ് ചെയ്യുക. പക്ഷെ സ്പെസിഫിക് ആവണം. എന്തിന്? ഡയഗ്നോസിസിനെ കൺഫേം ചെയ്യാൻ. അപ്പൊ ഇത് സ്പെസിഫിക് ആയതുകൊണ്ട് ഇത് ഡയഗ്നോസിസിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക ട്രിപ്പോണിമൽ ടെസ്റ്റ് ആണ്. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അതായത് നോൺ ട്രിപ്പോണിമൽ ടെസ്റ്റ് ഉണ്ട്, ട്രിപ്പോണിമൽ ടെസ്റ്റ് ഉണ്ട്. ട്രിപ്പോണിമൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ ട്രിപ്പോണിമ പാലിഡത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. നോൺ ട്രിപ്പോണിമൽ ടെസ്റ്റിൽ വരുന്നത് VDRL, RPR ഒക്കെയാണ്. അത് അത്ര സ്പെസിഫിക് അല്ല, ബട്ട് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അത് സ്ക്രീനിങ് ടെസ്റ്റിൽ യൂസ് ചെയ്യും. ട്രിപ്പോണിമൽ ടെസ്റ്റ് ആണ് നമ്മൾ ഒരാൾക്ക് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ട്രിപ്പോണിമൽ ടെസ്റ്റ് ആണ്. അപ്പൊ എക്സാമ്പിൾ ഓഫ് ട്രിപ്പോണിമൽ ടെസ്റ്റ് ആണ് FTA, ABS, TPPA, TPHA. അതൊക്കെ അതിന്റെയൊക്കെ ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതായത് FTA, ABS ഫ്ലൂറസന്റ് ആയിട്ട് വരുന്നതിന്റെ ഇതാണ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ
മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതിൽ ഏതാണ് പോസിറ്റീവ്, ഏത് കണ്ടീഷൻസിലാണ് പോസിറ്റീവ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫ്ലൂറസൻ ട്രിപ്പോണിമ ആന്റിബോഡി അബ്സോർപ്ഷൻ, അതാണ് ഇതിന്റെ ഫുൾ ഫോം. പിന്നെ ഇത് ട്രിപ്പോണിമ പാലിഡം പാർട്ടിക്കൽ എഗ്ലൂട്ടിനേഷൻ, പിന്നെ ട്രിപ്പോണിമ പാലിഡം ഹീം എഗ്ലൂട്ടിനിൻ എസ്സേ, അതിന് ഫുൾ ഫോം ആയിട്ട് ചോദിക്കാറില്ല. അപ്പൊ ഇങ്ങനത്തെ ടെസ്റ്റ് ഒക്കെ സ്പെസിഫിക് ആയിട്ട് ട്രിപ്പോണിമ പാലിഡത്തിന് മാത്രമേ പോസിറ്റീവ് ആവൂ. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ നോക്കി RPR ആൻഡ് VDRL ബോത്ത് ആർ റിയാക്റ്റീവ്. ഏതായിരിക്കും ആൻസർ? സിഫിലിസ്, യോസ് ആൻഡ് പിൻറ്റ. ബിക്കോസ് ഇത് മൂന്നും ട്രിപ്പോണിമ കോസ് ചെയ്യുന്ന ഡിസീസസ് ആണ്. ഇത് അത്ര സ്പെസിഫിക് അല്ല, ജസ്റ്റ് സെൻസിറ്റീവ് മാത്രമാണ്. അപ്പൊ 3 ട്രിപ്പോണിമൽ ഡിസീസസും ഇതിന് പോസിറ്റീവ് ആയിട്ട് വരും. അപ്പൊ ഓൾ എക്സെപ്റ്റ് മലേറിയ ഈ 2 ടെസ്റ്റിനും പോസിറ്റീവ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. പക്ഷെ ഇൻ കേസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ പേര് മാറ്റിയിട്ട് ഇഫ് ഇറ്റ് ഈസ് ആസ്ഡ് ആസ് TPHA ഈസ് പോസിറ്റീവ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസീസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓൺലി ഫോർ ട്രിപ്പോണിമ പാലിഡം ബിക്കോസ് ഇറ്റ് ഈസ് സ്പെസിഫിക് ഫോർ ദ ആന്റിബോഡീസ് ഓഫ് ട്രിപ്പോണിമ പാലിഡം. അപ്പൊ ഇത്രയാണ് ഈ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു പെത്തോളജിയിൽ വാസ്റ്റ് ടോപ്പിക്കാണ്. കുറെ ക്വസ്റ്റ്യൻസ് ഇനിയും വേണമെങ്കിൽ നമുക്ക് പെത്തോളജി എന്ന് പറഞ്ഞിട്ട് എടുക്കാം. പക്ഷെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ നിങ്ങൾ ഇനി പെത്തോളജീന്റെ ഒറിജിനൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇൻ ഡീറ്റെയിൽ പഠിക്കുക. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇന്ന് ഓട്ടോസോമൽ റെസസീവും ഡോമിനന്റ് എങ്കിലും ഒരു ചാർട്ടായിട്ടോ ഒരു പേപ്പറിലോ എഴുതി വെച്ചിട്ട് പഠിക്കുക. അത് ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വെച്ചാൽ ഡെയിലി അത് കണ്ട് നമുക്കത് ബൈ ഹാർട്ടാവും. ഡെയിലി വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കണ്ടിട്ട് തന്നെ നമ്മുടെ മെമ്മറിയിൽ അത് എപ്പോഴും ഉണ്ടാവും. അപ്പം ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാംസ്. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ആൻഡ് ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. താങ്ക് യു.